ഇത് ഡീകോർ നെറ്റ് പറയും. ഡീകോർ ഇത് ഫേമസ് ആണ്. ഇത് ഹെവി റേഞ്ച് ഓഫ് പോപ്ലിൻ ആണ്. അത് മൊത്തം പോപ്കോൺ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ്. കലംകാരിയുടെ വരുമ്പോൾ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. ഇത് ബനാറസി ആണ്. സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ വാരി കോരി കൊണ്ട് വന്നാ പിടിച്ചോ. അതൊക്കെ യൂണിഫോം സാരി കണ്ട റാക്കിൽ വെച്ചണ്ട. ഇത് ടോപ്പ് വരുമ്പോ ഇത് ബോട്ടം. അതെ, ഓർഗൻസ മെറ്റീരിയൽ ഡബിൾ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ. ചിനോണില് സ്കാലപ്പില് വർക്ക് സ്റ്റാർട്ടിങ് ഒരു ഷട്ടിങ് ചെയ്ത കാരണം ഫുൾ ഷട്ടിങ്ങിന്റെ റേഞ്ച് ഇപ്പോഴും ഉണ്ട്. ഈ ഹക്കോബയിൽ ഇപ്പോൾ ഒരു പ്രിന്റ് ആണ്. ഇത് ലാവൻഡർ ഷെയ്ഡ് ടിഷ്യൂ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ്. സിൽവറും ഗോൾഡ് ഫുൾ ബ്ലൗസ് 2x2 360 അല്ലെങ്കിൽ 380 കളേഴ്സ് ഉണ്ട്. ഇതിന് മാത്രം ലിനന്റെ വലിയ വലിയ പ്രിന്റ്. കുട്ടിക്കാൾ വന്നാൽ അവർ 100% സക്സസ്ഫുൾ ആയിട്ട്. ഇത് കോട്ടൺ ആണ്. ബോട്ടത്തിന് പോകുന്നുണ്ട്, ടോപ്പിന് പോകുന്നുണ്ട്. കർട്ടൻസിന്റെ റോളിംഗ് ആയിട്ടുള്ള പല പല പ്രിന്റിൽ 36 വർഷം ഞങ്ങളോട് വന്നിട്ട് ഞങ്ങളുടെ ഐറ്റംസ് ഇതുവരെ ഒരു കസ്റ്റമർ കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല. ഷർട്ട് പീസാണ്. ഓക്കെ, നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, വേറെ ഇതിനായിട്ട് കൊടുക്കാം. ഞങ്ങളുടെ ചങ്കാണ് ഞങ്ങളുടെ സാർ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് എവിടേക്കാണ് വന്നതെന്നറിയോ? മോഹൻസ്. കണ്ടോ, 3 ഫ്ലോർ ആയിട്ടുള്ള വലിയ ബിഗ് ബിൽഡിംഗ്. ഇത് കൂടാണ്ട് ഒരു ഗ്രൗണ്ട് ഫ്ലോറും കൂടി ഉണ്ട്. അപ്പോൾ മൊത്തം 4 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗ്. അതും മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ് ഏതൊക്കെ മെറ്റീരിയൽസ് വേണം. ഇനി സ്കൂളിലെ യൂണിഫോംസ് വേണോ, ഫാൻസി വേണോ, അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ വരുന്ന കടയിലേക്കുള്ള ലൊക്കേഷൻ അറിയേണ്ടത് നമുക്ക് മോഹൻസിലേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ ലൊക്കേഷൻ നമുക്ക് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ പ്രസ് ക്ലബ് റോഡാണ് ആ വഴിക്ക് വരുന്നത്. അപ്പോൾ മേനക ബസ് സ്റ്റോപ്പ് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ജസ്റ്റ് പ്രസ് ക്ലബ് റോഡ് വഴിക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ കുറച്ചുകൂടി അടുത്ത ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ശരിക്കും നമ്മൾ ഈ വഴി മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നത് CSB ബാങ്കിൻ്റെ തൊട്ട് അടുത്തുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. നമുക്ക് മോഹൻ ടെക്സ്റ്റൈൽസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഗോപാലപ്രഭു റോഡിൽ ഒരു ഷോപ്പ് ഉണ്ട്. അത് ഒന്നുകൂടിയും എക്സ്പാൻഡ് ആക്കിയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം കസ്റ്റമേഴ്സിന് എല്ലാം സൗകര്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാർ പാർക്കിംഗ് ആയാലും അതുപോലെ എല്ലാ സൗകര്യമുണ്ട്. ലിഫ്റ്റോട് കൂടിയിട്ടും കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യം എന്ന് വെച്ചാൽ 1-2 കാറല്ല, ഇഷ്ടം പോലെ കാറുകൾ പാർക്ക് ചെയ്യാം. ഈ കാണുന്ന മോളിലത്തെ ഏരിയ മാത്രമല്ല, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് വരെ നമുക്ക് സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ്. മോഹൻ ടെക്സ്റ്റൈൽസ്. 4 ഫ്ലോർ ഉണ്ട്. വരൂ. കയറുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ വെറൈറ്റി കിട്ടും എന്നുള്ളത് കണ്ടോ. ഫാൻസി മെറ്റീരിയൽസ്, ക്രേപ്പ്, ലൈനിങ്, ബ്ലൗസ്, അതുപോലെ യൂണിഫോംസ്, ഷർട്ടിങ്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തൊക്കെ മെറ്റീരിയൽ നമുക്ക് ആവശ്യമുണ്ടോ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇവിടെ കാണുമ്പോൾ ചെറിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊരു ചെറിയ സ്പേസ് അല്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ 4 ഫ്ലോർ ഉണ്ട്. അപ്പോൾ 4 ഫ്ലോറിൽ ഇവിടുത്തെ ബില്ലിംഗ് സെക്ഷൻ്റെ ആൾക്കാരാണ് കേട്ടോ കാര്യമായിട്ട് ബില്ലിംഗ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഓണർ, ഞാൻ കയറിക്കോട്ടെ അകത്തേക്ക്. ഇവിടുത്തെ ഓണറാണ്. ഞാൻ ഈ മൈക്കൊന്ന് വെച്ചോട്ടെ. മോഹൻ ടെക്സ്റ്റൈൽസിന്റെ തരുൺ ഓണറാണ്. വെൽക്കം. ഒന്ന് ഇറങ്ങാം നമുക്ക്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എന്താണ് ഇത് കൂടാണ്ട് വേറെ എന്തൊക്കെ പൊസിഷനൊക്കെ ഉണ്ട്? എന്താ പൊസിഷൻ? വൈസ് പ്രസിഡന്റ് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് വെൽഫെയർ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തെ ടെക്സ്റ്റൈൽസിന്റെ 14 ജില്ലകളുണ്ട്. അതിനുള്ളിൽ നമ്മൾ വരും. അതിൻ്റെ ഉള്ളിൽ വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല, ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതിന് ഉപരി ഇവിടെ ഒരു ഷോപ്പ്. അപ്പോൾ നമ്മൾ ശരിക്കും നിൽക്കുന്നത് ഇപ്പോൾ പ്രസ് ക്ലബ് റോഡ്. അപ്പോൾ ഈ ഗോപാലപ്രഭു റോഡിൽ നമുക്ക് അവിടെ ഒരു ഓഫീസ് ഉണ്ടായി. ഇവിടെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യും, കുറച്ചും കട വലുതാക്കാൻ വേണ്ടി. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പയ്യെ എല്ലാം ഇവിടെ കൊണ്ടുവരും. കാരണം ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. റണ്ണിങ് ഐറ്റം ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും. അത് കാരണം ഒരു കസ്റ്റമർക്ക് കാർ പാർക്കിംഗ് വേണം, പിന്നെ ലിഫ്റ്റ് വേണം, ചിലർക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാം സുവിധ നോക്കിയിട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പണിതൊക്കെ ഇവിടെ. അവിടെ ആകുമ്പോൾ നമുക്ക് കാർ സൗകര്യം ഇല്ല. പക്ഷേ ഇവിടെ ആണെങ്കിൽ നമുക്ക് എത്ര കാർ വേണമെങ്കിലും കൊണ്ടിടാം. ഇപ്പോൾ തിരക്കനുസരിച്ചിട്ട് നിങ്ങളൊന്ന് വിളിച്ചു വെച്ചാൽ മതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇനി എന്തൊക്കെ ഇവിടുത്തെ വെറൈറ്റി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ എന്താ ഐറ്റംസ് വരുന്നത്? ഈ ഫ്ലോറിൽ ഹക്കോബ പ്രിന്റ്, പിന്നെ അതുകൂടാതെ ഈ ഹക്കോബയിൽ ഇപ്പോൾ ഒരു പ്രിൻ്റാണിത്, ലാവൻഡർ ഷെയ്ഡ്. സ്ഥിരം ഇഷ്ടംപോലെ ഡിസൈൻസ്, ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ടാവും. ഫുൾ ടൈം അവൈലബിൾ ഉണ്ടാവും. വൈറ്റ്, ബ്ലാക്ക്, ഏത് കളർ, പച്ച, മെറൂൺ,
ഇപ്പോൾ ബുട്ടിക്സിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പോകുന്ന ഐറ്റമാണ്. നല്ല ഹൈലി പോകും. ഹൈലി ഇത് ഫുൾ ഹക്കോബേര, ഫുൾ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ ഹോൾസെയിലാണ്. ഒരു ഫുൾ റോൾ അങ്ങനെ തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. ഇപ്പം ഇനി ഇത് നമുക്ക് ക്രീം ഷെയ്ഡ് വേണമെന്ന് വെച്ചാൽ അത് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ലെവൻഡർ വേണമെന്ന് വെച്ചാൽ ലെവൻഡർ, ഏത് ഷെയ്ഡ് വേണമെങ്കിൽ. പക്ഷേ ഫുൾ പാക്കിംഗ് പൊട്ടിക്കാണ്ട് അങ്ങനെ തന്നെ. അതുപോലെ ഇപ്പോൾ ഓണം തന്നെയാണ്, വിഷു ആണെങ്കിലും ടിഷ്യൂ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ്. സിൽവറും ഗോൾഡ്, ഇനി ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ടാവും. പിന്നെ കോപ്പർ ഇതൊക്കെ ഫുൾ ബ്ലൗസിന്റെ മെറ്റീരിയൽസ് ഈ കാണുന്നത്. അപ്പൊ ഈ സിൽവർ, ഗോൾഡ് അത് കൂടാണ്ട് നമുക്ക് കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സിലും അവൈലബിൾ ആണ്. ഇതൊക്കെ ഫുൾ ടിഷ്യൂന്റെ മെറ്റീരിയൽസിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇത്ര അധികം കളർ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ തന്നെ ഉണ്ട്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഇതൊക്കെ ഫുൾ ടിഷ്യൂസിൽ വരുന്നത്. ഇതല്ല, ഇവിടെ വരെ ബ്രൊക്കേഡ്. ഇത് ബ്രൊക്കേഡിലാട്ടോ. ഇതാകുമ്പോൾ നമുക്ക് സെൽഫ് ഡിസൈൻസ് വരുന്നുണ്ട്. വീവിങ് അതിൽ ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കും. മാങ്ങയുടെ ഡിസൈൻ ഉണ്ടാവും, ചെക്കിൻ്റെ ഉണ്ടാവും, പ്രിന്റ്, ഇങ്ങനെ ഒക്കെ വീവിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഫുൾ റേഞ്ച്. കോപ്പർ പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് ആണ് ഇതില്ലേ. കോപ്പറിൽ തന്നെ നമുക്ക് 10-15 ഷെയ്ഡ് ഉണ്ട്. കോപ്പറിൽ തന്നെ ഇത്ര അധികം ഷെയ്ഡ്സ് വ്യത്യാസമുണ്ട്. പറയുമ്പോൾ എല്ലാം കോപ്പർ തന്നെ, പക്ഷെ അതിൽ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്നത്. പക്ഷെ ഫുൾ ഈ ഒരു റോൾ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്, ആ റോള് ഫുൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യണം. ഇനിയിപ്പോൾ ഹോൾസെയിൽ ആയതുകൊണ്ട് ഇവിടെ എല്ലാ മെറ്റീരിയൽസ് നമ്മൾ എന്താ ക്രിയേറ്റിവിറ്റി ആഗ്രഹിക്കുന്നത് അതെല്ലാ മെറ്റീരിയൽസ് നമുക്കിവിടെ കിട്ടും. മുകളിലൊക്കെ ആണെങ്കിൽ വെറൈറ്റി ധമാക്കകൾ ഇനിയും വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോഴത്തെ ഇത് വേറൊരു സംഭവം കൂടിയാണ്. ഇതാണ് കോട്ടൺ സിൽക്ക്. ഇപ്പോൾ ലേഡീസിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി കളേഴ്സിൽ ഓണിയൻ ഷെയ്ഡ്, ലാവൻഡർ ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡ്, പല ഷെയ്ഡ്സ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ തുണിയുടെ മെറ്റീരിയൽ എങ്ങനെയാണെന്ന് അറിയാണ്ട് നമുക്ക്. കോട്ടൺ ഫീൽ ചെയ്യും. ഇതൊരു സിൽക്കി ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ. കോട്ടൺ സിൽക്ക്, ബാംഗ്ലൂർ സിൽക്ക് നമ്മൾ പേര് പറയും. പക്ഷെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇത് 40 മീറ്ററിന്റെ ഒരു കട്ടാണ് ഇത് വരുന്നത് അല്ലേ. 40 മീറ്റർ ഫുൾ ഒരു റോള് വരുന്നത്. ഇതിൽ എത്ര കളേഴ്സ് വേണമെങ്കിൽ ഇതെല്ലാം തരാം. ഇതൊക്കെ ഫുൾ അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം കോട്ടൺ സിൽക്ക് മെറ്റീരിയൽസിന്റെ കളർ ഓപ്ഷൻ. ഞങ്ങൾ യൂണിഫോം ആയിട്ട് സപ്ലൈ ചെയ്യും. ചിലപ്പോൾ 200 മീറ്റർ വേണമെങ്കിൽ ഈ കന്യാസ്ത്രീമാർ വരുമ്പോൾ അവർക്കും ഞങ്ങൾ യൂണിഫോം ആയിട്ട് സപ്ലൈ ചെയ്തു. അപ്പോൾ ഈ കന്യാസ്ത്രീമാർക്കാവുമ്പോൾ അവർക്ക് ഇതുകൊണ്ട് എന്താ യൂസ്? അവർ ഈ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, മാരേജ് ഫംഗ്ഷൻ, വെഡിങ് ഫംഗ്ഷൻ, അപ്പോൾ ഒരുപോലെ ബ്ലൗസ് ഇട്ട് പോകും, ഒരുപോലെ സാരി ഉണ്ട്. അത് നമുക്ക് സാരി നമുക്ക് നെക്സ്റ്റ് ഫ്ലോറിലാണ്. ഇത് നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ അങ്ങനത്തെ ആവശ്യത്തിനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ മെറ്റീരിയൽ, ഇത് ബ്ലൗസ് ഫാൻസി. ഇതിൽ ഫുൾ കളേഴ്സ് ഉണ്ടാവും, എപ്പോൾ ഫുൾ കളർ ഉണ്ടാവും. അതുകൂടാണ്ട് ഇതിലൊരു വീവിങ്ങിന്റെ വർക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് മൊത്തം വീവിങ് ആണ്. ഇതിൽ തന്നെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്, ഫുൾ കളേഴ്സ്. ഇതൊക്കെ കളേഴ്സ് ആണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏറ്റവും ഫാസ്റ്റ് സോൺ ആയിട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങൾ എത്ര എടുത്താലും അത്രയും തീരൂല. അത്ര മാങ്ങ ഡിസൈൻ, അതിന്റെ ഡിസൈൻസ് വേറെ വേറെ ആയിട്ട് വരും. ബ്ലാക്കിൽ തന്നെ നമുക്ക് പല പല വീവിങ്ങിന്റെ ഡിസൈൻസിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെ അതിന്റെ വീവിങ്സ് ഇഷ്ടമുള്ളത്. ഇപ്പൊ ചെറുത് വേണോ വലുത് വേണോ അങ്ങനെ ഡിസൈൻ 10-40 ഡിസൈൻ തീരൂല. അത്ര അധികം കളക്ഷൻസ് നമുക്ക് വീവിങ്ങിന്റെ ഡിസൈൻസ് തന്നെ വരുന്നുണ്ട്. ഇതപ്പോ എത്ര മീറ്റർ വരും? ഇതൊരു 14 മീറ്റർ 15 മീറ്റർ. ഇത് യൂണിഫോം ആയിട്ട് പോകും, നല്ലതായിട്ട് ഫാസ്റ്റ് ആയിട്ട് പോകും കേട്ടോ. ഇത് 12 മീറ്ററിന്റെ ആണ്. അപ്പോൾ അതൊരു വരുന്നത്. അപ്പോൾ ഓരോരോ ഡിപ്പെൻഡ് അനുസരിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. ഫുൾ ഇപ്പോൾ കാണിച്ചത് ബ്ലൗസ് അല്ല, നമ്മുടെ എന്താ ക്രിയേറ്റിവിറ്റി അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്ര കളേഴ്സ് ഉണ്ടോ നോക്കി. ഇത് ഫുൾ അതെ കോട്ടൺ സിൽക്ക് അല്ലേ. ഫുൾ കോട്ടൺ സിൽക്കിന്റെ ഇത്ര അധികം കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു അല്ലേ. അപ്പോൾ കളേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് ജസ്റ്റ് ഡീറ്റെയിൽസ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് താഴത്തെ ഒരു സെക്ഷനിലേക്ക് വരാം. താഴത്തെ ഒരു സെക്ഷനിൽ ഇനി എന്താ ഐറ്റംസ് നോക്കാം. ഇത് ഓരോരോ കസ്റ്റമർ എടുത്ത് വെച്ച സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഷർട്ട് പീസാണ്. ഓക്കെ, നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, വേറെ ഇതിനായിട്ട് കൊടുക്കാം. ഇപ്പൊ ഷർട്ടിങ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഇവിടെ ഷർട്ട് പീസ്, പാന്റ് പീസ്, അങ്ങനെയുണ്ട്. കംപ്ലീറ്റ് ഐറ്റം ഉണ്ട്. കംപ്ലീറ്റ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഫുള്ള് ഒരു കടയിലേക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് പോകും. ഷർട്ടിങ്ങിന്റെ തന്നെ ഷർട്ടിങ്ങിന്റെ മുകളിലുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. മേളിലുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോപ്ലിൻ. ഇത് ഹെവി റേഞ്ച് ഓഫ് പോപ്ലിൻ ആണ്. കളേഴ്സ് ഫുൾ പോപ്ലിൻ ഉണ്ടാവും. പോപ്ലിന്റെ മെറ്റീരിയൽ ഹൈയസ്റ്റ് ക്വാളിറ്റി, ഹൈയസ്റ്റ് സെയിൽ, 100% കോട്ടൺ. അതുപോലെ തന്നെ ഇതില് മീറ്റർ വൈസ് എത്ര വരെ ഇത് വില അല്ല മീറ്റർ എത്ര മീറ്റർ ഉണ്ട് തുണി? 24 മീറ്റർ ആണ്. വില നമുക്ക് പറയാൻ പറ്റില്ല. അത് ഹോൾസെയിൽ ആയതുകൊണ്ട് നമുക്ക് മീറ്റർ പറയാൻ പറ്റില്ല. അപ്പൊ പോപ്ലിന്റെ മെറ്റീരിയൽ ഓൾ ഓവർ കേരള ആൾക്കാർ വരും. ഈ പോപ്ലിൻ ഈ ഒരു ഐറ്റം മാത്രമേ ഞങ്ങൾ വെക്കുന്നുള്ളൂ. ഈ ഒരു ഐറ്റം നല്ല ഡിമാൻഡ് ആയിട്ട് പോകുന്നുണ്ട്. പോപ്ലിന്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. എല്ലാവർക്കും അറിയുന്നത്. അത് കൂടുതൽ സ്കേർട്സിന് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. അണ്ടർ സ്കേർട്ടിനൊക്കെ നന്നായിട്ട് പോകുന്ന ഐറ്റമാണ്.
അപ്പൊ അതിന്റെയും കളേഴ്സ് ഫുൾ റേഞ്ച് ഇവിടെ ഉണ്ട്, അതിന്റെ ബാക്കിലുണ്ട്. നമുക്ക് അങ്ങനെ തിരിഞ്ഞു വരാം, ബാക്കിലേക്ക് തിരിഞ്ഞു വരാം. അപ്പൊ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഒന്ന് കളേഴ്സ് ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കിയത്, ഇത് ഫുൾ പോപ്ലിന്റെ ഇത്രയും കളർ ഓപ്ഷൻ, ഏത് കളർ ചോദിച്ചാലും എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ, എല്ലാം കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ തന്നെ കളേഴ്സ് ഇതൊക്കെ ഫുൾ പോപ്ലിൻ തന്നെയാണ്. ഫുൾ പോപ്ലിൻ. ഇത് ഈ 2 റാക്ക് പോപ്ലിൻ ബാക്ക് സൈഡിലുണ്ട്. ഈ സൈഡിൽ ഇതും പോപ്ലിൻ റേഞ്ച് ആണ്. ലാവൻഡർ ഷെയ്ഡ്, പേസ്റ്റൽ ഷെയ്ഡ്, മെറൂൺ, ഗ്രീൻ, പച്ച, കേരള ക്രീം, വൈറ്റ്, ഫുൾ കളേഴ്സ് മീൻസ് കളേഴ്സ് ഫുൾ ടൈം റെഡി ആയിട്ട് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇനി ഇപ്പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷർട്ടിങ്ങിന്റെ ഒരു സെക്ഷൻ, ഇത് ഷർട്ടിങ് സെക്ഷനാണ്. ഷർട്ടിങ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മീൻസ് ഇപ്പം ആരും ഷർട്ടിങ് അധികം ചെയ്യാത്തതാണ്. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ഷർട്ടിങ് ചെയ്ത കാരണം ഫുൾ ഷർട്ടിങ്ങിൻ്റെ റേഞ്ച് ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഏറ്റവും ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ് ഹോൾസെയിലിൽ ഷർട്ടിങ്ങിന്റെ കൂടുതൽ. അത് ഷർട്ടിങ്ങിന്റെ ആകുമ്പോ എങ്ങനെയാ മീറ്റർ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് മേടിക്കുന്നവരാണെങ്കിൽ അവർക്ക് അറിയാം. ഇത് 2-3 വെറൈറ്റി ഉണ്ട്. 58 വീതിയുണ്ട്, 36 വീതിയുണ്ട്. ഈ 2 വീതിയുണ്ട് ഇതിൽ. അപ്പോൾ ഈ 2 വീതിയിൽ ഇത് 58 വീതിയാണ്. ഇത് 58 വീതി 100% ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഈ 36 എടുത്താൽ അതിന് കുറച്ച് മീറ്റർ കുറവായിരിക്കും, കൂടുതൽ വേണം. ഇതിൽ കുറച്ച് മതി. ഇത് 160 മീറ്റേഴ്സ് മതി 58-ൽ. മറ്റേതാണ് 230, 250 ആളുടെ വണ്ണം നോക്കിയിട്ട് അത് പോകും. അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഷർട്ടിങ്ങില് ഷർട്ടിങ്ങിന്റെ തന്നെ പ്ലെയിൻ, പ്രിന്റ്, ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ. ഡിജിറ്റൽ പ്രിന്റ് ഇപ്പൊ ട്രെൻഡ് അല്ലേ, ഫാൻസി ഡിജിറ്റൽ പ്രിന്റ്. അതും പ്രിന്റുകളുടെ തന്നെ കളർ മാറ്റായിട്ട് നമുക്ക് ഇഷ്ടംപോലെ കളേഴ്സും അവൈലബിൾ ആണ്. പ്രിന്റിൽ മാത്രമായിട്ട് വരുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. ചെക്കില് അടിപൊളി ചെക്ക്, പിന്നെ ചെറിയ ചെക്ക്, വലിയ ചെക്ക്, വലിയ പ്രിന്റുകള്, ഇതൊക്കെ ഡാർക്ക് ടേസ്റ്റ് ഇട്ട നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ നല്ല അടിപൊളിയാണല്ലോ കണ്ടോ. ഇതൊക്കെ ജൂട്ടിന്റെ പോലത്തെ. അതിൽ തന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. ഇതിപ്പോ ഒരു കുറച്ചുകൂടി ചീക്കു ഷെയ്ഡിൽ വരുന്നത്, ഇതാകുമ്പോ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ചെക്കിൽ തന്നെ ഡിഫറൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ ഇങ്ങനെ കണ്ടോ, ചെക്കില് ചെറിയ ചെക്ക്, വലിയ ചെക്ക്, അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ പ്രിന്റുകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു പോവാട്ടോ. ഇപ്പൊ എപ്പോഴും വന്ന ഈ പ്രിന്റ് ആവില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ട്രെൻഡ് മാറുമ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും പ്രിന്റ്സ്. ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചെറിയ പ്രിന്റ്, വലിയ പ്രിന്റ്, ഇതൊക്കെ ഷർട്ടൊക്കെ ഇട്ട് തയ്ച്ചു വരുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും. ഇതും ഷർട്ടിങ്. ഇത് നമുക്ക് സ്കൂൾ യൂണിഫോം കൂടി ഉണ്ട്. സ്കൂൾ യൂണിഫോമിന്റെ കളക്ഷൻ ഇത് വൈറ്റ് ഇപ്പൊ എല്ലാം ചോദിച്ചുകൊണ്ട് പോകും. നേവി ബ്ലൂ ഷർട്ട്, പാന്റ് പീസിന്റെ, ഷർട്ട് പീസിന്റെ, പാവാട, സ്കൂൾ യൂണിഫോമിന്റെ ഫുൾ ഉണ്ട്. ഇത് ജസ്റ്റ് വൈറ്റ് വെച്ചാൽ എല്ലാം സ്കൂളിൽ പോകുന്ന വൈറ്റാണ് കൂടുതൽ. അപ്പോൾ പിന്നെ അതുപോലെ ഈ മിനിസ്റ്റർമാരൊക്കെ യൂസ് ചെയ്യൂല, മിനിസ്റ്റർ കോട്ടൺ പോലെ സംഭവമുണ്ട്, കട്ടി സ്റ്റിഫായിട്ട് നിൽക്കണം, പേപ്പർ പോലെയൊക്കെ. ഇത് കംപ്ലീറ്റ് അതാണ്. അത് പൊട്ടിക്കാൻ പാടില്ല, കാരണം വൈറ്റ് ആണ്, വേഗം അഴുക്കായി പോകും. അപ്പോൾ ആ ഉദ്ദേശം നമ്മൾ ചെയ്യാത്തത് ഇത്രയും വരെ അതുണ്ട്. അത് ഫുൾ അതിൽ തന്നെ ഡിസൈൻസ് മാറും കേട്ടോ. വൈറ്റിന്റെ ബേസ്, അതിൽ ഉള്ളിലത്തെ സെൽഫ് ഡിസൈൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതാണ് അതിന്റെ വൈറ്റ് ആണ് ബേസ് വരുന്നത്, മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ സ്റ്റിഫ് മെറ്റീരിയലിൽ വൈറ്റില് എപ്പോഴും ഇങ്ങനെ അലക്കി തേച്ചുകൊണ്ടേ ഇരിക്കണം ആ ഒരു മെറ്റീരിയൽ. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒന്നുകൂടി നോക്കാം പ്രിന്റുകളുടെ കളക്ഷൻസ്. ഇത് 36 വീതിയാണ്. ഫാസ്റ്റസ്റ്റ് കളർഫുൾ ചേഞ്ചസ്. ഇത് മിക്സിംഗ് ആയിരിക്കും, പക്ഷെ 36 ഇഞ്ചിൽ ഏറ്റവും പോണായിട്ട് ഇങ്ങനത്താണ്. ഇത് കോട്ടൺ ആയിരിക്കും, അത് മിക്സിംഗ് ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് ഓടിപ്പിച്ച് നോക്കി. ഇതിന്റെ പ്രിന്റ്സുകൾ എപ്പോഴും പിന്നെ ഇത് കാണാൻ പറ്റിയത് വല്ല എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇതൊക്കെ ചെക്ക് കേട്ടോ, ചെക്കില് ഇതൊക്കെ ചെക്സിന്റെ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇനി അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇക്കത്തിന്റെ പ്രിന്റ് ഷർട്ടിങ്ങിലും ഉണ്ട് അല്ലേ. അതിലും കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇത് ബ്ലൂ ആണെങ്കിൽ ഇത് ഗ്രീൻ ആണ്, ഇതാകുമ്പോ പീച്ച് കളർ, അങ്ങനെ പ്രിന്റുകൾ കളർ മാറും. അതുപോലെ ചെക്കില് വരുന്നുണ്ട്. ചെക്കുകൾ ഇപ്പൊ നമ്മൾ മുകളിലുള്ളത് മാത്രം കാണിക്കില്ല, സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ചെക്കിൽ തന്നെ ഇത്ര അധികം വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഇട്ട് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി, നല്ല ഇതായിരിക്കും കേട്ടോ. അതിന്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഇട്ടന്നെ തയ്ച്ച് തന്നെ നോക്കണം. ഇനി നമുക്ക് ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് കിടക്കാം. ഇപ്പുറത്തെ സൈഡ് ഇത് നമ്മുടെ കോട്ടന്റെ ഫാബ്രിക് ആണ്. ബ്ലൗസിൽ ഏറ്റവും ഫാസ്റ്റ് പോണ ഐറ്റം ഇക്കത്തിന്റെ പ്രിന്റ്. ഇക്കത്തുണ്ട്, ഗോൾഡ് പ്രിന്റ്, ഗോൾഡ് പ്രിന്റ്, കോപ്പർ പ്രിന്റ്, ബ്ലാക്ക് നേവി ബ്ലൂ ഇക്കത്ത് പ്രിന്റ്. ഇത് ഒരെണ്ണം നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് പ്രിന്റ് അല്ല, വീവിങ് ആണ് വരുന്നത് കേട്ടോ. ഇത് ഫുൾ വീവിങ് ആണ്, പ്രിന്റ് അല്ല. അപ്പോൾ വാഷ് ചെയ്ത് അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. പ്രിന്റ് വരുമ്പോൾ വാഷ് ചെയ്താൽ ചിലപ്പോൾ ഇത്തിരി ഡൗൺ ആവും. പക്ഷെ ഇത് അങ്ങനെ ഒരു സംഭവം സംഭവിക്കില്ല. ഒക്കെ പ്രിന്റ് അല്ല, വീവിങ്ങിന്റെ കളക്ഷൻസാണ് ഇത് ഫുള്ള് വരുന്നത്. അതിൽ പല കളേഴ്സിലുണ്ട്. അപ്പം മെയിനായിട്ട് കൂടുതൽ പോണ കളർ എന്ന് പറയുന്നത് ബ്ലാക്കിൽ ഈ ഒരു കോപ്പർ ഈ ഇക്കത്തിൽ ബ്ലാക്ക് കണ്ട, ബ്ലാക്ക് ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. നേവി ബ്ലൂ ഉണ്ട്. ഇത് പല പല കളേഴ്സാണ് ഇതിൽ. ലൈൻസ് ഉണ്ട്,
ഇത് ലൈൻ വേറെ, ലൈൻ ഡിസൈൻ കംപ്ലീറ്റ് വേറെ, അങ്ങനെ പല പല വെറൈറ്റി വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ ഇത് ലഹരിയയിൽ വരുന്നത് ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് പോണതുണ്ട്, ലഹരിയ ഉണ്ട്, മാങ്ങര ഉണ്ട്, ഇതൊക്കെ വീവിങ്ങിന് വരുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ മീറ്റർ വരുന്നത് എങ്ങനെയാ? ഇത് 24 മീറ്റർ തന്നെയാ? മീറ്റർ 24 മീറ്റർ 12 മീറ്റർ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ. അപ്പൊ ഇതൊന്ന് ഓടിപ്പിച്ച് നോക്കിയാൽ ഇത്ര കളേഴ്സ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടോ ജസ്റ്റ് കേട്ടോ. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഫാഷൻ ലൈൻസിൽ പോണത്. ലാവൻഡർ ഷെയ്ഡ്, പേസ്റ്റൽ കളേഴ്സ്, കളേഴ്സ് അല്ലാതെ ഉണ്ട് അല്ലേ? ഫുൾ കളേഴ്സ്. ഇത് കംപ്ലീറ്റ് മാഡം കളേഴ്സ് ആണ്. ഇത് ഫുൾ കളേഴ്സ് ആണ്. ഇതൊന്ന് അതിലേക്ക് വെച്ച് നോക്കട്ടെ. അപ്പൊ അതാ കളേഴ്സ് കൊണ്ട് കളേഴ്സ് ഉള്ളത് എത്ര കളർ കണ്ടാൽ കുറവ് തോന്നുള്ളൂ. അതെ, ആകെ ഒരു കൺഫ്യൂഷൻ ആവൂല ഏത് എടുക്കണം എന്നുള്ളത്. ഏതെടുക്കണം മൈൻഡ് വരും. പക്ഷെ എല്ലാതും ഫുൾ വീവിംഗ് ആണ് കേട്ടോ. വീവിംഗിൽ തന്നെ നമുക്ക് ഡബ്ല്യു വീവിംഗിലുണ്ട്, നമുക്ക് ഇക്കത്തിന്റെ ഉണ്ട്, ലൈൻസിന്റെ ഉണ്ട്, സ്ട്രൈപ്പ് ആയിട്ട് വരുന്നുണ്ട്, അതില് ചെറുതായിട്ട് ഡോട്ട്സ് ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ അവിടെ കണ്ടത് അതിന് തന്നെ ഡബിൾ വെറൈറ്റി. നമ്മൾ അവിടെ കണ്ട് വേറെ വെറൈറ്റി, ഇത് വേറെ വെറൈറ്റി. ഇക്കത്ത്, സ്ട്രൈപ്പ്, ലൈന്, ചിന്ന ചെക്ക്, ചിന്ന മാങ്ങ, അതിൽ പല പല വെറൈറ്റി ഉണ്ട്. വെറൈറ്റീസിലല്ലേ? അപ്പൊ ഇത് ഫുൾ ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ബ്ലൗസിന്റെ അതിന്റെ ഇടയിൽ എനിക്ക് വേറൊരു സംഭവം കിട്ടി. ഇതാവുമ്പോൾ നമുക്ക് മൾട്ടി കളർ. അത് ബ്ലാക്ക് മാത്രമല്ല കേട്ടോ, ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചുകൂടി എടുത്ത് കാണിക്കും. ഇതിൽ തന്നെ എല്ലാ കളേഴ്സിൽ വരുന്നുണ്ട്. നമുക്കിതാ ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിൽ മൾട്ടി കളറിൽ വരുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും കളേഴ്സിൽ നമുക്ക് വരുന്നുണ്ട്. കൂടുതലും ഞാൻ ബ്ലാക്ക് ആയതുകൊണ്ട് എടുത്ത് കാണിച്ചെന്ന് മാത്രം അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിലായതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഹോൾസെയിലാണ് അതാണ്. പക്ഷെ നമുക്ക് പ്ലാസ്റ്റിക് പൊട്ടിക്കാനും പറ്റില്ല, അത് വേറൊരു വിഷയം. ഇത് ഫുള്ളപ്പോൾ വരുന്നത് നമുക്ക് ബ്ലൗസിൻ്റെ. ഇത് വേറൊരു രീതിയിലുള്ള ഒക്കെ വീവിങ്ങിൽ വരുന്നത്. ഇങ്ങനെ നമുക്ക് വെറുതെ ഒന്നും ഇങ്ങനെ കാണിച്ച് നോക്കാം. ദാ ഇത് വീവിങ് ആണ് കേട്ടോ, വീണ്ടും വീണ്ടും പറയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് വരാൻ അങ്ങനത്തെ ചാൻസസ് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ചിട്ട് എങ്ങനെ വേണേലും ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കേരള സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നല്ല ബ്ലൗസിൻ്റെ വെറൈറ്റികൾ. അപ്പോൾ ഇക്കത്തിൻ്റെ പ്രിൻറ്റിൽ ഇതൊക്കെ നമുക്ക് ടോപ്പായിട്ട് തയ്ക്കാൻ പറ്റും. ബ്ലൗസ് മാത്രം ഇത് മെയിൻലി ബ്ലൗസിലെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇതല്ലേ? ടോപ്പിന് കുറച്ചുകൂടി വേറെ ടോപ്പാണ്. ഇത് 36 വീതിയാണ്. ടോപ്പാണ് 46. അത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. മാഡം പറഞ്ഞ റണ്ണിങ് കംപ്ലീറ്റ് അവിടെ ഉണ്ടാവും. അവിടെ റണ്ണിങ് നിങ്ങൾക്ക് ഫുൾ വെറൈറ്റി കിട്ടും. അപ്പൊ ഇത് ശരിക്കും ഒരു ഭാഗം മാത്രമാണ്, ഒരു സാമ്പിൾ വെടിക്കെട്ട് പറയില്ലേ, മോളിൽ ധമാക്ക എടുക്കുന്നുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇത് ഫുൾ ബ്ലൗസിന്റെ ഒരു കളക്ഷൻസും അതുപോലെ തന്നെ ചെറുതായിട്ട് ഒരു ഷർട്ടിങ്ങിന്റെ മുകളിൽ ഇനിയും വെറൈറ്റീസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് കുറെ ഷർട്ടിങ്ങിന്റെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഷർട്ട് പീസ് ഉണ്ട്, പാന്റ് പീസ് ഉണ്ട്. പാന്റ് പീസും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് അല്ലേ? പാന്റ് പീസ് ബ്ലാക്കിന്റെ കളർ റോളിൽ ഉണ്ടാവില്ല. 130 മീറ്റർ കട്ടായിരിക്കും, ഒരാൾക്ക് ഇടാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഇതിൽ ബ്ലാക്ക് ഉണ്ട്, കളർ ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. വെറൈറ്റി മീൻസ് വേറെ വേറെ. അപ്പോൾ ഈ ആൾക്കാർക്ക് ചിലപ്പോൾ റെഡിമെയ്ഡ് പാൻറ് ഫിറ്റ് ആയില്ലെങ്കിൽ ഇത് വാങ്ങിച്ച് തയ്ച്ച് ചില ആൾക്കാർ ഇപ്പോഴും ആ സെയിം ഹാബിറ്റ് ഉണ്ട്. പക്ഷേ ഇതിലും നമുക്ക് നല്ല സെയിലുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനിയും 3 ഫ്ലോർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ത്രൂ മുകളിലേക്ക് കയറാം. പക്ഷെ അതിന് മുന്നേ ഇപ്പുറത്തെ സൈഡും കൂടി നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് 2 സൈഡായാലും നമുക്ക് നോക്കി എടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. ഇത് പോപ്പിളിൻ നമുക്ക് കാണിച്ചതിൻ്റെ കളേഴ്സ് കൂടുതലുണ്ട്. മുകളിൽ കൂടെ ഒന്ന് ഓടിപ്പിച്ച് നോക്കിക്കോ. ഇത് പോപ്പിളിൻ്റെ കളർ ചേഞ്ചസ് വരുന്നത് കേട്ടോ. ഇത് ഫുൾ കളർ ചേഞ്ച്. ഇപ്പോൾ ഒരു കസ്റ്റമർ സാധനം എടുത്തപ്പോൾ ഐറ്റം തീർന്നു പോയി. അപ്പോൾ നമ്മൾ വീണ്ടും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. കസ്റ്റമേഴ്സ് വരുന്നതിനനുസരിച്ചിട്ട് ഐറ്റം എടുക്കും പോകുമ്പോൾ വീണ്ടും ഫില്ല് ചെയ്യുക, അങ്ങനത്തെ സംഭവമൊക്കെയാണ്. പോപ്പിളിൻ്റെ ആണ് ഈ ഒരു പോർഷനിൽ ഇരിക്കുന്നത്. അതുപോലെ ഷർട്ടിങ്ങിൻ്റെ ഇതായി ഇവിടെ നിന്നാണ് എടുത്തിട്ട് അത് ഫ്രണ്ടിലേക്ക് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് എടുത്ത് പോയിട്ടാണ് ഇനി വീണ്ടും റീഫില്ല് ചെയ്യുന്നത്. ഇത് നമുക്ക് ഷർട്ട് പീസിൻ്റെ തന്നെയാണ് വരുന്നത് അല്ലേ? ഇത് ഷർട്ടൊക്കെ ആകുമ്പോൾ എത്ര മീറ്ററാണ് വരുന്നത്? ഇപ്പോൾ ഇത് 36 വീതിയാണ്, 230 കട്ടായിരിക്കും. ഇതിൽ കളേഴ്സ് ഇട്ടാ സെയിം ഇതിൽ തന്നെ ഫുൾ റേഞ്ച് ഉണ്ട്. ഇതിൽ കളേഴ്സിൻ്റെ ഫുൾ റേഞ്ച് ഉണ്ട്. ഒരെണ്ണത്തിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അല്ലേ? ഇതൊക്കെ ഫുൾ ഷർട്ടിങ്ങിന്റെ തന്നെ കേട്ടോ. അതിൽ പ്രിന്റ്സ് വരുന്നത്. ഈ ബോക്സ് പാക്കിംഗ് കുറച്ച് ഡിഫറെന്റ് അല്ല, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും. ഇത് ശരിക്കും ഓണത്തിൽ പാവപ്പെട്ട ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. പിന്നെ ഗോൾഡ് ആൾക്കാരാണ് ഇത് കൊണ്ടുപോയിട്ട് അവരവരെ കസ്റ്റമേഴ്സ് ഗിഫ്റ്റ് കൊടുക്കും. അനാഥാശ്രമങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. പിന്നെ നമുക്കിവിടെ ലേബേഴ്സ് ആരെങ്കിലും ഇപ്പോൾ ചിലവർ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അയൽവാസിയൊക്കെ ചെറിയ ഗ്രാമപ്രദേശമാണെങ്കിൽ അവർ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനൊക്കെ അവർക്ക് സേഫ്റ്റി, അവരൊരു ബജറ്റിൽ നിൽക്കും. ഓവർ ബജറ്റ് ആക്കി പിന്നെ അവർക്കും കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ബജറ്റിൽ നിന്ന് അവർക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കാനായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കടയിലൊക്കെ സാധാരണ എന്ന് പറയുമ്പോൾ ഓണത്തിനൊക്കെ എല്ലാം കസ്റ്റമേഴ്സിന് അവർക്ക് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫുമാർക്കൊക്കെ നമുക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരും. അപ്പോൾ കടക്കാർക്ക് മാത്രമല്ല ഇത് കൊടുക്കുള്ളൂ, കടക്കാർക്ക് മാത്രമാണ് ഇത് സെയിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ?
മുകളിലേക്ക് പോവാം. അപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നതിനനുസരിച്ചിട്ട് സാധനങ്ങൾ പോവും, അതിനനുസരിച്ചിട്ട് വീണ്ടും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ലിഫ്റ്റാണ്, ലിഫ്റ്റ് ത്രൂ നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ അത് 3 ഫ്ലോർ വരെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതും ചെക്ക് ചെയ്തോ. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത് മൊത്തം സാരീസ് ഒക്കെ കണ്ടില്ല ഇവിടെ. സാരീസ് ഉണ്ട്, ഫുൾ സാരീസ്, സാരി ഉണ്ട്, ലൈനിങ് ഫുൾ റേഞ്ച് ഉണ്ട്, ബ്ലൗസ് ഉണ്ട് 2x1 2x2, സാരി ഫോൾ, പിന്നെ നമ്മുടെ ഷോള്, ദുപ്പട്ട, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ ഒരു സെക്കൻഡ് ഫ്ലോർ മൊത്തം ഉള്ളത്. അപ്പോൾ സാരീസിന്റെ റേഞ്ച് വെച്ച് നമുക്ക് തുടങ്ങാം. സാരീസ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലൈനിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ സാരീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫുൾ റേഞ്ച് ഉണ്ട് സാരി, കളേഴ്സ് ഫുൾ ഉണ്ട്, എല്ലാം യൂണിഫോം സാരി ഉണ്ട്. ഇതപ്പോൾ ബൾക്കായിട്ട് നമുക്ക് ഒരു ഇതിൽ തന്നെ വേണമെന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സാരീസ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് തന്നെ നമുക്ക് ബൾക്കായിട്ട് 50 പീസ് 100 പീസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും നമുക്ക് കിട്ടും. അപ്പോൾ ഈ സാരീസ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ്, ഫുൾ കളേഴ്സ്, ഇതൊക്കെ അതിന് റേഞ്ചാണ് മാഡം, ഇതൊക്കെ ഇത് റേഞ്ചാണ് അതിൻ്റെ. അല്ല ഇപ്പോൾ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 4 പീസായിട്ട് കളേഴ്സ് അങ്ങനെയാണോ എടുക്കേണ്ടത്? ഹോൾസെയിൽ ആണെങ്കിൽ ഫുൾ കെട്ട് വരും, അതെടുക്കണം. മുറിച്ച് എടുക്കൂല സെൻറ്ററിൽ, ഉള്ളി ഹോൾസെയിൽ. ഇതൊരു 5-10-15 കളർ വേറെ ഉണ്ട്. ഇപ്പൊ സാമ്പിൾ 5 പീസ് മാത്രം വെച്ചിട്ടുള്ളൂ. സെയിം ഇതിൽ തന്നെ കേട്ടോ, 5-6. ഇത് കുഞ്ചൽ സാരി, കുഞ്ചൽ ഇത് കുഞ്ചലാണ് കേട്ടോ. അതില് ഇതൊക്കെ കാണുന്നത് കോപ്പറിന്റെ ചെറിയ വർക്കാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഹോൾസെയിൽ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നെ ഞാൻ നന്നായിട്ട്. അതിന്റെ തന്നെ കളർ ഓപ്ഷൻസ് ആണ്. അതെ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇങ്ങനെ തുറന്ന് നിവർത്തി കാണിക്കുന്ന പരിപാടി. ഹോൾസെയിൽ കടക്കാരൊക്കെ വരുമ്പോൾ ഡയറക്റ്റ് കണ്ടു. ഈ കളർ 2 ലൈറ്റ് ലാവൻഡർ, പേസ്റ്റൽ ലാവൻഡർ, ഇതെല്ലാം ഓണിയൻ സൈഡ്, ഇത് പല റേഞ്ച് ആയിട്ട് വരും. ഇതൊക്കെ സാരീസിന്റെ മാത്രം ഇഷ്ടം പോലെ കളേഴ്സ് കോപ്പറിൽ വരുന്നത്. ഇത് പേസ്റ്റൽ കളർ, ഇംഗ്ലീഷ് ചാർട്ട്. ഇപ്പോഴത്തെ ലേഡീസിനും സ്കൂളിൻ്റെ കോളേജിൻ്റെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന കളറാണ് ഇത്. അത് ഫുൾ വീവിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഈ കണ്ണത് മൊത്തം വീവിങ്ങാണ് വരുന്നത്. അതിൽ പല വീവിങ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫുള്ളായിട്ട് പറ്റുന്നില്ല. ഒരു സിൽക്കി ടൈപ്പ് ആയിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള വീവിങ്ങിൻ്റെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ വീവിങ് ആണ്. അതിൽ പല ഓപ്ഷൻസ് കളേഴ്സ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയില്ല, ഡയറക്റ്റ് ടൈം അത്രയ്ക്ക് കിട്ടാറില്ല. കാരണം ഇത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ ഇത് നേരിട്ട് തന്നെ നമുക്ക് എറണാകുളത്തേക്ക് വരണം. എറണാകുളത്തേക്ക് ആകുമ്പോൾ എവിടേക്കാണ് വരേണ്ടത്? കറക്റ്റ് ലൊക്കേഷൻ കാറ്റലിസ്റ്റ് ബാങ്കിന്റെ ജസ്റ്റ് ഇപ്പുറത്ത് കാണും. ഇത് മേനക ബസ് സ്റ്റോപ്പിന്റെ അവിടെ. മേനക ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഈ സെന്റ് ജോസഫ്സ് കോളേജ് ഇറങ്ങിയാൽ മതി. ഈ പ്രസ് റോഡ് കയറിയ പഞ്ചാബ് ബാങ്ക്, കാറ്റലിസ്റ്റ് ബാങ്ക് കട അത്രയ്ക്ക് അടുത്താണെന്ന്. പിന്നെ പാർക്കിംഗ് സൗകര്യത്തിന് നിങ്ങൾ വേറെ ദൂരത്തേക്കൊന്നും. പിന്നെ അതുകൂടാതാണെങ്കിൽ ഏറ്റവും ഈസി മെത്തേഡ് ആണെങ്കിൽ കോൺ ജംഗ്ഷൻ. ഏറ്റവും എളുപ്പം. പിന്നെ പാർക്കിംഗ് സൗകര്യം നന്നായിട്ടുണ്ട്. എത്ര കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. 2 വീലർ ആയാലും ഒന്ന് വിളിച്ച് ചോദിക്കാം, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ബുട്ടിക്സിനായിട്ടുമുണ്ട്. ബൂട്ടിംഗ് ഐറ്റംസ്. അപ്പോൾ സാരീസിന്റെ ഇത് കണ്ടില്ലേ നമ്മൾ. ഇത് കൂടാണ്ട് ഇപ്പുറത്ത് കാണുന്നത് ഇത് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്നതാ കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ സാരീസിന് മാത്രം. ഇത് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്നതാ. ഇതിന്റെ തന്നെ കളർ ഓപ്ഷൻസ്. ഇപ്പൊ കെട്ട് വരുമ്പോൾ ഇങ്ങനെ കെട്ടാ വരാം. 6 കളർ ഓപ്ഷൻസാണ് വരുന്നത്. സെയിം ഇതുപോലെ സാരിയാണ് വരുന്നത് കേട്ടോ. അടിപൊളി. അത് കൂടാണ്ട് ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു കോൺട്രാസ്റ്റിൽ വരുന്നത് കുബേര സിൽക്ക്. ഇതില് കോപ്പറിന്റെ ചെറിയാണ് കേട്ടോ വരുന്നത്. അതുപോലെ ഇത് കോൺട്രാസ്റ്റ് ആണ് ഇതിന്റെ കളർ വരുന്നത്. കളർ ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സ് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബൾക്കായിട്ട് എടുക്കണം. ഇതൊക്കെ അതിന്റെ കളേഴ്സാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഒക്കെ കളേഴ്സാണ് നമുക്ക് പ്ലസ്. ഇതൊക്കെ കുബേര സിൽക്ക് ആ ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ. സാരീസും പല സാരീസിന്റെ വെറൈറ്റീസ്. ഇതൊക്കെ നല്ല സാരി കേട്ടോ. കളറും ഇഷ്ടം ഇതിന്റെ. ഇത് ഫുൾ ഭയങ്കര എന്താ പറയാ, സാരിയുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ഫുൾ ഗോൾഡ് കോപ്പറിന്റെ ചെറിയാണ് വരുന്നത്. വൺ സൈഡ് ഇത്രയ്ക്ക് വീതി, വൺ സൈഡ് വീതി കുറവായിട്ട് വരുന്നത്. നല്ല സിൽക്കി ടൈപ്പ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പേര് കുറെ മനസ്സിലാവില്ല നമുക്ക്. കുറെ പുതിയ പേര് വരും, ഐറ്റം എല്ലാം കാണും. ഒക്കെ സാരീസ് തന്നെ. പക്ഷേ അതിൽ തന്നെ നമുക്ക് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇതുമൊക്കെ കോൺട്രാസ്റ്റിൽ വരുന്നതാണ്. ഇതും കോൺട്രാസ്റ്റിലുള്ള സാരീസ്. ഇതൊക്കെ സെയിം ഈ ഒരു ഇതിൽ പെട്ട സാരി തന്നെയാണ് കേട്ടോ. ഇത് ഗ്രീനും ബ്ലൂ ആയിട്ട് വരുന്നത്, യെല്ലോ ബ്ലൂ, അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻസ് സാരീസിൽ തന്നെ. ഇനി ഇങ്ങനെ ഒരു പാക്കിങ്ങും നമുക്ക് സാരീസ് കാണുന്നുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ കോപ്പറിൻ്റെ ചെറിയിൽ തന്നെ വരുന്ന സാരിയാണ്. ഇത് ബോർഡർലെസ് ആണ് വരുന്നത്. കോപ്പറിൻ്റെ ചെറിയിൽ ഇങ്ങനെ ലൈൻസ് ആയിട്ട് വരുന്നത്, റെയിൻ ഡ്രോപ്സിൻ്റെ വരുന്നുണ്ട്. അങ്ങനെ പല തരം ഉണ്ട്. അത് നമുക്ക് അപ്പുറത്തെ സൈഡ് പോയാലോ നമുക്കത് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ.
ഇതിന്റെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സോറി मैं खुद भूल गया കാണിക്കാനായിട്ട് ഇതാണ് ശരിക്കും കളർ ചാർട്ട്. കളർ ചാർട്ട് ഫുൾ കളേഴ്സ് ഇപ്പോൾ മാഡം കാണിച്ച പോലെ അത് ഒരു സിംഗിൾ പീസാണ്. ഇത് ഫുൾ കളർ ചാർട്ടാണ്. ഓക്കെ. ഇത് പ്ലാസ്റ്റിക് ഇട്ടാൽ അത്ര ഭംഗി ഉണ്ടാവില്ല, പക്ഷെ പ്ലാസ്റ്റിക് പുറത്ത് വന്നാൽ സൂപ്പർ ആയിരിക്കും. കളർ കാണുമ്പോൾ തന്നെ ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ തന്നെ തുറക്കാൻ അങ്ങനെ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. സിൽക്ക് ബേസ്ഡ്. പിന്നെ ഇത് സിൽക്ക് ബേസിൽ വരുന്നതാണ്. ഇതും കോൺട്രാസ്റ്റിൽ വരുന്ന സാരിയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് കാണിക്കാം, ഫുള്ള് നിവർത്തി കാണിക്കാൻ പറ്റില്ല നമുക്ക്. ഇതാ ഇത് ജോളി സിൽക്കാണ് കേട്ടോ. ഇതാ കോൺട്രാസ്റ്റിൽ. അപ്പോൾ ഇതിൻ്റെ കളർ ഓപ്ഷൻസും വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ടാണ്. ഇതിലൊക്കെ കെട്ടുകൾ ഉണ്ടാവും കേട്ടോ. അതാ ഇതാണ് കെട്ട് വരുന്നത്. 6 പീസ് 7 പീസിൻ്റെ കെട്ട് 6-7 പീസ് ഉണ്ടാവും മൊത്തം. ഇല്ല ആക്ച്വലി ഇല്ലെങ്കിൽ 4 ഉണ്ടാവും, ഇല്ലെങ്കിൽ 6, ഇല്ലെങ്കിൽ 8. ഇത് 8 പീസ് സെറ്റാണ്. ഫുൾ കളേഴ്സ് ഇങ്ങനെ കാണാം, ഡബിൾ സൈഡ്. ഇത് ഫുൾ അങ്ങനെ തന്നെ ആ ഒരു കെട്ട് എടുക്കണം. തമിഴ്നാട് ടേസ്റ്റ് ആണെങ്കിലും മലയാളി ടേസ്റ്റ് ആണെങ്കിൽ നോർത്ത് ടേസ്റ്റ് ആണെങ്കിൽ ഏത് ടേസ്റ്റ് ആണെങ്കിൽ ഇതാണ് അത് ഫുൾ അങ്ങനെ തന്നെ എടുക്കണം. നിസ്സാര വിലയുള്ള ഒക്കെ ഹോൾസെയിലാണ്. കടക്കാർക്ക് അതുപോലെ തന്നെ ന്യൂ സ്റ്റാർട്ടപ്പ് ആയിരിക്കും, എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. ഇതും വീവിങ് ആണ് ഈ കാണുന്നത് ഫുൾ ഇട്ട്. ഇതിൻ്റെ എക്സാക്റ്റ് ഇവിടെ പിക്ചർ വല്ലയിടത്തൊക്കെ ഉണ്ടാവും നമുക്ക്. ഇത് ഈ പിക്ചർ കണ്ടോ, ഈ ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ സാരിയുടെ ലുക്ക് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ നിവർത്തിയൊന്നും ഇല്ല കാണാനായിട്ട്. സാരീസിന്റെ തന്നെ വെറൈറ്റീസ് ഇതൊക്കെ പട്ടില് കണ്ടു. ഇനി ഇത് വരുമ്പോൾ നമുക്ക് അജ്രക് പറഞ്ഞ സംഭവം, അജ്രക് കലങ്കാരി, ഇതാണ് മോഡൽ. ഇതിന്റെ ലേറ്റസ്റ്റ് മോഡൽ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മോഡൽ ഇതാണ് അല്ലേ. ഇത് കെട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഇപ്പൊ കളേഴ്സ് കാണാൻ പറ്റും. ഇതൊക്കെ മോഡലിൽ വരുന്ന മോഡൽ അജ്രക്. ഇത് മോഡൽ അജ്രക് കലംകാരി അങ്ങനത്തെ വെറൈറ്റി സാരീസ് ഇത്ര കളക്ഷൻസ് നമുക്ക് എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ്. പക്ഷേ ഒരു ഡിസൈനിൽ 6-8 പീസ് ഉണ്ടാവും. അങ്ങനെ 10-40 ഡിസൈൻ ഉണ്ട്. ഡിസൈൻസ് തന്നെ ഉണ്ട്. നമുക്ക് ആ ഒരു പ്രിന്റ് മാത്രം മോഡലും അജ്രക്ക് ആ ഒരു ടൈപ്പ്, പക്ഷെ ഒക്കെ ജോർജറ്റിന്റെ ആ ഒരു ഇതിലാണ് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷിഫോണിന്റെ സാരീസ്. ഇതിന്റെ കളർ ഓപ്ഷൻസ് കേട്ടോ. അതിൽ പ്രിന്റ് വേണോ, ബോർഡർ വേണോ, ബോർഡർലെസ് വേണോ, ലൈറ്റ് കളർ, ഡാർക്ക് കളർ, അങ്ങനത്തെ കളേഴ്സ്. ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക് ലൈറ്റ് കളർ, പിന്നെ ഈ ക്രിസ്ത്യനിൽ പള്ളിയിൽ ഫംഗ്ഷൻ ഉണ്ടാവില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിൽ അതും ഉണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഇലര ഡിസൈൻ ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കളേഴ്സും നന്നായിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ബോർഡർലെസ്സിൽ തന്നെ വലിയൊരു ജോർജറ്റിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഞാൻ പറഞ്ഞില്ല, അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റും മാഡം ബ്ലാക്ക് ഇട്ട് ബ്ലാക്ക് മാച്ചിങ് മാച്ചിങ് ആണെന്ന്. പക്ഷെ നല്ല ഇത് നിവർത്തി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, സൂപ്പർ ആയിരിക്കും മാഡം, സൂപ്പർ ആയിരിക്കും. ഇതാ ഇത് വേറെ ഇപ്പോഴത്തെ യൂണിഫോമിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ചില ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പള്ളിയിൽ ഇത് പോകും. പള്ളിയിലും ഒക്കെ യൂണിഫോം ആയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഇതുണ്ട്, ഇത് വേറെ സംഭവം കണ്ട. ഡിസൈൻ രണ്ട് ഡിസൈൻ ഉണ്ട്, കുറേ ഉണ്ട് ഡിസൈൻസ്. ഇതൊക്കെ ജോർജറ്റിന്റെ ആ ഒരു ഇത് സെക്ഷനാണ് ഇത് ഫുള്ള് വരുന്നത് കേട്ടോ. ഇത് കുറച്ച് ഹെവി റേഞ്ചാണ്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതിന്റെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ചാർട്ട്, പേസ്റ്റൽ ചാർട്ട്, പിന്നെ പ്രിന്റുകൾ മാറി മാറി ഇങ്ങനെ കുറേ ഉണ്ടാവും. ഇത് വേറെ ചാർട്ട്. അങ്ങനെ ഇപ്പൊ പുറമെ കാണുന്നതാണ് ഇതിന്റെ ബോർഡർ. ഈ മുന്താണിയുടെ പോർഷൻ ആട്ടോ കാണുന്നത്. ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ പൂക്കളായിട്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സാരിയുടെ ഈ ഒരു കൗണ്ടർ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇത് വൈറ്റ് ഫ്ലവർ ലിനന്റെ മെറ്റീരിയൽ, സെമി ലിനനിലും ഉണ്ട്. അതിൽ ഡിഫറെന്റ് കളേഴ്സ്. അതിൽ നമുക്ക് പ്രിന്റുകൾ ഇങ്ങനെ വരും കേട്ടോ. അതിലൊക്കെ ഡിഫറെന്റ് പ്രിന്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു പ്രിന്റാണ് ഇത്. ഒരു പ്രിന്റിൽ പറഞ്ഞാൽ ഇത്രയും കളേഴ്സ് ഉണ്ടാവും. ബ്ലൂ, യെല്ലോ മീൻസ് അതും ഡാർക്ക് യെല്ലോ, ലൈറ്റ് യെല്ലോ. അപ്പോൾ ആൾക്കാർക്ക് ഇടാൻ പറ്റും, ഇല്ലെങ്കിൽ പിന്നെ എവിടെ ഇടാൻ പറ്റും എടുക്കൂല. എല്ലാം നല്ല നല്ല കളേഴ്സാണ് വരുന്നത്. പിന്നെ ഇത് ലിനൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത് മൊത്തം. അപ്പോൾ ലിനൻ്റെ നമുക്ക് ഫുൾ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന കളക്ഷൻ. പിന്നെ ഇതൊക്കെ ഫുൾ ജോർജറ്റിൻ്റെ പ്രിൻറ്റുകൾ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽ കാണാൻ പറ്റും കേട്ടോ. ഫുൾ ഡിജിറ്റലിൻ്റെ പ്രിൻറ്റിലുണ്ട്, ഷിഫോണിലുണ്ട്, ജോർജറ്റിലുണ്ട്, ബോർഡർലെസ് ഉണ്ട്, ബോർഡർലെസ് അല്ലാത്തതുണ്ട്. ഇതൊക്കെ അതിൻ്റെ കളക്ഷൻസാണ് വരുന്നത്. ഇതൊരു വേറെ ടേസ്റ്റ് ഒരു ഐറ്റം നമുക്ക് കാണിച്ചാൽ അതിന് പല പല വെറൈറ്റീസാണ്. ഒരു ഐറ്റത്തിന് 10-40 ഡിസൈൻസ് വേറെ വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര ഡിസൈൻസ് എടുത്താലും അത്രയും നമ്മുടെ വയറൊന്നും അറിയില്ല. അപ്പൊ ഈ സാരീസിന്റെ എല്ലാത്തിനും ഡിസൈൻസ് വേറെ ആയിരിക്കും. വേറെ ഡിസൈൻസ് സെറ്റ് ആയിരിക്കും, നഷ്ടം ഉണ്ടാവില്ല. ഇപ്പോൾ ഏതെങ്കിലും ഫാമിലി ആൾക്കാർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് വീട്ടിൽ അമ്മ, ചേച്ചി, മോള്, അമ്മൂമ്മ ആർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരുപോലെ യൂണിഫോം ആയിരിക്കും, ഡിസൈൻ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ കാണാൻ ഭംഗിയായിരിക്കും, കാണാനും ഭംഗി. അപ്പോൾ ഇതൊരു കെട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരി കഴിഞ്ഞു. ഇനിയും വരുന്നത് സാരീസ് ഒക്കെ തന്നെ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതിന് അതിന്റെ വീവിങ് ആയിട്ട് വരുന്നതാണ്. അതന്നെ
വീവിങ്ങിൽ സെയിം മാഡം പറഞ്ഞ പോലെ അതിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. ചെറിയ ചെറിയ ഇങ്ങനെ ഡിസൈൻസ് വീവിങ്സ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ട് ഇഷ്ടം വന്നാൽ എത്ര തീരാൻ പറ്റൂല അത്ര ഇഷ്ടം നോക്കിക്കൊണ്ടിരിക്കും. സാരീസിൽ വെറൈറ്റീസ് ഇഷ്ടം പോലെ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്, പക്ഷെ ഇത് നമ്മൾ കണ്ടിട്ടില്ല. ഇത് ജോർജറ്റിന്റെ കേട്ടോ. ജോർജറ്റിന് ഇതൊക്കെ ഭയങ്കര ലൈറ്റ് സോഫ്റ്റ് മെറ്റീരിയൽ, ഇടാൻ ഭയങ്കര സുഖമായിരിക്കും. ഭയങ്കര സുഖമാണ്, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഓയിൽ സാരി പോലത്തെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ പ്രിൻ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഓയിൽ വേണോ, കോട്ടൺ വേണോ, ഷിഫോൺ വേണോ, പട്ടുസാരി വേണോ, കുബേര സിൽക്ക് വേണോ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സാരീസിൻ്റെ ഇങ്ങനെ കളികളാണ് മൊത്തം കണ്ടിട്ട്. ജോർജറ്റിലൊക്കെ 100 ഇത് ഡിഫറെൻറ്റ് സെറ്റാണ് നോക്ക്. ശരി, സാരീസിലെ ഡിഫറെൻറ്റ് ഒക്കെ പ്രിൻറ്റുകൾ ഇങ്ങനെ വേറെ വേറെ ആയിട്ട് വരും കേട്ടോ. ഇതൊക്കെ ജോർജറ്റാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡെയിലി വരുന്ന ടീച്ചേഴ്സ് അങ്ങനത്തെ ഔഷധം വീട്ടിൽ വേണേൽ അമ്മമാർക്കാ മറ്റേ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനാ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നു. ഡാർക്ക് ഷെയ്ഡ് ഇത് പിന്നെ വരുമ്പോൾ ചെറിയ ലൈൻസ് ആയിട്ട് പോയിട്ടുള്ളത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ കേട്ടോ. ഇതിൽ തന്നെ പ്രിൻസുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വലിയ പ്രിൻറ്റ് വരുന്നുണ്ട്, ചെറിയ പ്രിൻറ്റുകൾ വരുന്നുണ്ട്, അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇത് ജോർജറ്റ് അല്ല, ഇത് ഷിഫോണില്ല ഒരു മിക്സിങ് ആയിരിക്കും, പക്ഷേ സ്ട്രോങ് ഫീലിംഗ് ആയിരിക്കും. ഇത് പട്ടുസാരി തന്നെ, അതിൽ കോപ്പറിൻ്റെ സെറിയിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് നോർമലായിട്ട് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ശരിക്കും ഫൈനൽ ലുക്ക് വരുന്നത്. ഇതാണ് സാരി. ഇതിൻ്റെ കളർ ഓപ്ഷൻസും വരുന്നുണ്ട്. നമുക്കപ്പോൾ ഒരു കെട്ടായിട്ട് തന്നെ എടുക്കണം. ആ കെട്ടാണ് ഞാനിവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത്, കാണാനില്ല കെട്ടുകൾ. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ കളേഴ്സാണ് വരുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, പേർപ്പിൾ കളർ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കളേഴ്സ് വരുന്നുണ്ട്. ഇത് അടിപൊളിയാണല്ലോ. ഇതിൻ്റെ ലുക്ക് കണ്ടോ? ഇത് സാരി ഉടുക്കുമ്പോൾ അതിൻ്റെ ലുക്ക് ഇങ്ങനെയായിട്ടാണ് വരുന്നത്. എക്സാക്റ്റ് നമുക്ക് സാരിക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് ഒക്കെ പറയാൻ പറ്റുമോ? റേറ്റ് പറയാൻ പാടില്ല, കാരണം ഹോൾസെയിൽ റേറ്റ് പറഞ്ഞാൽ അത് ഇഷ്യൂ ആവും. കാരണം പുറത്തേക്ക് വിൽക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നം. പല സ്ഥലത്ത് പല ആൾക്കാർ വരും, പക്ഷെ നമ്മൾ റേറ്റ് പറയത്തില്ല. റേറ്റ് പറയുന്നില്ല. റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നേ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് റേറ്റ് ഓപ്പൺ ആക്കി പറയാം. യൂണിഫോം സാരി ഓരോ കളറിൽ എത്ര പീസ് വേണം തരാം. പച്ച, മെറൂൺ, ഇത് ഫുൾ യൂണിഫോം, ഒരു ഒറ്റ ഡിസൈൻസ് ഒറ്റ കളറിലാണ് ഇപ്പോൾ ഈ ഫുള്ള് കാണുന്നത് കേട്ടോ. അതും നല്ല ടൈപ്പിൽ വേണോ, ജോർജറ്റിൽ ഫോട്ടോ ഉണ്ട് മാഡം, ഫോട്ടോ ഉണ്ട്. നമുക്കൊന്ന് തൊട്ട് ഒന്ന് നോക്കിയാലല്ലോ ഒരു സമാധാനം. വേണമെങ്കിൽ മാഡം കൊണ്ടുപോയാലും കുഴപ്പമില്ല, നമ്മൾ വേണ്ട പറയില്ല. വേണ്ടെന്ന് പറയില്ല, വീണ്ടും ചോദിച്ചാൽ വേണ്ട പറയും. ഇതാണ് പിക്ചർ. അതിൻ്റെ തുണിയാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് മൊത്തം വീവിങ് ആണ്. ഇത് ഫുൾ നമുക്ക് ഇത് കോപ്പറിൻ്റെ സെറിയിലാണ് വരുന്നത്. ഇത് ഫുൾ ഒരു ഒറ്റ ഷെയ്ഡിൽ, ഒറ്റ കളറിൽ, ഒറ്റ ഇതിൽ വേണമെങ്കിൽ അങ്ങനെ യൂണിഫോം സാരീസ് 50, 100 എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഫുൾ നമുക്ക് യൂണിഫോം സാരീസാണ് വരുന്നത്. യൂണിഫോം സാരീസിൽ നിങ്ങൾക്ക് കുറേ കളക്ഷൻസ് കിട്ടും. അതും പട്ടിൽ, വീവിങ്ങിൽ, കോപ്പർ സെറിയിൽ, ജോർജറ്റിൻ്റെ മെറ്റീരിയൽ, അങ്ങനെ സാരീസ് അപ്പുറത്തും ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തും സാരീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് നോക്കാം. സാരീസിൻ്റെ ഒരു റേഞ്ച് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. സാരീസ് ഇതും യൂണിഫോമിൻ്റെ സാരീസ് തന്നെയാണ്. അതുപോലെ ഇത് കോട്ടൺ അല്ലേ, പക്ക കോട്ടൺ പ്യൂർ. ഇത് മറ്റേ ഗഡ്വാൾ സാരി പറയും. ഗഡ്വാൾ സാരിയിൽ 4 കളർ ഉണ്ടാവും. അതിൽ ഗഡ്വാൾ സാരി സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ 4 കളർ മാത്രമേ ഉണ്ടാവും. ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ്, പേസ്റ്റൽ കളർ, ടൊമാറ്റോ കളർ, അങ്ങനെ ഷെയ്ഡ്സ് മാത്രമേ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇനി ഇത് കൂടാണ്ട് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും മൊത്തം സാരീസാണ് ഇരിക്കണം. നടുക്കിൽ മൊത്തം അതൊക്കെ ഉണ്ടോ, ഫുൾ സാരീസ്. ഇനി ഈ ഒരു സെക്ഷൻ എന്താ വരുന്നത്? ഇത് ഗഡ്വാൾ സാരി. ഇപ്പം നമ്മൾ അവിടെ മറ്റേ ഫാബ്രിക്സിൽ മറ്റേ ലൈൻസ് വരുന്ന സംഭവമുണ്ട്, ഫർ. ആ ഫറിൻ്റെ തന്നെ വേറെ ഡിസൈൻസ് ആണ് ഡിസൈൻസ്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വീക്വൻസ് വർക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സ്വീക്വൻസ് വർക്കും ഡീറ്റെയിലിങ്ങും ഒക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റ് പല പൂ. ഇത് പൂവിൻ്റെ വലിയ വലിയ പ്രിന്റുകൾ. ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നത് പ്രിന്റാണ് കേട്ടോ, പ്രിന്റുകളാണ്. ഇത് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമായിട്ട്. പിന്നെ ഇത് വരുന്നത് ചാർട്ട് കാണണം നമുക്ക്. ഓ, അടിപൊളി കളേഴ്സ്, 6 കളേഴ്സ്. അതും നോക്കിയ കളേഴ്സ് കണ്ടു. ഇതും നല്ല കളറായിട്ടുണ്ട് കണ്ടോ. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. അല്ലാതെ ഒന്നിലൊന്ന് മെച്ചമുള്ള കളേഴ്സാണ് വരുന്നത്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ത്രെഡ് വർക്കാണ് ഇത് ഫുൾ വരുന്നത്. ഇതാ ഫുൾ ത്രെഡ് വർക്കിലാണ് വരുന്നത് ഈ സാരി. അപ്പോൾ ത്രെഡ് വർക്കിൻ്റെ ഉണ്ട്, നമുക്ക് സാധാ വേണമെങ്കിൽ സാധയുണ്ട്, പ്രിൻറ്റിൽ വേണമെങ്കിൽ പ്രിൻറ്റിലുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഗഡ്വാൾ ഒരു ഇതിൻ്റെ കളക്ഷൻസ് ആണ് വരുന്നത് അല്ലേ. പിന്നെ വരുന്ന സാരി എന്ന് പറയുമ്പോൾ ഇതുണ്ടാ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണ് ഇതൊക്കെ. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഡാർക്ക് ഷെയ്ഡ് കൂടുതൽ, ഇപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഏറ്റവും കൂടുതൽ പോണത്.
പണ്ടൊക്കെ കല്യാണത്തിന് എപ്പോഴും കാണുന്നത് ഗ്രീൻ റെഡ് ബ്ലൂ മെറൂൺ ബ്ലൂ അതൊക്കെയാണ്. ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം പേസ്റ്റൽ ഗ്രീൻ, ലാവെൻഡർ, ഒണിയൻ, പിന്നെ ബ്ലൂ മീൻസ് ഡസ്റ്റി പിങ്ക് അങ്ങനത്തെ ഐറ്റംസ് കൂടുതൽ. അങ്ങനത്തെയാണ് കൂടുതലും മൂവിങ് ആയിട്ട്. അതിന്റെ സാരീസിന്റെ ഒരു റേഞ്ചാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കുകയാണെങ്കിൽ അടിപൊളി ഏത് വേണം ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒക്കെ നല്ല നല്ല ഈ സാരീസിന് മാത്രമായിട്ട് ഒരു ബിസിനസ് നിങ്ങൾക്ക് നടത്തുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നടത്താം. ഇതൊക്കെ ഈ യൂണിഫോം സാരീസ് ആയിട്ടൊക്കെ കൊണ്ടുപോകട്ടോ. ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കണ്ടോ. ഈ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പല പല കളേഴ്സിലും അവൈലബിൾ ആണ്. ത്രെഡ് വർക്കിൻ്റെ തന്നെ നമുക്ക് സാരീസും ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും സാരീസ് ചെയ്ത് മോഡൽ വേണമെങ്കിലും ഉണ്ട് അല്ലേ? 100%. ഷോപ്പിലെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ? മോർണിംഗ് 8:30 സ്റ്റാർട്ട് ചെയ്യും, നൈറ്റ് 8 o'clock. 8 o'clock വരെ. അതുവരെ അത് കഴിഞ്ഞാൽ പിന്നെ പാടും. പിന്നെ ആരും വന്നാൽ വെയിറ്റ് ചെയ്യും. വിളിച്ച് പറയാം. സൺഡേ ഓഫ്. സൺഡേ ഓഫ്. ഓൺലി സീസണിൽ മാത്രം സൺഡേ തുറക്കും, ഇല്ലെങ്കിൽ തുറക്കത്തില്ല. ഇത് നമ്മുടെ പിന്നെ എറണാകുളം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ഉള്ള ഒരു മാർക്കറ്റാണ്. ഇവിടെ ഫുൾ ഹോൾസെയിലേഴ്സ് മാത്രമാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് കുറേ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ സാരീസ് മാത്രം മെയിനായിട്ട്, പിന്നെ ദുപ്പട്ടാസും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് പേസ്റ്റലിൽ തന്നെ നമുക്ക് ഇത് ഫുൾ വീവിങ് ആയിട്ട് വരുന്ന സാരീസാണ്. ഇതിൻ്റെ കളർ ചാർട്ട് കേട്ടോ. ഇതാ ഇതൊക്കെ കളർ ചാർട്ടാണ് വരുന്നത്. അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ക്രീം ബേസ്ഡ് ചിക്കു കളർ പറയില്ലേ, ചിക്കുവിൽ 4 വെറൈറ്റി, ഒരു ഷെയ്ഡിൽ 4 കളർ കിട്ടും. ഓ ഇതിൻ്റെ കളേഴ്സ് ഫ്ലവേഴ്സിൻ്റെ കളേഴ്സാണ് കേട്ടോ പറഞ്ഞത്. ഇത് ഗ്രീൻ ആണെങ്കിൽ ഇത് പിങ്ക്, അങ്ങനെ റേഞ്ചസ് മാറും. അപ്പോൾ സാരീസിൻ്റെ എവിടെ നിന്ന് നോക്കണം, എവിടെ കൺഫ്യൂഷനായി തുടങ്ങി. ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതെ അതെ, ഫുൾ ഇങ്ങനെ ഇത് ഫുൾ പ്രിൻറ്റിലും വരുന്നുണ്ട്, വീവിങ്ങിലും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഏത് മെറ്റീരിയൽ ചോദിക്കുകയാണെങ്കിൽ ആ മെറ്റീരിയൽ എല്ലാ മെറ്റീരിയൽസിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ വൈറ്റ് ബേസിൽ വേണമെന്ന് വെച്ചാൽ അതിൽ വൈറ്റ് ബേസിൽ വരുന്ന കളക്ഷൻസിൽ ഫുൾ പ്രിൻറ്റ് കേട്ടോ. പ്രിൻറ്റുകൾ അതിൽ ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ വീടിന് പോലെയാണ് ഒരാൾ. വായോ ഇവിടെ ആ സ്റ്റാഫ്മാരൊക്കെ ഒളിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളുടെ വീടിന് പോലെ ആൾക്കാരാണ്, ഒരു കുഴപ്പമില്ല. ഡേ നൈറ്റ് ജോലി ചെയ്യണം. ഒരു വായോ അങ്ങോട്ട് എന്തെങ്ങനെ നാളായിട്ടിരിക്കും. ഇവരൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ. മെയിനായിട്ട് നമ്മുടെ തരുൺ ഭായിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു സെക്ഷനിൽ മാത്രം കേട്ടോ. ഇനിയും ഉണ്ട് സ്റ്റാഫ്മാര്. ഇപ്പൊ ഇവിടെ എല്ലാ സ്റ്റാഫും നല്ല ആൾക്കാരാണ്, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ സ്വന്തം കടയാണ്. ഒന്നുകൂടി കേട്ടില്ല കേട്ടാ. ഞങ്ങളുടെ സ്വന്തം കട മോഹൻ ടെക്സ്റ്റൈൽസ്. പോരെ ചേച്ചിന്റെ അടുത്ത് നിർത്തണ്ട, കുറച്ച് വേണ്ടി വിളിയിട്ടുണ്ടായല്ലോ. കാരണം നിങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഫോട്ടോച്ചിക്കാര് ഇവിടെ തന്നെയാ. ഓക്കെ. കാലത്ത് വന്ന വൈകുന്നേരം പോകുള്ളൂ. 9 മണി തുടങ്ങി 6:30 വരെ. ആ സമയത്താണ് ലേഡീസ് ആയതുകൊണ്ട്. ജെൻസ് ആകുമ്പോൾ നമുക്ക് 8 മണി 8:30 സ്റ്റാർട്ട് ചെയ്യും, രാത്രി 8 മണിക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ പേരൊക്കെ? ഷീജ, ലിജി. ലിജി നാണക്കരിയാണ്. ഷാലി വർക്കിലെല്ലാം സ്മാർട്ടാ. കടയിൽ ഏത് സ്റ്റാഫ് ആണെങ്കിലും വർക്കിൽ ഒരാൾ മടി പിടിക്കും. പിന്നെ ഞങ്ങളുടെ ചങ്കാണ് ഞങ്ങളുടെ സാറ്. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും അടിപൊളി. ഇവരെ വീട്ടിൽ പ്രോബ്ലം വന്നാൽ നമ്മുടെ പ്രോബ്ലം പോയി ആയിരിക്കും. അതാണ് എന്നുവെച്ചാൽ കൂടപ്പുറപ്പ് ഞങ്ങളുടെ ബ്രദറായിട്ട് കണക്ക് ഞങ്ങളുടെ എല്ലാ തരത്തിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ സാറാണ്. പ്രോബ്ലത്തിന് പറയാം, എന്ത് പ്രോബ്ലം വന്നാലും അത് നമുക്ക് സോൾവ് ചെയ്ത് തരും. അതാണ് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ചങ്കാണ് സാറ്. തൊഴിലാളി മുതലാളി എന്നുള്ള അങ്ങനെയൊന്നല്ല, നമ്മളൊക്കെ സാർ ഇന്നുവരെ കരുതിയിട്ടില്ല ഒരു സ്റ്റാഫിനെ പോലെ. ഒരു കുടുംബം എന്ന് പറയുള്ളൂ, നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബത്തിൽ വർക്കാണെന്നേ പറയുള്ളൂ. ഇത് തുടങ്ങി പ്രാർത്ഥിക്കാനും നമ്മുടെ കുടുംബമാണ് വിജയിക്കാനും വേണ്ടി അത്രയും സപ്പോർട്ട് ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എത്ര കൊല്ലം ഇപ്പൊ ഇവിടെ? ഞങ്ങളിപ്പോൾ 10 വർഷം. 10 വർഷമായോ ചേച്ചിക്ക്? 11 3 മാസം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നാണം പിടിച്ച ഒരു ഇതിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതാണ് പറയാൻ ഇത്തിരി ഇതായിട്ട് നിൽക്കുന്നത്. എന്തായാലും അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ചേച്ചി ആയിരിക്കും ഏറ്റവും മുന്നിലേക്ക് പറയാനായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ചേച്ചി കണ്ടിന്യൂ. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് കളക്ഷൻസ് ഒന്നുകൂടി കാണിച്ചോട്ടെ. അപ്പോൾ താങ്ക് യു കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് സാരീസിൻ്റെ കളക്ഷൻസ് തന്നെയാണ് വരുന്നത്. അതായത് ഫുൾ സാരീസിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് കൂടുതൽ വലിയ റേഞ്ചിൻ്റെ ഒന്നും പറയാനായിട്ടുള്ള സാരീസ് അങ്ങനെയില്ല. എന്ന് വെച്ചാൽ കാഞ്ചീപുരം സാരി അങ്ങനത്തെ റേഞ്ചിലുള്ളതൊന്നുമില്ല. നോർമൽ നമുക്ക് ഡെയിലി വെയർസ്, പിന്നെ ടീച്ചേഴ്സ്, ഓഫീസ് ഗോയിങ്സ് അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ യൂണിഫോം സാരീസ് ആണ്. ആഹാ, ഇതാ ഇതൊക്കെ യൂണിഫോം സാരീസ് ആണ് വരുന്നത് കേട്ടോ. അതിൽ പല കളേഴ്സ്, പല ഇതിൽ നമുക്ക് യൂണിഫോം സാരീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ്.
ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ കളേഴ്സ്. ഒരൊറ്റ ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ സാരീസ്, യൂണിഫോം സാരീസിൻ്റെ ഒരു കളക്ഷനാണ്. ലാവൻഡർ ഷെയ്ഡ്, ലാവൻഡർ ഷെയ്ഡ് എനിക്ക് ഏറ്റവും ഇഷ്ടം ലാവൻഡർ ഷെയ്ഡാണ്. അതെ, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെന്തായാലും ഒരെണ്ണം തുറന്ന് കാണിക്കാം. നോക്കോളൂ. സാധാരണ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ അവർ കാണാൻ അപ്പം തന്നെ എടുത്തു കൊണ്ടുപോവുക, അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. ഇത് സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അത്യാവശ്യം മുന്താണിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് പോർഷൻ ഇത് നമുക്ക് ബോർഡറിൻ്റെ പോർഷനാണ് ഈ കാണുന്ന പോർഷൻ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ലൈനിങ്സ് ഒക്കെ കാണിച്ചു കൊടുത്താലോ? കാണിക്കാം. ഇനി ഈ ഒരു പോർഷൻ ഇവിടുന്ന് പിടിക്കാം. ഇതൊക്കെ ലൈനിങ്. ഒരു കസ്റ്റമർ ഇപ്പോൾ 3 പീസ് 2 പീസ് അങ്ങനെ എടുക്കും. കാരണം അവർക്ക് വലിയ ഷോറൂംസ് ആണെങ്കിൽ ചെറിയ ഷോറൂം ആണെങ്കിൽ റേറ്റ് നോക്കിയിട്ട് അവരെടുക്കും. അത്ര അധികം കളക്ഷൻസ് സെയിലായി പോകില്ല പെട്ടെന്ന്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാമല്ലേ നമുക്ക്? ഇത് ബ്ലൗസ് ആണ് മാഡം, ലൈനിങ് ഇത് സൈഡ്, ഈ സൈഡാണ് വരുന്നത്. ഓക്കെ, ലൈനിങ്ങിൻ്റെ തന്നെ നമുക്ക് ക്രേപ്പിൽ വരുന്നുണ്ട്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വരുന്നത്? ലൈനിങ് ക്രേപ്പ് ഉണ്ട്, കോട്ടൺ ലൈനിങ് ഉണ്ട്, പിന്നെ മറ്റേ ഊളി ഉണ്ട്. ചീപ്പറിൽ പോകുന്ന സാധനം ഊളി, അത് എവിടെ വെച്ചാലും പോകും, പെട്ടെന്ന് പോകില്ല. അത് ഇത് റേറ്റും കുറവായിരിക്കും. ഇതാവുമ്പോൾ നമുക്ക് കോട്ടൺ ആണെന്ന് തോന്നുന്നു. കോട്ടൺ. ഇത് കോട്ടൻ്റെ ലൈനിങ്ങാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി ഇതൊക്കെ എത്ര മീറ്റർ? ഇത് 36 വീതി ആയിക്കോളും. ഇത് 46 തുടങ്ങിയിട്ടുണ്ട് വരാൻ, അത് നമുക്കുണ്ട്. 36 97 ഫോൾഡ് ഉണ്ടാവും. 100 ഫോൾഡ് ആര് പറഞ്ഞാലും ഉണ്ടാവില്ല. എല്ലാവരും പുറമെ പറയും 100 ഫോൾഡ്, പക്ഷെ അത്രയ്ക്ക് കിട്ടില്ല. എന്തായാലും 2 ഫോൾഡ് 97 ഫോൾഡ് പക്കയായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് ലൈനിങ്ങിൻ്റെ ഏത് കളേഴ്സ് വേണമെങ്കിലും ചോദിച്ചാലും ഉണ്ട്. അതിൽ പല കളേഴ്സും നമുക്ക് അത് വെക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ കളർ റേഞ്ചസ് വേണമെങ്കിൽ നോക്കിക്കോ. നമുക്ക് എല്ലാം ഏത് കളേഴ്സ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. എനിക്ക് 5 to 6 ലൈനിങ്ങിൻ്റെ ഐറ്റംസ് ഉണ്ട്. അതിൽ ഡിഫറെൻറ്റ് മാച്ചിങ്ങിൽ ഒരു ഐറ്റത്തിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഏത് ഇപ്പോൾ ഒരു കയ്യിൽ കിട്ടിയില്ലെങ്കിൽ മറ്റേ എടുത്തിടാം. അങ്ങനെ മിക്സ് ആയിട്ട് ചെയ്ത് ഇപ്പോൾ ഒരു കളറിൽ തന്നെ നമുക്കൊരു 10 കളേഴ്സ് ചെറിയ വേരിയേഷൻസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇപ്പം ഫാമിലി ചാർട്ട്, അതിനെ പറയുന്നത് ഫാമിലി ചാർട്ട്. അതന്നെ, അത് പിങ്കിൽ തന്നെ കുറേ. പിങ്കിൽ 10-30 കളർ ഉണ്ടാവും, ആഷിൽ 10-30 കളർ ഉണ്ടാവും, മെറൂണിൽ 10-30 കളർ ഉണ്ടാവും, പച്ചയിൽ 10-30 കളർ ഉണ്ടാവും, ഈ പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഇഷ്ടംപോലെ കളർ ഉണ്ടാവും. അതെ, അതിന്റെ മെയിൻ ഹെഡ് എന്നാണ് പറയുന്നത് ഈ മെറൂൺ പിങ്ക്. അതിൽ തന്നെ ഇങ്ങനെ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഇതൊക്കെ കംപ്ലീറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ലൈനിങ്ങിൽ വരുന്ന വെറൈറ്റി കളേഴ്സ് ആണ് വരുന്നത്. ഒക്കെ നമുക്ക് ഒരു ബണ്ടലായിട്ട് ഇങ്ങനെ തന്നെ എടുക്കണം. നമുക്ക് ഇത് കമ്പനി നെയിം ഒക്കെ വരുമ്പോൾ ഏതൊക്കെ വരുന്നത്, ഏതൊക്കെ ബ്രാൻഡ്സ് അങ്ങനെയുണ്ടോ? ബ്രാൻഡിൽ നോൺ ബ്രാൻഡബിൾ ആണ്. പക്ഷേ സ്ഥിരം ഇത്തരം 36 വർഷം ഞങ്ങളോട് വന്നിട്ട് ഞങ്ങളുടെ ഐറ്റംസ് ഇതുവരെ ഒരു കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും നമ്മുടെ ഐറ്റം എടുത്ത് വിറ്റ് പോവും വരും. റേറ്റ് റീസണബിളാണ്, അതാണ് അവർ തിരിച്ച് വന്നത്. റേറ്റ് എപ്പോൾ പുറത്ത് പറയത്തില്ല, ആര് ചോദിച്ചാലും നമ്മൾ പറയത്തില്ല. പക്ഷെ നമ്മൾ ഐറ്റം കാണിച്ചു കൊടുക്കും, അവർക്ക് സന്തോഷമായിട്ട് വീണ്ടും വന്നാൽ ഞങ്ങളുടെ വിജയം അതാണ്. അതെ, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് ആവാത്ത തുണി ഏതായാലും ബ്രാൻഡ് നോക്കിയിട്ടും കാര്യമില്ല. കാരണം ബ്രാൻഡഡ് നോക്കിയാലും നമുക്കത് ഒരു ടൈമല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കത് റീയൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് നല്ല അഫോർഡബിൾ റേഞ്ചിലായിട്ട് ക്വാളിറ്റിയുള്ള ഐറ്റംസ് നോക്കിയിട്ട് ഇടാം. ഇതൊക്കെ വരുന്നത് നമുക്ക് ഫുൾ ലൈനിങ്ങിൻ്റെ ഒരു സെയിം. ഇത് 2 സൈഡ് ഉണ്ട്, അപ്പുറത്തെ സൈഡും ഉണ്ട് അല്ലേ? ഇത് സെയിം. ഇത് ജസ്റ്റ് ഇതാണ് സംഭവങ്ങൾ. ഇതാണ് ആൾക്കാർ കൂടുതൽ വേണ്ടത്. ഇത് കണ്ട, ഇപ്പൊ ഈ ഒരു കളർ നോക്കുകയാണെങ്കിൽ ഈ ഒരു കളർ രണ്ടും വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ്, ഇത് വരുമ്പോൾ കുറച്ച് ഡാർക്ക്. നമുക്ക് കാണുമ്പോൾ രണ്ടും ഒരുപോലെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ രണ്ടിനും ചെറിയ വേരിയേഷൻസ് നമുക്ക് കളറിന് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിന്, ഇതിനാണെങ്കിൽ ഇതിന്, അങ്ങനെ. അപ്പോൾ ഇത് കൂടാണ്ട് ഇവിടെ സെറ്റ് സാരി സെറ്റ് മുണ്ടുണ്ട്. ഇപ്പോൾ ഓണം വരും, വിഷു വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഐറ്റം വരും. അപ്പോൾ അതിനുള്ള കളക്ഷൻസ്. അപ്പോൾ സീസണബിൾ ആയ സമയത്ത് ആ സമയത്ത് സീസൺ ടൈംസിലുള്ള സകല ഐറ്റംസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് ഫുൾ ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് മാത്രമേ, വെയർഹൗസ് വേറെ ഉണ്ടാവും അല്ലേ? ഗോഡൗൺ വേറെ ഉണ്ട്. നമ്മുടെ പഴയ അവിടെ കടയുണ്ടല്ലോ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അവിടെ ഇഷ്ടംപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ പയ്യെ കൊണ്ടുവരും. ഇപ്പോൾ സീസൺ തുടങ്ങിയപ്പോൾ പയ്യെ പുതിയത് ഇഷ്ടംപോലെ വരാനുണ്ട്. കുറച്ച് പഴയത് മാത്രമേ ഉണ്ടാവും, അപ്പോൾ അത് വിടും. അങ്ങനെ മിക്സ് ആയിട്ട് അങ്ങനെ കുറെ പോകുന്ന ഐറ്റംസ് എല്ലാം ലേറ്റസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ ഫുൾ ആയി. ഇനി ഇങ്ങനെ ഒന്ന് തിരിഞ്ഞാലോ? യെസ് മാഡം. ഇത് ഫുൾ ഇതാണോ? ഇത് ഒരു കസ്റ്റമർ ഓർഡറാണ്. ആക്ച്വലി അയാൾക്ക് ഒരുപോലെ ഈ ഫാൻസി ബ്ലൗസ് മടി കാണിച്ചില്ല, അതിൻ്റെ മഞ്ഞൾ ഒരു 500 മീറ്റർ വേണമെങ്കിൽ അപ്പോൾ 500 മീറ്റർ ഞങ്ങൾ ഒരു ഡിസൈനിലാക്കി സപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് സെപ്പറേറ്റ് ഒരു കസ്റ്റമറിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള സംഭവമാണ് ആസ് പെർ ഓർഡർ. ഇത് കംപ്ലീറ്റ് ലൈനിങ് ആണ്, കളേഴ്സ് ഫുൾ കാണാം. ഇപ്പുറത്തേക്ക് വരും. കുറേ റാക്കൊക്കെ തീർന്നുണ്ടാവും, കാരണം വന്നപ്പോൾ തീരും. ഓക്കെ, അപ്പോൾ ഇത് ഈ കാണുന്ന പോർഷൻ ഫുള്ള് നമുക്ക് ലൈനിങ്, അത് ക്രീം വൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത് അല്ലേ ഈ ഫുള്ള്. ഇതെന്താ മെറ്റീരിയൽസ് വരുന്നത്? ഇത് കോട്ടൺ ലൈനിങ്.
കോട്ടൺ ലൈനിങ് ലൈനിങ് കോട്ടന്റെ ആണ് കേട്ടോ ഇത് മെയിൻ ആയിട്ട്. വൈറ്റ് ബ്ലാക്ക് മെറൂൺ ഇപ്പൊ ഈ ചില സാധനം കൂടുതൽ വേണം അപ്പൊ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്തു. ഓക്കെ. വൈറ്റും ബ്ലാക്കും ക്രീമും ഒക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും ആവശ്യമുള്ള ഒരു കളേഴ്സ് ആണ്. മറ്റതൊക്കെ പറയുമ്പോൾ നമുക്ക് റയർ ആയിട്ട് കൊടുക്കുന്നു, പക്ഷെ എന്നാലും എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കിട്ടുന്ന ഐറ്റംസ് എല്ലാതും ഇവിടെ ഉണ്ട്. പിന്നെ ഈ സംഭവങ്ങളൊക്കെയാണ് അവിടെ സ്റ്റോക്ക്, പുറത്ത് ആരും കസ്റ്റമർ എടുത്തു വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഇത് സംഭവം. ഹക്കോബ 36 ഇപ്പൊ ഈ ബ്ലൗസ് യൂസ് ചെയ്യല്ലേ, ഹക്കോബ ബ്ലൗസ് അതാണ്. ഞാൻ അടി കാണിച്ച് വേറെ ഹക്കോബാണ്, അത് ഇതിൽ പോകണം ഡെയിലി കുർത്തീസിൽ ബോട്ടം വെയർ അതിനൊക്കെ പോകണം. ഇത് ബ്ലൗസിന് വേണ്ടി കൂടുതൽ പോണത്. ഓക്കെ. മറ്റേതിൽ ഹോൾ ഉണ്ടാവും കേട്ടോ. താഴത്ത് കാണിച്ചതിൽ ഹോൾ ഉണ്ടായിരുന്നു, അത് കുർത്തീസിൽ യൂസ് ചെയ്യണത്. ഇതിൽ ഹോളില്ല, ഇതും ഹക്കോബ തന്നെയാണ്. ഇത് നമുക്ക് ഇതിന് യൂസ് ചെയ്യുന്നത് ബ്ലൗസിന്. അത് ഫുൾ കളർ ചാർട്ട് ഇതിന്റെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ അതിലെ കളർ ചാർട്ട് മോർ ദാൻ 20-25 കളേഴ്സ് ഡെയിലി പോണ ഐറ്റം. ഈ അൺവാണ്ടഡ് കളേഴ്സ് വെക്കത്തില്ല. പിന്നെ ഇനി ഇപ്പുറത്തെ നമ്മൾ കണ്ടു അങ്ങനെ നമ്മൾ തിന്നത് ആ റാക്കിലത്തെ സാധനങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം ഊരി വെച്ചിട്ടുള്ളത് ഫുള്ള് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് തുടങ്ങാം ലൈനിങ് സെക്ഷൻ. ഇതൊരു സെക്ഷൻ ലൈനിങ്ങില് ലൈനിങ്ങിൽ തന്നെ ഇത്ര അധികം അതും മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ സ്റ്റാർട്ട് ചെയ്തോ? പറഞ്ഞോളൂ. ഇവിടുന്ന് ഇത് ഏതാ കോട്ടൺ തന്നെയാ? സെയിം മീൻസ് വേറെ കളർ വേറെ ചാർട്ട് റേഞ്ച് കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ രണ്ടും ഉണ്ട്. അങ്ങനെ ലോ ഹൈ ആയിട്ടുള്ള എത്ര റേഞ്ച് നമ്മൾ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഹോൾസെയിലാണ് വീണ്ടും എടുത്ത് പറയുകയാണ്. അതിൻ്റെ കളേഴ്സൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. കളേഴ്സിൽ പേസ്റ്റൽ ഷെയ്ഡ് വേണോ, ലൈറ്റ് സിൽവർ, ഇതൊക്കെ നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കണ്ടോ, എന്ത് രസമാണ് കാണാനായിട്ട്. കളേഴ്സ് കണ്ടോ, ഇഷ്ടം ലാവെൻഡർ, ഒണിയൻ, പച്ച, ഓറഞ്ച്, ഏത് കളർ പറഞ്ഞാൽ ഫുൾ മാങ്ങ, പിന്നെ ചെറുപയർ, ബോട്ടിൽ ഗ്രീൻ, സ്കൈ ബ്ലൂ, ഓറഞ്ച്, വീണ്ടും ലൈറ്റ് കളേഴ്സ്. ഇതിന് കളേഴ്സ് പേര് പറയാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ട്. നമുക്ക് വായിൽ കൊള്ളാത്ത കുറേ പേരുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫുൾ അതിൻ്റെ കളേഴ്സാണ്. ഇത്രയും വേറെ പിന്നെ അതിന് ബാക്കിൽ വേറെ ഉണ്ട്. പിന്നെ ഇത് കാണുന്നത് എന്താ? ഇത് ദുപ്പട്ടാസ്, ഈ റയോൺ ദുപ്പട്ട, പ്രിന്റഡ് ദുപ്പട്ട, ഷോള്. നോക്കാം. ഇത് വരുന്നത് നമുക്ക് റയോണിൽ അല്ലേ? ഇതപ്പോൾ എത്ര പീസ്? 12 പീസ്. ഒരു 5 പീസ് 10 പീസൊക്കെ ഉണ്ടാവും. അപ്പോൾ റയോണിൻ്റെ ദുപ്പട്ടാസ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് ടൈ ആൻഡ് ഡൈയിലാണ് വരുന്നത് കേട്ടോ. ഇതിൽ കളേഴ്സ് വരുമ്പോൾ ഇത് ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട്. കളർ ഓപ്ഷൻസ് അല്ല, ഈ ഫുൾ കളേഴ്സ് അങ്ങനെ തന്നെ ഈ പാക്കറ്റ് പൊട്ടിക്കാണ്ട് അങ്ങനെ തന്നെ എടുത്ത് കൊണ്ടുപോകണം. അതാണ് കണക്ക്. കാരണം ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ദുപ്പട്ടാസ് മാത്രം നമുക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നത്. ടൈ ആൻഡ് ഡൈൻ്റെ തന്നെ കളക്ഷൻസ് നോക്കിയാൽ ഇത്ര അധികം കളേഴ്സ്. ഷോൾസിന്റെ ഫുൾ കളക്ഷൻസ് ആണ്. ഇത് കൂടാണ്ട് ഇത് നെറ്റിൽ ത്രെഡ് വർക്ക് വരുന്നത്. ഓക്കെ. ഇതൊക്കെ ഫുൾ ഓർഗൻസിൽ അല്ല, ഇത് ഓർഗൻസിൽ കളക്ഷൻസ് ഇങ്ങനെ ഇട്ട് കാണിച്ചു പോകുന്നത് കളേഴ്സ്. അപ്പൊ ഈ ഫുൾ കെട്ടില് എത്ര പീസ് ഉണ്ടാവും? ഫുൾ 2 പീസ് 3 പീസ് 5 പീസ് ഡിഫറെന്റ് ഷെയ്ഡ്സ്. ഇത് ഫുൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ലെവൻഡർ ഷെയ്ഡ് ഏത് കളേഴ്സ് വേണമെങ്കിലും ഉണ്ട്. ഇതിന് ബ്ലൂ ഷെയ്ഡ് വേണമെങ്കിൽ എങ്ങനെ ഉണ്ട്. ഇതൊക്കെ അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. എന്നാലും ഒരു ഏകദേശം നമുക്ക് റേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? റേറ്റ് സ്റ്റാർട്ട് ചെയ്യും ഒരു 22, 25, 16, 18 അങ്ങനത്തെ ഐറ്റം ഉണ്ട്. പിന്നെ അതുകൂടെ വേറെ കസ്റ്റമർ. അപ്പോൾ 16 റുപ്പീസ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് ആണ് കേട്ടോ പറയണത്. എന്തായാലും പറഞ്ഞു, സാധാരണ പറയാറില്ല എന്ന് പറയാ. അപ്പോൾ ഇത് മൾട്ടി കളറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ദുപ്പട്ടയിലൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് വെറും 15 റുപ്പീസ് ആണ് കേട്ടോ. ദുപ്പട്ട 15 റുപ്പീസ്. അടിപൊളി. ഇത് വന്ന് അപ്പോൾ തീരുകയും ചെയ്യും. പെട്ടെന്ന് തീരുന്നത്. ഇത് ഫുൾ മൾട്ടി കളറിൽ വരുന്നത് ജോർജറ്റിന്റെ മെറ്റീരിയലാണ് കേട്ടോ. മൾട്ടി കളർ ഉണ്ട്. സിംഗിൾ ഷെയ്ഡിൽ വേണമെങ്കിൽ സിംഗിൾ ഷെയ്ഡും വരുന്നുണ്ട്. അതിൽ റയോണിൽ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ടൈ ആൻഡ് ഡൈയിൽ അതിൽ വൈറ്റ് ആണ്. ഇത് കളർ പ്രിന്റ് ആണ്. അത് വൈറ്റ് ബേസ് ആയിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് കളേഴ്സിൽ വരുന്നുണ്ട്. ദുപ്പട്ടയിൽ കുറേ ഉണ്ട്. ഇതിപ്പോൾ വൈറ്റ് ഷോൾ ദുപ്പട്ട കേട്ടോ, വൈറ്റ് ജോർജറ്റിൻ്റെ. ഇതിൻ്റെ കെട്ട് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. 5 എണ്ണത്തിൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ദുപ്പട്ടയുടെ ഫുൾ കളക്ഷൻസ് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ഇനി ഇപ്പുറത്തേക്ക് കിടക്കാം. അതും ദുപ്പട്ടാണ്, പക്ഷേ ഇപ്പോൾ കുറച്ച് സ്പേസ് ഡിഫറൻസ് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുന്നതാണ് അല്ലേ? ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ്. ഡിജിറ്റൽ ലൈറ്റ് വെയിറ്റ് ദുപ്പട്ടയിൽ ഗോട്ടാപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് വിത്ത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഫുൾ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ ക്ലീൻ ആൻഡ് നീറ്റ്നെസ് വെക്കും. അതെ, എല്ലാം അതിങ്ങനെ സെപ്പറേറ്റ് ഇതാ. ഇത് 0.5 mm സ്വീക്കൻസ് വർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഡിജിറ്റൽ പ്രിന്റ് ആണ്. അതെ, റേറ്റ് കുറവാണ്. ഇത് ഫുൾ. അപ്പോൾ ദുപ്പട്ടയുടെ ഒരു സെക്ഷനാണ് വരുന്നത്.
ഇവിടെ ഉണ്ടല്ലേ. ആ നേരത്തെ കണ്ടത് നമുക്ക് പ്ലെയിൻ ആയിരുന്നു. ഇത് വരുന്നത് നമുക്ക് മിക്സ് മൾട്ടി കളറിൽ വരുന്ന അങ്ങനത്തെ ദുപ്പട്ടതാണ് വരുന്നത്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇതും ദുപ്പട്ട തന്നെ കേട്ടോ. ഇത് മൽമൽ കോട്ടൺ ആണ്. മൽമൽ കോട്ടൺ ഉണ്ട്, ജോർജറ്റിന്റെ മെറ്റീരിയൽ ഉണ്ട്, റയോൺ ഉണ്ട്, നെറ്റ് ഉണ്ട്. ഇത് ഓർഗൻസ ആണോ? ചെറിയ ബുദ്ധിമുട്ട് ഞാൻ ഹെൽപ്പ് തുറക്കാൻ ബുദ്ധിമുട്ടായ കാരണം എന്താ മെറ്റീരിയൽ എന്ന് നോക്കണ്ടേ. ആഹാ ഓർഗൻസ കേട്ടോ. ഇത് ഇത്രയ്ക്ക് തുറന്നാൽ മതി. കൂടുതൽ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മടക്കാൻ ബുദ്ധിമുട്ടാവും. ഫിനിഷിങ് കാരണം ഇത് സെയിലില് ഹോൾസെയിൽ പോണതല്ലേ, മറ്റേ റീറ്റെയിൽ പോലെ അല്ലല്ലോ. റീറ്റെയിൽ ആകുമ്പോൾ നമുക്ക് ഫുൾ വലിച്ച് കാണിച്ചു കൊടുക്കന്നെ വേണം. പക്ഷെ ഹോൾസെയിലാകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഓക്കെ ഇതിന്റെ കളേഴ്സ് കേട്ടോ. ഇത് ഫുൾ ഇതിന്റെ കളേഴ്സ് ആണ്. എത്ര കളേഴ്സ് ചോദിച്ചാലും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഫുൾ വരുന്നത് ബ്ലൗസ് 2x2. ഓ പ്ലെയിനിൽ വരുന്നത് അല്ലേ? 2x2 പ്ലെയിൻ. ഹയസ്റ്റ് സെയിൽ ഒരാളുടെ ബ്രാൻഡ് മാത്രം 27 years ആയി ഒരാളുടെ ബ്രാൻഡ് മാത്രം വെക്കണം. അയാളുടെ ബ്രാൻഡിൽ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കളേഴ്സ് ആണെങ്കിൽ ഓൾ കളേഴ്സ്, ലൈറ്റ്, ഡാർക്ക്, പേസ്റ്റൽ, എന്ത് കളർ പറഞ്ഞാൽ കിട്ടും. പ്ലസ് ഇൻ യൂണിഫോം ഓൾസോ കിട്ടും. ഇപ്പോൾ SNDP ഒരു മഞ്ഞ വേണമെങ്കിൽ മഞ്ഞ തരാം, ക്രീം ആണെങ്കിൽ കേരള സംബന്ധിച്ച ക്രീം തരാം. ഇതുണ്ട് ക്രീം, കേരള ക്രീം. ആ ക്രീമിന് പിന്നെ വൈറ്റ്നെസ് ഈ മറ്റേ ഈ പള്ളിയിലൊക്കെ യൂസ് ചെയ്ത് മറ്റേ ഇടുമ്പോൾ ഇതുണ്ട് ഈ വൈറ്റ്നെസ്. ഇത് 2 വൈറ്റ്നെസ് ഉണ്ട്. ഉജാല പ്യുവർ വൈറ്റ്, ഇപ്പുറത്തിരിക്കുന്നത് ക്രീമോ. പിന്നെ കളേഴ്സ് സെറ്റിംഗ് അങ്ങനെ ആക്കി വെച്ചാണ് ഒരാവശ്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും വന്നെടുക്കണം. ഇത് അപ്പോൾ 2x2 കളക്ഷൻസ് ആണ് ഈ ഫുൾ വരുന്നത്. ബ്ലൗസിൽ മാത്രം ഇത്ര അധികം കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ, അതും 2x2. ഇനി 2x1 വേണമെങ്കിൽ അതും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് മെയിൻ ബ്ലൗസ് പീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മോർ ദാൻ 550 കളേഴ്സ് ഉണ്ട്. മോർ ദാൻ 550 കളേഴ്സ്. ഇതിന് മേളിൽ നമ്പേഴ്സ് ഉണ്ട്. കണ്ട 550 കണ്ട ലാസ്റ്റ് 550 1 സ്റ്റാർട്ടിങ് അവിടെ ആയിരിക്കും. വേണമെങ്കിൽ അത് കാണിച്ചു തരാം, കുഴപ്പമില്ല. അപ്പൊ ഇതും ഫുള്ള് ഈ അറ്റത്തൊക്കെ സെയിം 2x2 കളക്ഷൻസ് ആ ഫുള്ള് വരുന്നത് അല്ലേ. ഇത് അറിയാൻ വേണ്ടി മെത്തേഡ് ഈസിയാണ് ചേട്ടാ. ഇത് അറിയാൻ വേണ്ടി മെത്തേഡ് മാഡം, ഇത് 1 to 75, 76 to 150, 151 to 225, പിന്നെ വേണ്ട 206 to 300, 301 to 375, 375 to 450, 451 to 550. ഓക്കെ അങ്ങനെ എല്ലാ റേഞ്ച് കളേഴ്സ് ഉണ്ടാവും. പിന്നെ കസ്റ്റമർ തുണ്ട് വന്ന ആവശ്യമില്ല, ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചാർട്ടിൽ ഏത് കളർ വേണമെങ്കിൽ എടുത്ത് അറിയാൻ പറ്റും. ഓക്കെ ആ ചാർട്ട് ഉണ്ടാവും. അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാറ്റലോഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റില്ല എന്തൊക്കെ കളേഴ്സാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം തന്നെ ഇവിടുത്തെ സ്റ്റാഫുകാർ വന്നു വേഗം എടുത്ത് നമുക്ക് കളക്ഷൻസ് കാണിച്ചു തരലും കഴിഞ്ഞു കേട്ടോ. ഇനി ഇപ്പുറത്തേക്ക് തിരിയാണെങ്കിലും സെയിം 2x2 തന്നെയാണ്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. കാരണം അവിടെ മാത്രം ഈ കാണുന്ന പോർഷൻ മാത്രമല്ല, ഇത് കൂടാണ്ട് നമുക്ക് പുറത്ത് വരുന്നതും ഫുൾ 2x2. ഇതും സെയിം ആ ഒരു കളർ ചാർട്ടിൽ എന്ന് വെച്ചാൽ ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത്. 2x2 ബ്ലൗസിന്റെ മെറ്റീരിയൽസ് ആണ്. ഇതാകുമ്പോൾ എത്രയാ ഇതിന്റെ മീറ്റർ വരുന്നത്? 20 മീറ്റർ, 24 മീറ്റർ, 14 മീറ്റർ, 14 മീറ്റർ, 16 മീറ്റർ, 12, 14, 16 3 ടൈപ്പ് ഉണ്ടാവും. 3 ടൈപ്പ്. ഇതിന് മേളിൽ 14 മീറ്റർ ഇതുണ്ട്. ഇതുണ്ടാ 12 മീറ്റർ ഉണ്ട്. ഇങ്ങനെ തിരിച്ചു പിടിച്ചാലേ അറിയുള്ളൂ. കണ്ടോ ഇതിൽ 12 മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്, ഇതിൽ എഴുതുമ്പോൾ 14 മീറ്റർ. അപ്പോൾ അത് ഓരോന്നിൻ്റെയും ടോപ്പിൽ എഴുതിയിട്ടുണ്ട് എത്ര മീറ്റർ ആണെന്നുള്ളത്. അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ കോട്ടൺ ലൈനിങ് നമുക്ക് കുർത്തീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലൈനിങ്ങിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത്. ഇതും നമുക്ക് എന്താ പറയുക നല്ല ടൈപ്പ് കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ്. അതിൽ ഇഷ്ടംപോലെ കളേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ കളേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് കളേഴ്സ് മൊത്തം ഇങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഫുള്ള് കെട്ടായിട്ട് തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. പിന്നെ സാരി ഫോളൊക്കെ നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ളൂ ഈ സൈഡിൽ. സാരി ഫോൾസും ഉണ്ട് കേട്ടോ ഇവിടെ. അതാകുമ്പോൾ എങ്ങനെയാ 12 എണ്ണത്തിന്റെ ഒരു ഡസൺ ബാഗും ഉണ്ട് 145. അതിലെല്ലാം കളേഴ്സ് കിട്ടും. ഒരു ബാഗ് ഫുൾ ആയിട്ട് എടുക്കുമ്പോൾ അല്ലേ. ഓക്കെ ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കെട്ടിൽ ഒരു കളർ ഫുള്ള്. ചില കസ്റ്റമർക്ക് ബ്ലാക്ക് കൂടുതൽ വേണമെങ്കിൽ ബ്ലാക്ക് കൂടുതൽ എടുക്കും, ക്രീം വേണമെങ്കിൽ ക്രീം എടുക്കും, വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് എടുക്കും. ഇത് പേസ്റ്റൽ കളേഴ്സിൻ്റെ ഇംഗ്ലീഷ് ചാർട്ടുണ്ട്, എല്ലാ ചാർട്ടുണ്ട്. ഇത് ഫോൾസ് ഒന്നും ആദ്യം ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കൽ ഇത്തിരി കുറഞ്ഞു പോയി. സാരീസിലൊക്കെ ഇപ്പോൾ ഫോൾസ് വെക്കലൊക്കെ ഇത്തിരി കുറവായി. പക്ഷെ എന്നാലും നമുക്ക് മൂവ്മെന്റ് ഉണ്ട് അല്ലേ സാരി ഫോളിന് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നത് മൊത്തം നമുക്ക് കോട്ടൻ്റെ ഫുൾ കളേഴ്സ്, ഇത്ര കളേഴ്സ് അടിക്കൂടെ നോക്കിയാൽ തന്നെ നമുക്ക് ഫുൾ കളേഴ്സ് ആ അറ്റം വരെ ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ നമുക്ക്
ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഫുൾ ഇത് കളേഴ്സാണ് വരുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് എന്തൊക്കെയോ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്, അതൊന്ന് നോക്കിയാലോ. ഈ സൈഡിൽ ഇത് വരുന്നത് ഫുൾ വൈറ്റിൽ. വൈറ്റ് ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ചിലപ്പോൾ 100 മീറ്റർ 200 മീറ്റർ 500 1000 ഇപ്പോൾ കംപ്ലീറ്റ് വൈറ്റ് എടുത്ത് വെക്കും. വൈറ്റ് ഇപ്പോൾ ചില ടൈലേഴ്സ് വന്നാലും ബുട്ടിക്ക് ആൾക്കാർ വന്നാലും അവർക്ക് വൈറ്റ് വേണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അത് അവരിത് കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ബുട്ടിക്ക് ആൾക്കാർ നമുക്ക് കുറേ കസ്റ്റമർ ബുട്ടിക്ക് ഉണ്ട്. അപ്പോൾ പേര് നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല, എല്ലാം ടോപ്പ് ബുട്ടിക്സ് ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും വരും, ഐറ്റംസ് ഒക്കെ എടുത്തെടുത്ത് പോയിക്കൊണ്ട് വരും. ഇത് ഫുൾ ഒരു ബ്ലൗസിന്റെ ഇതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിനാണ് കേട്ടോ. ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഇവിടെ കുറച്ച് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അത് ദുപ്പട്ട ഒന്ന് കാണിക്കുന്നുണ്ട്. ഇക്കത്ത് പ്രിന്റിന്റെ നല്ല നല്ല ഈ നമുക്ക് കോട്ടൺ ഖാദി കോട്ടൺ പറഞ്ഞില്ലേ അതേപോലത്തെ ടൈപ്പ് കേട്ടോ. അതിൽ ഇക്കത്തിന്റെ പ്രിന്റിൽ പല കളേഴ്സിൽ വരുന്നുണ്ട്. ഇതൊക്കെ കളേഴ്സ് ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റും. അതുപോലെ ഓർഗൻസയിൽ നേരത്തെ അവിടെ കണ്ടതിൻ്റെ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത്. പിന്നെ ഇത് ചുങ്കിടി. ഇത്ര വെറൈറ്റീസ് ഉണ്ടല്ലോ ചുങ്കിടിയുടെ. ഇത് ഫുൾ ചുങ്കിടിയുടെ ദുപ്പട്ടാസാണ് വരുന്നത്. ഇനി ഇത് ലൈനിങ് ഫുൾ കംപ്ലീറ്റ് ലൈനിങ്. കളർ ചാർട്ട് ഒന്ന് നോക്കിക്കാം. അപ്പോൾ ഒരു കസ്റ്റമർ വരാണെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലേ, ഏത് കളർ വേണമെങ്കിൽ നമുക്ക് നോക്കി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ റൗണ്ട് തിരിഞ്ഞിട്ട് എല്ലാം അതിങ്ങനെ നോക്കാൻ പറ്റും കേട്ടോ. ഇത് ഫുൾ ഇതിൻ്റെ കളേഴ്സ് എത്ര കളേഴ്സ് ഉണ്ട് നമുക്ക് പോലും അറിയില്ല. അത്രയും കളർ എന്ന് വെച്ചാൽ ഒരു ഫാമിലിയിൽ പെട്ട കളേഴ്സിൽ തന്നെ ഒരു 40-50 കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. മോർ ദാൻ 360 അല്ലെങ്കിൽ 380 കളേഴ്സ് ഉണ്ട് ഇതിന് മാത്രം. ഒരു ഐറ്റത്തിൽ തന്നെ അങ്ങനെ 5 ഐറ്റം. ചിലത് 240 കളേഴ്സ് ഉണ്ടാവും, ചിലതിൽ എത്ര ഉണ്ടാവുള്ളൂ എങ്ങനെ. അപ്പോൾ ഈ കാണുന്ന നമ്മൾ ഫുൾ ഏകദേശം കവർ ചെയ്തു എന്ന് വിചാരിക്കണോ ഇല്ലേ. ഈ ഇപ്പുറത്തെ സൈഡൊക്കെ ഒക്കെ ലൈനിങ്സ് തന്നെയാണ്. കംപ്ലീറ്റ് ലൈനിങ്. ഇത് കംപ്ലീറ്റ് ലൈനിങ് വേണമെങ്കിൽ നോക്കിയിട്ട് പോവാം ചേച്ചി. മാഡം ഇത് ഫുൾ കളേഴ്സ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കിക്കോ. കളേഴ്സ് ഇങ്ങനെ നമുക്ക് കാണാം. ഇത് ഫുൾ നമുക്ക് ലൈനിങ്ങിന്റെ കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ. ഫുൾ ഏത് കളർ പറഞ്ഞാലും എത്ര പീസ് വേണമെങ്കിൽ പറഞ്ഞാൽ ഉണ്ടാവും. അതെ. ഇതിപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ ഇരിക്കുന്നത് കാരണം നമുക്ക് കളേഴ്സ് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് നേരിട്ട് വരാണെങ്കിൽ ഒരു കയ്യിൽ വീശി പോകാൻ പറ്റില്ല. അത്രയ്ക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് അല്ലാതെ നമുക്ക് ഈ ഒരു പോർഷനിൽ വരാണെങ്കിൽ ഉണ്ടാവും കേട്ടോ. ഫുൾ ലൈൻ നമ്മളെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്ന കളേഴ്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടും അല്ലേ. ഷുവർ അല്ലേ? ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ലൈനിങ്ങിൽ അതും 2x1 ഉണ്ട്, 2x2 ഉണ്ട്. ബ്ലൗസിൻ്റെ ലൈനിങ്ങിൽ ക്രേപ്പ് ഉണ്ട്, കോട്ടൺ ഉണ്ട്, സാരി ഫോൾ ഉണ്ട്, ദുപ്പട്ടാസ്, സാരീസ്, ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ ഒരു ഫ്ലോർ ഫുള്ളുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോകുന്നത് റണ്ണിങ്. അത് പറയുമ്പോൾ വലിയൊരു അടിപൊളി ഒരു സെക്ഷനാണ് വരുന്നത്. നമുക്ക് ബുട്ടിക്കിന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഗൗൺസ് അങ്ങനത്തെ സംഭവമൊക്കെ തയ്ക്കാനും കുർത്തീസ് തയ്ക്കാനും ലാച്ചകൾ തയ്ക്കാനും അങ്ങനത്തെ ഫാൻസി ഐറ്റംസിൻ്റെ കൂടുതൽ വരുന്നത്. അത് ഫാൻസി നമ്മുടെ എന്താ പറയുക, നമുക്ക് ഫംഗ്ഷൻസ് ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല മെറ്റീരിയൽസ് അല്ലേ, ഫാൻസി ഐറ്റംസ്. അതാണ് നമുക്ക് പോയാലോ. നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം ഫാൻസി ബൂട്ടിക് ഐറ്റംസിന്റെ ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത്. എല്ലാ തരം വെറൈറ്റീസ്, ലാച്ച, ഗൗൺസ്, അങ്ങനെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഒക്കെ ഉണ്ട് അല്ലേ. ഫുൾ ഐറ്റംസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പിടിക്കാം അല്ലേ. ഇവിടുന്ന് ഫുള്ള് തുടങ്ങാം. അപ്പൊ ഇവിടെ എന്താണ് ഐറ്റംസ്? ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഈ ഐറ്റമാണ്. ഇത് സീക്വൻസ് വർക്കൊക്കെ പോയിട്ടുണ്ടല്ലേ ഇടയ്ക്ക്. ഇപ്പോൾ സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത്. അതുപോലെ ഇടയ്ക്ക് ഈ ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ഇതിനും നമുക്ക് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പിങ്ക് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കൂടാണ്ട് ലെവൻഡർ, യെല്ലോ, അങ്ങനെ പ്രിൻറ്റുകളും ഇതിന് മാറി മാറി നിൽക്കൂട്ടോ. നമുക്ക് ഇതൊക്കെ സെയിം മെറ്റീരിയൽസിൽ തന്നെ വരുന്ന കളക്ഷൻസ് ആണ്. ഇതിലും സെയിം പ്രിൻറ്റുകൾ ഇങ്ങനെ മാറും കേട്ടോ. മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ എല്ലാം സെയിം ആണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഡിസൈൻ കണ്ടോ, എന്ത് രസമല്ല കാണാനായിട്ട്. പിന്നെ വരുന്നത് നമുക്ക് നെറ്റ്. ഇത് നെറ്റ് അല്ലേ വരുന്നത്? സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് ഫുൾ ബൾക്കായിട്ട് തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഫുൾ റോൾ കാണുകയാണെങ്കിൽ ആ റോള് ഫുൾ എടുക്കണം അല്ലേ. അങ്ങനെ ഇതിൽ മീൻസ് ചില കസ്റ്റമർ ചെറിയ കുട്ടിക്കാരാണെങ്കിൽ അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ എത്ര 20 മീറ്റർ 20 ആണെങ്കിൽ 10 കട്ട് ചെയ്ത് ഹാഫ് ആക്കി കട്ട്. ഓക്കെ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കോട്ട ചെക്കിൽ ഇടയ്ക്കിടയ്ക്ക് ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട്. ഇതിലും നമുക്ക് പല പല കളേഴ്സ് പല പ്രിൻറ്റിലും കിട്ടും. ഒക്കെ ഡിജിറ്റൽ പ്രിൻറ്റിലാണ് വരുന്നത്, ത്രെഡ് വർക്കിൻ്റെതാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. കാരണം ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വന്ന് എടുക്കും പോവും അല്ലേ, ഇഷ്ടം പോലെ. കേരള ബേസ്ഡ് കേരള ക്രീം ഒരു പീസ് ആണ് കാണിച്ചു തരാം മാഡം. വാവ്, ഇത് എടുത്തപ്പോഴാണ് ഇതിന്റെ ഡിസൈൻസ് ശരിക്കും അറിയണത്. അറിയാൻ പറ്റില്ല. അതെ, ഡിസൈൻ ഇങ്ങനെ അറിയണം. ഇത് കോട്ടോച്ചക്കിൽ തന്നെ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ക്രീം ബേസ്ഡ്. കേരള ഏറ്റവും ക്രീം ബേസ്ഡ്.
അതിൽ ഈ ബോർഡറിൻ്റെ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ മാറി. ഇതിപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുർത്തീസ് വേണം അങ്ങനെ ജാക്കറ്റ് മോഡലാക്കിയിട്ട് അങ്ങനെ ഡിസൈൻസ് ഒക്കെ പല പാറ്റേൺസിൽ തയ്ക്കാൻ പറ്റുന്ന കുറേ മെറ്റീരിയൽസ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് വരുന്നത് നമുക്ക് ഡിജിറ്റൽ പ്രിൻറ്റിൽ തന്നെയാണ് കേട്ടോ. ഡിജിറ്റൽ പ്രിൻറ്റിൽ തന്നെ വലിയ പ്രിൻറ്റ്സ് വരുന്നുണ്ട്, ചെറിയ പ്രിൻറ്റുകളും വരുന്നുണ്ട് കേട്ടോ. ഒക്കെ വെറൈറ്റീസാണ് വരുന്നത്, ഇഷ്ടം പോലെ കളക്ഷൻസും ഉണ്ട്. ഇതും വരുന്നത് ഒക്കെ നമുക്ക് ആ ഗൗൺ ഇതൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് അല്ലേ. ഇത് ചിനോൺ ഫാബ്രിക് അല്ലേ, ചിനോണിൽ സ്കാലപ്പിൽ വർക്ക്. ഇത് സ്കാലപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ചിനോൺ ഫാബ്രിക്കിൽ ചെറിയ ബൂട്ട വർക്കൊക്കെ പോയിട്ടുണ്ട്. ഇത് സെയിം ഫുൾ ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ. സ്കാലപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ. ഇത് ഫുൾ ചിനോൺ ഫാബ്രിക്കിൽ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ ഒരു ഏരിയയിലത്തെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഏകദേശം അറിയാൻ പറ്റുമോ? ഇത് ശരിക്കും പറഞ്ഞാൽ റണ്ണിങ്ങിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ ഇക്കത്ത്, കലങ്കാരി, ഫാബ്രിക്സ് പല അത് എക്സാമ്പിൾ അതുണ്ട്. ഇതാണ് മറ്റേ ഇപ്പോൾ കലംകാരി പറയാം, കാത്ത വർക്ക് പറയാം. ഇതൊക്കെ മീൻസ് 42, 45 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ് കേട്ടോ. അപ്പോൾ ഈ 42 എന്നൊക്കെ പറയാം, അതിനേക്കാളും കുറവ് റേഞ്ചിലുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഇവിടെ ഇപ്പോൾ വരുന്നത് അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതിനനുസരിച്ചിട്ടായിരിക്കും റേറ്റ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചിനോൺ ഫാബ്രിക്കിൽ റണ്ണിങ് മെറ്റീരിയൽസ് വിത്ത് സ്കാലപ്പിൽ. ഇത് വരുന്നത് അടിപൊളി ഒരു മെറ്റീരിയൽ കേട്ടോ. ഓർഗൻസയിൽ ഫുൾ വലിയ പ്രിന്റുകളൊക്കെ വന്നിട്ട് കേട്ടോ. അതും ഡബിൾ ടോൺ ആണ് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് വൈറ്റ് ഷെയ്ഡ്, ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡബിൾ ടോണിൽ വരുന്നതാണ്. ഇഷ്ടം പോലെ വാരി കോരിക്കൊണ്ടോ എന്നാ പിടിച്ചോ, ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഇതൊക്കെ നമുക്ക് ചിനോണിൽ വരുന്നുണ്ട്, ഷിമ്മറിയിൽ വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റികളുടെ കളികളാണ് കേട്ടോ മൊത്തം വരുന്നത്. ഇതിൻ്റെ തന്നെ കളർ ഓപ്ഷൻ നമുക്ക് കണ്ടത് ഇതാണ്. ഇതിലെ കളർ ഓപ്ഷൻസ് ഒക്കെ നല്ല പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളേഴ്സാണ് വരുന്നത്. ഇത് വരുമ്പോൾ നെറ്റിൽ നമുക്ക് വർക്കുകൾ പോയിട്ടുള്ളത് കേട്ടോ. എന്തോരം കളക്ഷൻസ് നമുക്ക് ബുട്ടിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സ്ഥലം മിസ്സാക്കി കളയരുത്. അത്രയും വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ സെയിം ആ ഒരു കോട്ടോചെക്ക് ഡിഫറെൻറ്റ് പ്രിന്റ്സ്, ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ്, ചിക്കു ഷെയ്ഡ്, ഇഷ്ടംപോലെ ഷെയ്ഡ് വരും. ഇതൊക്കെ സെയിം ഒരു ഒറ്റ മെറ്റീരിയലിൽ തന്നെയാണ് കേട്ടോ പല പ്രിന്റ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒക്കെ ലൈനിങ്സ് നമ്മൾ കണ്ടത് സെക്കൻഡ് ഫ്ലോറിൽ. അത് കോട്ടൺ, ക്രേപ്പ് ഈ ഫ്ലോറിലുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ആലോചിക്കുന്ന മുകളിൽ നമ്മൾ ക്രേപ്പ് കണ്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാക്കി കണ്ടില്ല, അതെ ഇതൊന്നും ഓടിപ്പിച്ച് കാണാം. ഫുൾ ഇതിൽ സീക്വൻസ് വർക്കിൽ വരുന്നുണ്ട്. അതൊക്കെ ബൾക്കായിട്ടാണ്, മീറ്റർ അനുസരിച്ച് മുറിച്ചെടുക്കും. മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ട്. ഹക്കോബയിൽ വേണോ, ഡിജിറ്റൽ പ്രിന്റിൽ വേണോ, ലിനനിൽ വലിയ പ്രിന്റ്, ചെറിയ പ്രിന്റുകൾ, അങ്ങനെ പ്രിന്റുകൾ ഇതാ ഇഷ്ടം പോലെ. ഇതൊക്കെ അതിൻ്റെ വെറൈറ്റി പ്രിന്റ്സ് ആണ്. ഫുൾ കളേഴ്സ് ഉണ്ടാവും. വെറൈറ്റി പ്രിന്റ്സും വെറൈറ്റി കളേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതന്നെ സെയിം നമുക്ക് മാച്ച് ആയിട്ട് നമുക്ക് ലൈനിങ്ങും ഇവിടെ തന്നെ എടുത്തിട്ട് പോവാം. ഇത് വരുമ്പോൾ നമുക്ക് വൈറ്റ് ബേസിൽ തന്നെ നമുക്ക് ത്രെഡ് വർക്കിൽ വരുന്നത്. എന്തൊരു രസമുള്ള. എനിക്ക് എടുക്കണമെന്നുണ്ട്. ഇത് ബണ്ടലായതുകൊണ്ടേ എനിക്ക് എടുക്കാനൊരു ബുദ്ധിമുട്ട് കണ്ടോ. കളേഴ്സ് ഇതിൻ്റെ ഈ ത്രെഡിൻ്റെ കളറില്ലേ അതിങ്ങനെ മാറും കേട്ടോ. ഇതിൽ വരുമ്പോൾ പച്ച, പിങ്ക്, റെഡ് അങ്ങനെ മാറി നിൽക്കും. ഇതൊക്കെ ഉള്ളിലേക്ക് കയറ്റാൻ ഇത്തിരി പണിയായി, അതാണ് ബുദ്ധിമുട്ട്. അത് അവര് സ്റ്റാഫുമാർ ചെയ്തോളൂ കേട്ടോ. ഇത് മേളിൽ കാണുന്ന എല്ലാം കംപ്ലീറ്റ് കാലിയായി കിടക്കണം. കാരണം ഒരു കസ്റ്റമർ വലിച്ചു വാരി കൊണ്ടുപോകും. അപ്പോൾ അതാണ് നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് കാണിക്കാൻ. നമുക്ക് സ്റ്റോക്ക് ഫില്ല് ചെയ്ത് ഞങ്ങൾക്ക് കൈയും കാലൊക്കെ വേണമെടുക്കുന്നില്ല. സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് വീണ്ടും വെച്ചോണ്ടിരിക്കും. ഗോഡൗണിൽ നിന്ന് എടുത്ത് വരണം, അത് കൊണ്ടുവയ്ക്കണം, വീണ്ടും ഇതന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് ഓർഗൻസ മെറ്റീരിയൽ കേട്ടോ. ഓർഗൻസ മെറ്റീരിയൽ ഡബിൾ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ. അതിൽ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. കളേഴ്സ് ഇതൊക്കെ അതിൻ്റെ കളേഴ്സാണ്. ഓർഗൻസയിൽ മാത്രം വരുന്നത് ഇഷ്ടം പോലെ. എന്തോരം വെറൈറ്റീസ് ആണ് നോക്കുകയാണെങ്കിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കെട്ടായിട്ട് ഇങ്ങനെ നറുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര പണിയാണ് ശരിക്കും പറഞ്ഞത്. കുർത്തീസ് പോലെയല്ലല്ലോ. ഓർഗൻസ വൺ സൈഡ് വർക്ക്. അപ്പോൾ നമുക്ക് കുർത്തീസിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇത് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ. ഫുൾ ത്രെഡ് വർക്ക്. ഇതിൻ്റെ കളേഴ്സ് ഇപ്പം ഇങ്ങനെ റാക്കിലിരിക്കുമ്പോൾ നമുക്ക് കളേഴ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലത്തെ വർക്ക് അറിയാൻ പറ്റില്ല. വർക്ക് അറിയണമെങ്കിൽ ഇങ്ങനെ എടുത്ത് തുറന്ന് ഇങ്ങനെ നോക്കാൻ തന്നെ വേണം, എന്നാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അടുത്ത് ഇതും ഹോളുള്ളത് ബോറിംഗ് ഫാസ്റ്റസ്റ്റ് ഐറ്റം. ഇതും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ഒക്കെ ലൈനിങ് എപ്പോഴും ഫുൾ കളേഴ്സ്. കളേഴ്സ് രണ്ട് പീസ് സാമ്പിൾ വെച്ചാണ്. ഇതൊക്കെ ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ് ഇവിടെ മാഡം. ലൈറ്റ് ഷെയ്ഡും ഉണ്ട്, ഡാർക്കും ഉണ്ട്.
അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതിലും ചെറിയ ചെറിയ സെൽഫ് ബൂട്ട വർക്ക് വന്നിട്ടുണ്ട്. ജോർജറ്റ്, നല്ല ടൈപ്പ് ജോർജറ്റ് മെറ്റീരിയൽ, സെൽഫ് ബൂട്ട വർക്കാണ് കേട്ടോ. നല്ല വെസ്റ്റേൺ ഡ്രസ്സൊക്കെ നമുക്ക് തയ്ക്കാനൊക്കെ പറ്റും. ഈ ടൈലേഴ്സ് പിന്നെ ഈ തയ്യക്കാർ കടേൻ്റെ ആൾക്കാർ ഇത് കൊണ്ടുപോയി അവർ ടൈലർ സെറ്റ് ചെയ്തിട്ട് അവർ തയ്ച്ച് വെക്കും. പല സൈസായിരിക്കും. ഞങ്ങൾ റെഡിമെയ്ഡ് വെക്കൂല, ഇത് മാത്രം റണ്ണിങ് മെറ്റീരിയൽസ് മാത്രമായിട്ടാണ് എടുക്കുക. അപ്പോൾ ഇത് 20 മീറ്ററിന് ഒരു 20 മീറ്റേഴ്സ് 20 മീറ്റർ. ഇത് മുറിച്ചൊന്നും ആരും എടുക്കില്ല കേട്ടോ. ഇപ്പോൾ വരുന്നവർക്ക് എല്ലാവർക്കും ഇത് ഫുള്ളായിട്ട് അങ്ങനെ ആവശ്യമുണ്ട്. കടയിലേക്കായാലും ശരി, ബുട്ടിക്ക് തയ്ക്കാൻ പറ്റിയിട്ടായാലും ശരി, അവർക്ക് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവർ വന്ന് അത് ഫുൾ ഇങ്ങനെ ബൾക്കായിട്ട് ബണ്ടലായിട്ട് തന്നെ കൊണ്ടുപോകും. ഇത് അടുത്ത വെറൈറ്റി. ഇതും ഒരു ജോർജറ്റിൽ ചെറിയൊരിങ്ങനെ റിബൺ, സാറ്റിൻ്റെ റിബനൊക്കെ പോയിട്ടുള്ള ഒരു വർക്ക് കേട്ടോ. നല്ല ഡിസൈനാണ്. ഒരു ടൈ ആൻഡ് ഡൈ പോലെയാണ് വരുന്നത്. അതിൽ കളർ ഓപ്ഷൻസ് ആണ് ഇതൊക്കെ വരുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വിചാരിച്ചതിനേക്കാളും അപ്പുറത്ത് പുറമേ കാണുമ്പോൾ നമുക്ക് കാണുന്ന കടയിൽ അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിനേക്കാളും ഇഷ്ടം പോലെ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിനും നമുക്ക് ഓർഗൻസയിൽ ഡിസൈനേഴ്സ് അത് കളേഴ്സും അതുപോലെ തന്നെ ത്രെഡ് വർക്ക്, സ്വീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ. ഇനി ഇതിൽ നോക്കുകയാണെങ്കിലും ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ വരുമ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു സ്വീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ നടുക്കിലൊക്കെ എന്താ സംഭവം? ഇത് 58 വീതി. അതിൽ ഈ പ്രിൻറ്റഡ്സ് ആണ്. ഇത് ഇപ്പോൾ ഈ ചിലർക്ക് ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് 58 വീതിയാണ്. മറ്റ് 44 ആണെങ്കിൽ സ്കേർട്ട് വേണമെങ്കിൽ അണ്ടർ സ്കേർട്ടില്ല, ഇവിടെ തൊട്ട് ഇവിടെ വരെ യൂസ് ചെയ്യാൻ പറ്റും. മറ്റേതാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പല വെറൈറ്റീസ് ആയിട്ട് വരും. അതിൽ ലെങ്ത് ഒക്കെ ഇങ്ങനെ മാറി നിൽക്കും. അപ്പൊ ഈ കാണുന്നത് മൊത്തം പോപ്കോൺ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. പോപ്കോൺ മെറ്റീരിയലിനാണ് ഇത്രയും വെറൈറ്റി കളക്ഷൻസ് വരുന്നത്. പോപ്കോൺ പല പേരുണ്ട്. അതെ. ചെക്ക് ഡിസൈൻ, ലൈൻ ഡിസൈൻ, ലെനിൻ ഡിസൈൻ, ഇതൊക്കെ കൂടുതൽ കോട്ട് സെറ്റ് ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ജോർജറ്റിൽ തന്നെ ലൈൻ ആയിട്ട് പോയിട്ടുള്ളത്. ഇതൊക്കെ സാരി ആയിട്ട് നമുക്ക് മുറിക്കാം, സാരിയായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം, ലെഹങ്കാസ് ആയിട്ട് നമുക്ക് തയ്ച്ചിടാം. എന്തൊക്കെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു തലയുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു വന്നാൽ അവർ 100% സക്സസ്ഫുൾ ആയിട്ട് പോകും, സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് പോകും. വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലി കൈയോട് ഇവിടുന്ന് പോവില്ല, എന്തായാലും പർച്ചേസ് ചെയ്യാണ്ട് ഇവിടുന്ന് പോവില്ല. അത്രയ്ക്കും ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നടക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ്, കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്വീക്വൻസ് വർക്ക് അല്ല, ലൈനൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ജോർജറ്റിൻ്റെ അതിൽ ചെറിയ റൗണ്ട് ആയിട്ടുള്ളത്, പോൾക്കാ ഡോട്ട്സ് വേണം, പ്രിൻറ്റ് വേണം, അങ്ങനെ കളികളാണ് മൊത്തം ഇരിക്കുന്നത്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ എന്താ അത് ഈ ഒരു മെറ്റീരിയൽ അടിപൊളിയാണ്. ഡബിൾ സൈഡ് ഷെയ്ഡ് വരുന്നത് അല്ലേ? ഡബിൾ കളർ ഇത് നെറ്റാണ് കേട്ടോ. നെറ്റിന്റെ മെറ്റീരിയലാണ്. ഒരു ലോ റേഞ്ചിൽ വരുന്നതായിട്ട് അല്ലേ? ലോ റേഞ്ചിൽ അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ അതിന്റെ കളേഴ്സാണ് വരുന്നത്. ഇഷ്ടംപോലെ കളേഴ്സുകളും ഉണ്ട്. എന്നുവെച്ചാൽ ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് കളേഴ്സ് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ അതിൻ്റെ തന്നെ നെറ്റിൽ തന്നെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കളേഴ്സാണ്. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിനോൺ ഫാബ്രിക്കിൽ തന്നെ, ചിനോൺ ഫാബ്രിക് ഭയങ്കര ട്രെൻഡാല്ലേ? നമുക്ക് ഒരു പീസും പെൻഡിങ് ഉണ്ടാവില്ല. ഇപ്പോൾ ചിനോൻ്റെ ഉണ്ടായ ചിനോൻ 3 റാക്ക് തീർന്നു. ഇത് എപ്പോഴും ഇപ്പോൾ ഗോഡൗണിൽ നിന്ന് അത് എടുത്ത് ഇവിടെ വന്ന് ഫില്ല് ചെയ്യണം. അതിൻ്റെ ഒരു താമസം മാത്രമല്ല. പക്ഷെ ഫുള്ള് നിറഞ്ഞ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ മിക്കത്. ഇതൊക്കെ ചിനോണിൽ പല കളേഴ്സിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ചിനോണിൽ തന്നെ നമുക്ക് തന്നെ ത്രെഡ് വർക്ക് ഉണ്ട്, സീക്വൻസ് വർക്ക് ഉണ്ട്. ഇതും നോക്കുകയാണെങ്കിൽ നമുക്ക് ചിനോണിൽ തന്നെയാണ് ചെറിയ വർക്കൊക്കെ പോയിട്ടുള്ളത് കണ്ടോ. ചിനോണിൽ ഇഷ്ടം പോലെ നമുക്ക് വെറൈറ്റീസ് കിട്ടും. പിന്നെ നമ്മുടെ കുബേര സിൽക്ക് സാരി, ഇത് റണ്ണിങ് നമ്മൾ മുകളിൽ നമ്മൾ കുബേര സിൽക്ക് കണ്ടു. ഇത് നമുക്ക് ബ്ലൗസ് പീസിന് മുറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പട്ട് പാവാട, അതിന് ടോപ്പായിട്ട് തയ്ക്കുക അല്ലെങ്കിൽ പാവാടയായിട്ട് തയ്ക്കുക. അങ്ങനെ അതിന്റെ നല്ല ഭംഗി ഫ്ലീറ്റ് ഒക്കെ ഇട്ടിട്ടേ നമുക്ക് നല്ല ഭംഗിയിലൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന പട്ട് പാവാടയൊക്കെയാണ്. നമുക്ക് പാവാടയായിട്ട് നല്ല കുഞ്ഞു കുട്ടികൾക്കൊക്കെ തയ്ക്കും. എന്തൊരു അതെ, നല്ല കളർ ഷെയ്ഡും നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെ. പിന്നെ അടിയിൽ നോക്കുകയാണെങ്കിൽ എന്താ ഫുള്ള് മെറ്റീരിയലാണ്. പക്ഷെ ഇത് ബുട്ടിക്സിലാണ് കൂടുതൽ പോണ ഐറ്റംസ് അല്ലേ? ഓക്കെ. ഇത് വേറെ സാധനം നമ്മൾ ചിനോന്റെ തന്നെ നമ്മൾ നേരത്തെ തന്നെ. ഇത് ചില ചിന്ന സീക്വൻസ് ഉണ്ടാവും. അപ്പോൾ സീക്വൻസ് ആണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ലെഹങ്ക അതിനൊക്കെ നല്ലതായിട്ട് പോകും. അതിൽ ഫുൾ കളേഴ്സ് വേണം ആൾക്കാർക്ക്. അപ്പോൾ കളേഴ്സും ഉണ്ട് ഇഷ്ടം പോലെ. ഇത് ഏത് മെറ്റീരിയലാണ് പറഞ്ഞത്? ഇതിൽ
ഓർഗൻസ തൊട്ട് നോക്കണം എന്നാലോ. ഇത് ശരിക്കും പറഞ്ഞാൽ അറിയില്ല, അത്രയ്ക്കും ബോർഡർലെസ്സിൽ വരുന്നത് കേട്ടോ. ഓർഗൻസിൽ ഇങ്ങനെ ലൈൻ സ്ട്രൈപ്പ് ആയിട്ട് പോയിട്ടുള്ളത് അതിൻ്റെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് കണ്ടതാവില്ല, ചിലപ്പോൾ നാളെ കാണാം. നാളെ ആകുമ്പോൾ ഇതിനേക്കാളും നല്ല ട്രെൻഡി ആയിട്ടുള്ള ഇഷ്ടം പോലെ നമുക്ക് മെറ്റീരിയൽസ് കാണാൻ പറ്റും. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഈ ഒരു ത്രെഡിൽ ആ സൈഡിലും ഉണ്ട്. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോവാം. അപ്പോൾ ഇപ്പുറത്തുനിന്ന് നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പോവാം. മാഡം ഇത് ഓർഗൻസ് അവിടെ പ്ലെയിൻ കണ്ട് ഇത് കുറച്ച് വർക്കുകളുണ്ട്. അടിയിൽ ദാമൻ, മേളിൽ ഇത് ചെറിയ ചെറിയ ബൂട്ട വർക്ക് ആയിട്ടുള്ളത്. കളേഴ്സ് ഇത്ര ഉണ്ട്. മേളിൽ വേറെ ഐറ്റം ഇത് ഈ പേസ്റ്റൽ കളേഴ്സിൻ്റെ ഒക്കെ വന്നെ. ഇതിൽ ഗോൾഡ് ഫ്ലവർ ഉണ്ടാവും. 3 ഡിസൈൻ വേറെ വേറെ ആയിരിക്കും. വേറെ ബോർഡർലെസ് ആയിട്ടുള്ളത് കേട്ടോ. ഇത് ഓർഗൻസയിൽ വരുന്നതാണ്. അതുപോലെ ഇതിൽ ഗോൾഡിൻ്റെ ഇങ്ങനെ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഒരു ഒറ്റ ബൾക്കായിട്ട് തന്നെ നമുക്ക് അങ്ങനെ എടുക്കണം അല്ലേ. ഇനി ഏത് സൈഡിലേക്ക് പോകണ്ടേ? ഇപ്പുറത്തേക്ക് ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം നമുക്ക്. കറക്റ്റ്. ഇത് ഫുൾ നമുക്ക് ഡിജിറ്റൽ പ്രിന്റിൽ സീക്വൻസ് വർക്കൊക്കെ വരുന്നത്. ഇതിൻ്റെ കളേഴ്സ് കണ്ടോ? ഇത് ഫുൾ ഇതിൻ്റെ പ്രിന്റുകളും കളേഴ്സാണ് വരുന്നത്. പേസ്റ്റൽ ഷെയ്ഡ് ഇത് ഇപ്പോൾ ഒരു ഡസ്കി ഷെയ്ഡായിട്ട് വരും നമുക്ക്. അതുപോലെ തന്നെ ഡാർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ളത് അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇനി ഇത് കേരള ബേസ്ഡ് ഐറ്റമാണ്. ഫാസ്റ്റസ്റ്റ് കേരളൻ്റെ ഏറ്റവും ഇപ്പോൾ ഈ ഓണം വരുന്ന കാരണം ഇത് ഇട്ടേക്കാണ്. ഓണം നോക്കിയത് വൺ സൈഡാണ്. വൺ സൈഡ് ഫുൾ ഇങ്ങനെ കളേഴ്സ് മഞ്ഞ വൺ സൈഡാണ് കേട്ടോ ത്രെഡിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഇത് യെല്ലോ ഷെയ്ഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീന് വരുന്നുണ്ട്. ഗ്രീനിൽ തന്നെ പലതരം ഗ്രീൻസും ഉണ്ട്. ഇതൊരു പിങ്ക് ഷെയ്ഡും. 4 ഷെയ്ഡിൻ്റെ ഗെറ്റപ്പ് കണ്ട. അതെ, ഇതിലിഷ്ടമുള്ളത് ഏത് വേണമെങ്കിൽ ഗെറ്റപ്പ് ആക്കാം നമുക്ക് പറഞ്ഞാൽ. ലെവൻഡർ, സോറി മാറിപ്പോയി. ലെവൻഡർ. ഇനി പീച്ച് വേണമെങ്കിൽ പീച്ച്, ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ, അതെ, പീച്ച് വേണമെങ്കിൽ പീച്ച്. അങ്ങനെ കളേഴ്സ് ഇഷ്ടംപോലെ കിട്ടും. ബേസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ക്രീം ഷെയ്ഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മുടെ ടൈഗർ ഇടുവാ. ടൈഗറിന് പണി കൊടുത്തില്ല എന്ന് വേണ്ട. ടൈഗർ ഇതറാ. മലയാളം പറയുമ്പോൾ അറിയില്ല അല്ലേ? ഷർമില നാണക്കര. ഇത് ഫുള്ള് ഈ റാക്ക് ഇതിലേക്ക് വെക്കിട്ടാ. അപ്പൊ നമുക്ക് അടുത്തേക്ക് കിടക്കാം. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് മുകളിൽ നോക്കുകയാണെങ്കിൽ ഫുൾ വരുന്ന കളക്ഷൻസ് കേട്ടോ. ഒക്കെ സീക്വൻസ് വർക്കിൽ വരുന്നുണ്ട്. ചെറിയ ത്രെഡ് വർക്കിലും സീക്വൻസ് വർക്കിലും. അങ്ങനെ ഹക്കോബ മുകളിലിരിക്കുന്നത് ഫുട്ബോൾ ഹക്കോബ കേട്ടോ. അതിന്റെ രണ്ട് പ്ലേറ്റിന്റെ തീർന്ന് ഒരു പ്ലേറ്റിലെല്ലാം ആക്കി വെച്ചതാണ്. ഓക്കെ. അങ്ങനെ ഇഷ്ടംപോലെ. ഇതൊക്കെ ഗൗൺസിനൊക്കെ നല്ല രസമായിരിക്കും. ഇതിട്ട് തയ്ച്ചിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി അടുത്തത് ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തും വരുന്നത് ഫുൾ ഇത് ഡീകോർ നെറ്റ് പറയും. ഡീകോർ ഇതിന് ഫേമസ് ആണ്. ഈ ഫാഷൻ നമ്മൾ ഈ മോഡലിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് യൂസ് ചെയ്യും കൂടുതൽ. പിന്നെ ഈ ബ്രൈഡൽസ് ഒക്കെ ഇല്ലേ, ഈ വൈറ്റിലൊക്കെ ഈ വൈറ്റ് ഇവിടെ ഉണ്ടാവും. ഈ വൈറ്റൊക്കെ ബ്രൈഡൽസ് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഈ കവർ പൊട്ടിച്ചാൽ പിന്നെ വൈറ്റ് അഴുക്കായി പോകും. അതാണ് കവർ വെക്കുന്നത്. ബ്രൈഡൽ ഗൗൺസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫാഷൻ മോഡലിംഗ് ആ ഒരു മേഖലയിലാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യേണ്ട കളേഴ്സിൽ ഇഷ്ടം പോലെ ഇതൊക്കെ ഫുൾ കളേഴ്സാണ് കേട്ടോ. അതിൽ ഇഷ്ടംപോലെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈഗർ വെച്ചോളൂ. ടൈഗറാണ് ഇപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യണത്. അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ബനാറസ് അല്ലേ? ഇത് ബനാറസിയാണ്. സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റണ്ണിങ് ആയിട്ട് പോകണം ഇപ്പം. ബനാറസി നമുക്ക് സാരി ആയിട്ട് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ മഞ്ഞ, പാവാട, ബ്ലൂ കളർ ഇനിയുണ്ടായി. ഇനി അത് എവിടെ നോക്കണം. കാരണം ഒക്കെ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇവിടുന്ന് അവിടുന്ന് ഇവിടെ ഇങ്ങനെ വലിച്ചു വാരി ഇടൂല. മെയിൻ ഇഷ്യൂ അതാണ്. ഒരെണ്ണം എടുത്തോടത്ത് അങ്ങനെ വെക്കില്ല, നോക്കൂല. അതൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. പിന്നെ ചിന്നോന്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ചിന്നോന്റെ വർക്ക് വേറെ ഉണ്ട്. ഇതൊക്കെ ചിന്നോണില് അല്ലേ? ഇത് ഫുൾ കണ്ട. ഇതൊക്കെ അതിന്റെ കളേഴ്സ്. ചിന്നോന്റെ ഫൈബ്രിക്കൊക്കെ എവിടെ കിട്ടുമെന്ന് ചോദിച്ച ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ ചിന്നോണില് ഇത് വരുന്നത്. ഇതൊക്കെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ്. ജിമിച്ചു പുറമെ പറയണത്, നമ്മൾ പറയുന്നത് ചിന്നോൺ ഫൈബ്രിക് എന്ന് പറയുന്നത്. ഫൈബ്രിക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതാണ് നെറ്റ് ബേസ്ഡ്, നെറ്റില് ഫുൾ ത്രെഡ് വർക്ക് വരുന്നത് അല്ലേ. ഇനിയിപ്പോ ഇപ്പുറത്തെ എവിടെയോ നമ്മൾ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡ് നമ്മൾ കവർ ചെയ്തു, ബാക്ക് സൈഡ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് പോയിട്ട് പിന്നെ അങ്ങോട്ട് പോവാം. ഇത് ഫുൾ സെയിം നമ്മൾ കണ്ടത് തന്നെയാണ്. ഇതും ചിന്നോണില് നമുക്ക് വർക്ക് വരും. ചിന്നോൺ ബേസ് ആയിരിക്കും, അതിൽ വർക്കുകൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരും കേട്ടോ. അതാണ് ചിന്നോന്റെ ഒരു ഇത് വരുന്നത്. എല്ലാ ടൈപ്പ് ഉണ്ട് അല്ലേ. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ എന്താ പറഞ്ഞത്, ഇത് ഫുൾക്കാരിയിൽ ഇത് ഡിഫറെന്റ് പ്രിന്റ്സ് ഉണ്ട്. ഇത് ഫുൾക്കാരിയിൽ വെറൈറ്റി ആയിട്ട് കിട്ടും നിങ്ങൾക്ക്. അങ്ങനത്തെ കളക്ഷൻസ്. അതുപോലെ ഇതൊക്കെ എന്താ വൈറ്റ് ബേസിൽ ഒരു പീസ് കാണിച്ചാൽ ഒരു പീസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം.
നമ്മൾ നേരത്തെ അവിടെ കണ്ടത് വലിയ ഫ്ലവറിന്റെ വർക്കിലായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് എലേര ഡിസൈൻസിൽ ഇങ്ങനെ ഒരു ഗോൾഡിന്റെ ഇത് പല ഡിസൈൻസ് വരുന്നതായിരിക്കും. അപ്പൊ ഫുൾ കളേഴ്സ് ഉണ്ട്. അപ്പൊ ടൈഗറിനെ വിളിക്കണം, ഇവിടെ വെച്ചോ, ടൈഗർ എടുത്ത് വെച്ചോളൂ. വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അപ്പൊ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് വെക്കണം അല്ലേ. കുറച്ചുകൂടി ഉണ്ട് ബാക്ക് സൈഡിൽ. അപ്പൊ അതും കൂടി നോക്കാം നമുക്ക്. വരും ബാക്ക് സൈഡിലത്തെ ഇതൊക്കെ ആൾക്കാർ എടുത്ത് കൊണ്ടുപോയിട്ടുള്ളതാ. അത് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇത് കുറേ ഓർഗൻസിൽ പ്രിന്റ് ഒക്കെ വരുന്ന വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഓ, ഇതൊക്കെ കസ്റ്റമർ ആരോ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതാ ഇത് ഹക്കോബയിൽ തന്നെ വരുന്നതാണ് കേട്ടോ. ഫുൾ ഹക്കോബയിൽ പല കളേഴ്സിൽ വരുന്നുണ്ട്, പല ഡിസൈൻസിലും വരുന്നുണ്ട്. എക്സ്ട്രാ സ്റ്റോക്ക് വരും. അപ്പോൾ അതും വെക്കും, ഇതും വെക്കും ഞങ്ങൾ. ഓക്കെ. പിന്നെ ഇതാണ് ഫർ ലൈനിങ്, ചീപ്പർ ആൻഡ് ഫാസ്റ്റസ്റ്റ് ഫോർ സാരി യൂസസ്. സാരിയിൽ ക്രിയേറ്റീവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡിസൈനർ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലത്തെ തന്നെ നമുക്ക് സാരീസ്. ഇത് വിചിത്രയിലാണ് വരുന്നത്. വിചിത്രയിൽ ഫുൾ ഇങ്ങനെ വെരി ഗുഡ്, കറക്റ്റ് ഡിസൈൻസ് ഒക്കെ പോയിട്ടുള്ളത്. കുറെ നാളായില്ലേ നമ്മളിത്. ഇപ്പോൾ വിചിത്രയിൽ തന്നെ നമുക്ക് പല കളേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ ഷിമ്മറി വേണമെങ്കിൽ, ഓ ഇത് നമ്മൾ ഇത് പറയില്ലേ ഷിമ്മറിയിൽ, ഇതും സാരീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക്. സാരീസ്, പാവാട, സൂപ്പർ സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. അതിൻ്റെ കളേഴ്സ് കേട്ടോ ഭയങ്കര ഇങ്ങനെ വീഴുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ചെക്ക് ലൈൻസ് ഇതുണ്ട്. ഓ, ഇതൊക്കെ നമുക്ക് സ്കേർട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. സ്കേർട്ട് പറയുമ്പോൾ കുഞ്ഞ ടീനേജ് പിള്ളേർക്ക് നമുക്ക് സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ചെക്കിൻ്റെ ഡിസൈൻസ് വരുന്നുണ്ട്. അതിൽ തന്നെ പ്രിന്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഇതൊക്കെ വരുമ്പോൾ പ്ലെയിനിൽ ജോർജറ്റിൽ നമുക്ക് മോർ ദാൻ 300 കളേഴ്സ് ഉണ്ടാവും സ്റ്റോക്കിൽ. പ്ലെയിനിൽ മാത്രം. ഇത് ബ്ലൂമിംഗ് ഉണ്ട്. ബ്ലൂമിംഗ് ആ സൈഡിൽ കാണിച്ചു തരാം. ഇത് എക്സ്ട്രാ സ്റ്റോക്ക് വരുമ്പോൾ ഞങ്ങൾ സൈഡിൽ മാറ്റി വെക്കും. ഓക്കെ. കാരണം റെയർ ആയിട്ട് പോകുന്ന കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കിയാൽ ഫുൾ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയണത്. ഇനി നമുക്ക് അടുത്തൊരു സൈഡിലേക്ക് പോവാം. അടുത്തൊരു സൈഡ് വരുമ്പോൾ നമുക്ക് ഈ അറ്റത്തുനിന്ന് പിടിക്കാം. ഈ അറ്റത്തുനിന്ന് പിടിക്കുമ്പോൾ നമുക്ക് കുറേ ഉണ്ടല്ലോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡ് എന്താ വരുന്നത് ഒന്ന് പറഞ്ഞേ. ഇതാണ് ഫാബ്രിക് നെറ്റിൽ. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇതിന് വേണ്ടി അടിയിൽ വരെ അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകാനായിട്ടും ഒരു ഐറ്റം പെൻഡിങ് ഉണ്ടാവില്ല. എപ്പോഴും സ്റ്റോക്കിംഗ് ഇങ്ങനെ മാറി വരും അല്ലേ. ട്രെൻഡ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, സെയിം ട്രെൻഡ് വരത്തില്ല. ഫാബ്രിക്കിന്റെ ഗുണം അങ്ങനെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് കണ്ടത് അവല് നമുക്ക് ഒരാഴ്ച കംപ്ലീറ്റ് അപ്പോഴേക്കും സാധനങ്ങൾ മാറി. ഡെഡ് സ്റ്റോക്ക് ഒരു പീസ് ഉണ്ടാവില്ല. അതെ. പിന്നെ ഇത് എന്താ പറയാ, എടുത്ത് വെക്കാനും ഇറക്കാനും. അവിടെ ഡിസൈൻ കണ്ടില്ലേ മറ്റേ വിചിത്ര ഫർ, അതിന്റെ ഡിസൈൻ വേറെ പാർട്ട് 2 ഡിസൈനിൽ ഇത്രയും കളേഴ്സ്. ഇത് ഫുൾ അല്ലേ, ഇത് ഫുൾ വിചിത്രയില് കേട്ടോ. ഫുൾ വിചിത്രയില് പല കളേഴ്സിൽ അതിന്റെ ഡിസൈൻസ് മാറും. ഉള്ളിൽ വരുന്ന ആ ഒരു വർക്കും ഡിസൈൻസും ആണ് സാരിക്ക് മെയിൻ ആയിട്ട് കൂടുതൽ പോകുന്നത്. അത് പിന്നെ ലാവൻഡർ ഷെയ്ഡ്, ലാവൻഡറിൽ ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. ഫുൾ ടൈം ലാവൻഡറിൽ കസ്റ്റമർ ലാവൻഡർ വേണ്ടി നല്ല എന്താ ക്രേസാണ്. അതെ. ഇത് നെറ്റിലാണ് കേട്ടോ വർക്ക് വരുന്നത്. ഇനിയിപ്പോൾ അത് വൈറ്റിൽ വേണമെങ്കിൽ വൈറ്റിലും. അതുപോലെ ഇത് ചീപ്പറാണ്, നെറ്റിൽ ഫാസ്റ്റസ്റ്റ് സെയിലിംഗ് ഐറ്റമാണ്. ഇതിനകത്ത് ഒരു ഐറ്റം പോലും സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ എത്ര റാക്ക് കിട്ടാലും കുറവായിരിക്കും, അത്രയും ഫാസ്റ്റ് പോകും. ഇതൊക്കെ ലെങ്ത് ഒക്കെ എത്ര വരും? ഇത് 44 വീതിയാണ്. ഇത് 20 മീറ്റർ ഉണ്ടാവും. പക്ഷേ 97 ഫോൾഡ് ആയിരിക്കും. ഓക്കെ. ഇതും നെറ്റിൽ തന്നെ ഇതിന്റെ സെയിം അതിന്റെ ബ്രാഞ്ചസ് ആണ്. അതെ, അതിൽ ഓരോരോ വ്യത്യാസമായിട്ട് വരുന്ന ഇത് മൊബൈലിൽ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. അതൊന്നും ഊരി വെച്ചോട്ടെ, ആരുടെയാണെന്ന് അറിയില്ല. സ്റ്റാഫുമാര് ചാർജിന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ഫുൾ നെറ്റിന്റെ കളക്ഷൻസ് ആണ് വന്നത്. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേച്ചി ഇവിടുത്തെ ഏരിയയിലത്തെ സ്റ്റാഫുമാരെല്ലാരും ഒന്ന് എനിക്ക് നിന്നൊന്ന് കാണട്ടെ. അങ്ങോട്ട് നിമ്മി ചേച്ചി ചേച്ചിമാരെല്ലാം ചേച്ചിമാരും. ഈ ജയ ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ ചേച്ചിയില്ലേ? എല്ലാം രണ്ടും മെയിൻ ചേച്ചിമാര്. സീനിയർ സ്റ്റാഫ് നമ്മുടെ ചേച്ചിയാണ്. ഇതാണ് സീനിയർ, അത് കണ്ടാലും മനസ്സിലാവൂലേ. അങ്ങനെ ചേച്ചി ഇവിടുത്തെ ഈ ഏരിയയിൽ എന്താ കിട്ടണത്, ഇതിനെ കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞു ജയ ചേച്ചി. എല്ലാ ഐറ്റവും ഉണ്ട്. കോട്ടൺ പ്രിന്റ് ഉണ്ട്. കോട്ടൺ പ്രിന്റിന്റെ പല മോഡലുകളും പല റേറ്റിലും കൂടിയതും കുറഞ്ഞതും ഉണ്ട്. പിന്നെ ഓർഗൻസ പ്ലെയിൻ ഉണ്ട്, ഓർഗൻസ പ്രിന്റ് ഉണ്ട്, സിൽക്കി ജോർജറ്റ് ഉണ്ട്, ജോർജറ്റ് സാധാ ഉണ്ട്, ബ്ലൂമിങ്ങിൻ്റെ ഉണ്ട്. പിന്നെ ഓർഗൻസ് തന്നെ വർക്ക് വരുന്നതുണ്ട്. വിചിത്ര സിൽക്ക് ഉണ്ട്. വിചിത്ര സിൽക്കിന് തന്നെ 2-3 മോഡലുകളുണ്ട്.
അതിൻ്റെ തന്നെ പ്രിന്റ് വരുന്നുണ്ട്, വർക്ക് വരുന്നുണ്ട്. പറഞ്ഞാലും തീരില്ല അല്ലേ? അതില്ല. അപ്പൊ ചേച്ചി നിർത്താം, അതായിരിക്കും നല്ലത്. കുറച്ച് സീനിയർ ആണ്, എക്സ്പീരിയൻസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ സ്റ്റാഫ്മാരൊക്കെയാണ് കൂടുതലും നമ്മുടെ ചേച്ചി, സ്വന്തം ചേച്ചിയെ പോലെ കണ്ടിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഒക്കെ പറഞ്ഞാൽ മതി. ഇനി ഈ ചേച്ചീനെ കുറിച്ച് പറയാം. ചേച്ചി പറഞ്ഞതൊക്കെ തന്നെ. ചേച്ചി പറഞ്ഞതൊക്കെ തന്നെ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അന്നേരം പേരെങ്കിലും പറയാലോ. പേര് സെയിം ആവില്ല, പേര് സെയിം ആവില്ലല്ലോ, ബാക്കിയുള്ളതൊക്കെ സെയിം ആയിരിക്കും. പിന്നെ എല്ലാം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൾക്കാരാണ് ഇവരൊക്കെ അല്ലേ? ഭയങ്കര ഡേ ടു നൈറ്റ് ഇവരത്ര ഹാർഡ് വർക്കിംഗ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു കടയുടെ പ്രത്യേകത എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ഫീലിംഗ് കിട്ടിയത്, നോർമൽ നമ്മൾ കടയിലേക്കൊക്കെ പോകുമ്പോൾ സ്റ്റാഫ്മാർ അവരുടെ ടൈം അനുസരിച്ചിട്ട് അവർ പോവും, അവരുടെ കാര്യങ്ങൾ അവരുടെ ഇത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു ഫാമിലി എന്നുള്ള രീതിയിലാണ്. ആ ഒരു കാര്യം പറയാനുള്ള ഒരു തെളിവും കൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് ഓർഡർ. ഞാനിവിടെ ഇവിടെ മെറ്റീരിയൽസ് മൊത്തം നിലത്ത് അതിൻ്റെ ഇടയ്ക്കൂടെയാണ് നടക്കണം. കണ്ടോ, ഇത് ഫുള്ള് ഇനി റാക്കിലേക്ക് കയറ്റാനുള്ളതപ്പാ. ഇവിടെ അമ്മയുണ്ട്. ഈ അമ്മ ഇവിടുത്തെ സ്റ്റാഫ് അല്ല, ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അമ്മായിമ്മയാണ് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ നമ്മുടെ മോഹൻസിൻ്റെ മോഹൻ ടെക്സ്റ്റൈൽസിലത്തെ തരുണിനെ സ്വന്തം മോനെ പോലെ കണ്ടിട്ട് ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് അമ്മ ഇവിടെ വന്നതാണ് അല്ലേ? അതെ, അല്ലാണ്ട് ഒരു കസ്റ്റമറോ ഒന്നല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ പോലെ തന്നെയാണ് എല്ലാവരും. അപ്പോൾ ഈ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ വൈഫിനെയും കൂടി കാണണ്ടേ? വൈഫ് ഇത്തിരി സുന്ദരി ആയതുകൊണ്ടേ ഇത്തിരി ആരെങ്കിലും പ്രപ്പോസ് ചെയ്ത് പോയാലോ ഒന്ന് പേടിച്ചാണെങ്കിലും ആണ്. വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ടിട്ടാണ് ഞാൻ മുഖം കാണിക്കാൻ ഇത്തിരി മടി. അതാണോ? ഇവിടുത്തെ സ്റ്റാഫുകളല്ലേ കൂടുതലും വരേണ്ടത്. അതെ, കണ്ടോ. പക്ഷെ ഇവിടുത്തെ സ്റ്റാഫ് അല്ല, മനസ്സിൽ ഹാർഡ് വർക്കിംഗ് കൂളാണ്. അതാണ് പുള്ളി വന്നത്. പുള്ളി ഗിഫ്റ്റ് അന്ന് പെയിന്റ്. ആ പെയിന്റ് ഞാൻ താഴ്ത്തു പോകുമ്പോ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആള് സ്വയം വരച്ച് ലക്ഷ്മിയുടെ ഒരു ഗജലക്ഷ്മിയാണത്. ഫുൾ നല്ല എന്ത് രസമാണെന്ന് അറിയാതെ ഫസ്റ്റ് ആ ഒരു പറ്റുന്ന വെച്ചാൽ ഞാൻ ഈ വീഡിയോയില് ഗിഫ്റ്റ് കൊടുക്കുന്ന ഭാഗമൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ തരുൺ, പേരൊക്കെ മറന്നു. ആളുടെ ഗിഫ്റ്റ് കൊടുക്കണ ഭാഗം ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ ഒരു മോനുള്ളൂ, ഇതൊരാളേ ഉള്ളൂ, ഒരു മോനാണ്. കണ്ടാ പറയില്ല കേട്ടോ, ഒരാളുള്ളൂ. നീ എത്രയല്ല പഠിക്കണടാ? 9-ലാ? നീയാ 9-ലാ? ഒന്നും കഴിക്കാൻ തരുന്നില്ലേ? ഒന്നും കഴിക്കാൻ തരുന്നില്ല അമ്മ? അതിനെങ്ങനെയാ അമ്മേനെ പോലെ ഇനി മോനും അമ്മേനെ നോക്കിയേ ഇങ്ങോട്ട്. അമ്മയും മോനും ഒരുപോലെ. പിന്നെ നിങ്ങളുടെ ഇവിടുത്തെ മെയിൻ സ്റ്റാഫ് എവിടെ? നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡ് എവിടെയോ ഒക്കെ ഉണ്ട്, പണിയാണ്, വിളിച്ചിട്ട് കേൾക്കണില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് ആരും ഇവിടുത്തെ സ്റ്റാഫ് അല്ല, ഇവിടുത്തെ സ്റ്റാഫിന്റെ വൈഫ്, അമ്മ, മോൻ, ഇവരെല്ലാരും നമ്മൾ ഈ കട നമ്മുടെ സ്വന്തം കട എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടാണ് ഇവരെല്ലാരും ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് വരുന്നത്. വർക്കല്ല, ജസ്റ്റ് ഒരു ഹെൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ അമ്മ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കാണ് കാര്യങ്ങളൊക്കെ. അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ കടയും കാര്യങ്ങളൊക്കെ? ഇഷ്ടമായില്ലേ? ഇവിടെ അടുത്താണോ താമസം? വൈപ്പിലാണ്. അപ്പൊ അത്യാവശ്യം കുറച്ചുള്ളൂ ദൂരം. കുറച്ചുള്ളൂ, രാത്രി പോയാൽ മതി. അച്ഛൻ വീട്ടിലുണ്ടെന്ന് അച്ഛൻ നോക്കിയിരിക്കുന്നു ഈ പ്രായത്തിലും അല്ലെങ്കിൽ വിഷമമാവുന്നത്. അപ്പൊ ശരി, താങ്ക് യു കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത കളക്ഷൻസിലേക്ക് നോക്കിയാലോ? അപ്പൊ ഈ മൈക്ക് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇത്ര നേരം നമുക്ക് സപ്പോർട്ട് ചെയ്ത ഓണറാണ് ഇത്ര നേരം നമുക്ക് വേണ്ടി കൂടെ നിന്നത്. ഇനി നമുക്ക് ചേച്ചി ഇങ്ങോട്ട് വാ. അപ്പൊ ചേച്ചി അവിടുത്തെ സെക്ഷനൊക്കെ മൊത്തം ഞാൻ ആളെ കൊണ്ട് പറയിപ്പിച്ചു. ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞത് എങ്ങനെയാ എന്താന്നുള്ളത്. ഇത് കോട്ടൺ ആണ്, ബോട്ടത്തിന് പോകുന്നുണ്ട്, ടോപ്പിന് പോകുന്നുണ്ട്. ഇതിന്റെ കൂടെ പ്രിന്റ് അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ കോട്ടന്റെ ഒന്ന് കളക്ഷൻസ് ഒന്ന് കാണിച്ചു കൊടുത്താൽ. റേറ്റും കുറവാണ്, അധികം റേറ്റ് ഒന്നും ഇല്ല. കോട്ടൺ ബോട്ടംസിന് കൂടുതൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ വെറൈറ്റി. അപ്പൊ ഇത് വരുമ്പോ ജോർജറ്റാ? ഇത് വരുമ്പോഴത്തേക്ക് ബ്ലൂമിങ് ജോർജറ്റ്. ടോപ്പിനും ഫ്രോക്ക് അടിക്കാനും സ്കേർട്ട് അടിക്കാനൊക്കെ നല്ലതാണ്. സാരിക്കും പോകുന്നുണ്ട്, അതായത് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹെവി ബ്ലൗസ് ഉള്ള ബ്ലൗസും ഹെവി ബ്ലൗസും ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ നല്ല ഡിസൈനർ ഇതൊക്കെ ചെയ്തിട്ട് ബ്ലൗസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ പ്ലെയിൻ ആണല്ല, പ്ലെയിനി വർക്ക് ബ്ലൗസ് ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ ബ്ലൗസും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതെ, വർക്കും ഉണ്ട്, നെറ്റിലും ഉണ്ട്, ജക്കാർഡ് ഉണ്ട്, കോട്ടൺ ജക്കാർഡ് ഉണ്ട്. ഈ പ്രിന്റ് എടുത്താൽ പ്രിന്റ് ആണെങ്കിൽ ബ്ലൗസ് കോട്ടൺ പ്രിന്റ് ബ്ലൗസിനും കൊടുക്കാം, ടോപ്പിനും കൊടുക്കാം. ടോപ്പിനും എങ്ങനെ വേണമെങ്കിലും പ്രിന്റുകളാണല്ലോ, കലംകാരി ഉണ്ട്, പലതരം പ്രിന്റുകൾ വരുന്നുണ്ടല്ലേ. അപ്പൊ ഈ പ്രിന്റുകൾ ഒന്ന് ഓടിപ്പിച്ച് നോക്കി. ഇത് ഫുൾ അജറക് പ്രിന്റുകൾ. അജറക് പ്രിന്റുകൾ അത്
ഫുൾ കോട്ടണിലാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ കലംകാരിയുടെ വരുമ്പോൾ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ, അതായത് ഫുൾ കോട്ടണിൽ വരുന്നത്. കോട്ടണിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അതെ. ഇതേതാ ക്രേപ്പാ? ഇല്ല, ക്രേപ്പ് അവിടെ. ഇത് സാറ്റൻ. ഓക്കെ. ഗൗൺ അടിക്കാനും ലൈനിങ്ങിനും കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട്. ഇതെല്ലാം സാറ്റൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല തിളക്കമുള്ള ടൈപ്പ്. നെറ്റിന് ലൈനിങ് ഇടാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നല്ല ടൈപ്പ് സാറ്റനാ വരുന്നത്. അപ്പൊ ഇത് പറഞ്ഞില്ലല്ലോ ചേച്ചി. ഇതാകുമ്പോൾ നെറ്റില് ഇതാണ് ഗ്ലിറ്ററിങ് വരുന്നതാണ്. ഇത് നെറ്റിൽ ഇങ്ങനെ ഗ്ലിറ്ററിംഗ് ടൈപ്പ്. സ്കേർട്ട് അടിക്കാം, കുട്ടികളുടെ ഫ്രോക്ക് അടിക്കാം, ഫുൾ ഗൗൺ അടിക്കാനും നല്ലതാണ്. റേറ്റ് കുറവാണ്. റേറ്റ് കുറവാണ്. എല്ലാത്തിലും റേറ്റ് കുറവാണ് ഇവിടെ. പുറത്ത് നിന്ന് കസ്റ്റമർ നമ്മളോട് പറയാറുണ്ട് ഇവിടെയാണ് ഏറ്റവും കുറവ് റേറ്റ് എന്ന്. പോരെ, ഇതിനപ്പുറത്ത് എന്താ കസ്റ്റമർ അതാണ് ഏറ്റവും വലുത്. അതെ. ഇത് ഫുൾ അപ്പൊ സാറ്റിനാണ്. നമുക്ക് നല്ല സാറ്റൻ കേട്ടോ. നമുക്ക് ലൈനിങ് ആയിട്ടും ഉപയോഗിക്കാം, അല്ലാത്തത് ഗൗൺ അടിക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. സാറ്റന്റെ കളേഴ്സും ഉണ്ടല്ലോ, എല്ലാതും ഫുൾ കളേഴ്സ് ഉണ്ട്. പിന്നെ നേരത്തെ കോട്ടണിൽ പ്രിന്റ് പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ കലംകാരി വെച്ചിട്ടാണ് നോക്കിയത്. ഇത് വരുമ്പോൾ നമുക്ക് ജയ്പൂരി കോട്ടൺ. ഇത് നോക്കിയാൽ ജയ്പൂരി കോട്ടണിൽ ഇത് ഫുള്ള് നമുക്ക് കുർത്തീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് ഫുള്ള് നമുക്ക് കോട്ടന്റെ വരുന്ന കളക്ഷൻസ് ആണ്. ഇത്രയും പ്രിന്റ്സുകൾ വരുന്നുണ്ട്. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്ക് വിചിത്ര സിൽക്ക് പ്ലെയിനില് ഇതൊക്കെ എങ്ങനെയല്ല വീതിയും ഇതൊക്കെ വരുമ്പോ 44 ഒക്കെ 44 ആണ്. സാരിയുടെ സെയിം ആ ഒരു ഇതാ വരുന്നത്. സാരിക്കും ടോപ്പ് അടിക്കാനും സ്കേർട്ട് അടിക്കാനും എന്ത് വേണമെങ്കിലും അടിക്കാം. നമുക്ക് അറിയാൻ പറ്റുന്ന എന്തൊക്കെയാണ്. ഇതിന്റെ റേറ്റ് കുറഞ്ഞുണ്ട്. ഇതിന്റെ ബ്ലൂമിങ് നമുക്കുണ്ട്. റേറ്റ് കുറവാന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് റേറ്റ് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് റേറ്റ് കുറവാണ്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോ തന്നെ നമുക്ക് ഏകദേശം റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ലേ. അവര് തന്നെ നമ്മളോട് പറയാറുണ്ടല്ലോ മോഹൻസിൽ റേറ്റ് കുറവാണെന്നുള്ള കാര്യം നമ്മളോട് കസ്റ്റമർ പറയാറുണ്ട്. പുറത്തെ അപേക്ഷിച്ച് നമ്മുടെ ഇവിടെ റേറ്റ് കുറവാണ്. ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഇല്ല. അപ്പൊ ഇത് ഫുൾ കണ്ടോ വിചിത്രയുടെ കളേഴ്സ് കേട്ടോ. ഫുൾ വിചിത്രയില് സാരി നമുക്ക് ഇനിയും കേറാനുണ്ട് കേട്ടോ. ഇതിന്റെ കളേഴ്സ് കേറാനുണ്ട്. ഇനിയും റാക്ക് ഒരു ഗ്യാപ്പ് പോലും ഞങ്ങൾ വിടണില്ല. ഉള്ള ഗ്യാപ്പ് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഗൗൺ സാറ്റൻ തന്നെ, അതിന്റെ കുറച്ച് കൂടിയത് നമ്മൾ അവിടെ കണ്ടതിന് കുറച്ചുകൂടി കൂടിയത്. നമുക്കൊരു നല്ല കളറൊന്നും എടുത്ത് കാണിക്കാം. ഇത് കുറച്ച് നല്ല ഇത് പൊളിക്കേണ്ടി വരുമല്ലോ. ഇതാണ് ഇവിടെ വരുമ്പോഴത്തെ പ്രശ്നം. ഇത് ഫുള്ളിങ്ങനെ തുറക്കണ്ടേ. ഇതാ കുറച്ച് കൂടിയ ടൈപ്പ് അതിലും കുറച്ചുകൂടി കട്ടിയുണ്ട്. ഗൗണിന് നല്ലതായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ലോ റേഞ്ചിലുണ്ട്, കുറച്ചുകൂടി നല്ല റേഞ്ച് വേണമെന്ന് വെച്ചാൽ ഇതിന്റെ കൂടിയതുണ്ട്. ഇതിന്റെ കൂടിയത് 58 വീതിയുണ്ട്. ഓക്കെ. ഇത് 44 ആണ്. ആ വീതി വരുമ്പോഴാണ് കൂടിയത് പറയുന്നത്. അതിന്റെ ക്വാളിറ്റിക്ക് സെയിം ആയിരിക്കും ചിലപ്പോ വരുന്നത്. ഇത് പിന്നെ നമുക്ക് എടുത്തേക്കാം. ഇതൊക്കെ ഫുൾ സാറ്റൻ. ഇതൊക്കെ ഫുൾ കളേഴ്സ് ആണ്. ഇതിന്റെ കളേഴ്സിനും കയറാനുണ്ട്. ബണ്ടിൽ പൊട്ടിക്കാനുണ്ട്. പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇനി ഇതെന്താ വരുന്നത്? ഇതാകുമ്പോ ഇതും കോട്ടൺ തന്നെ. കോട്ടൺ തന്നെ പ്രിന്റുകൾ വരുന്നത്. നമുക്ക് കുർത്തീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ പ്രിന്റ് അതിൽ കാന്ത പ്രിന്റിൽ വരുന്നുണ്ട്. ജയ്പൂരി കളക്ഷൻസിൽ വരുന്നുണ്ട്. പ്രിന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. താഴെ കാണുന്നത് ഇതിന്റെ ഇച്ചിരി കുറഞ്ഞത്, അതായത് സിന്തറ്റിക് കോട്ടൺ. ഓക്കെ. മുകളിൽ കണ്ടത് നമുക്ക് പ്യൂർ കോട്ടൺ 60 ഇത് വരുമ്പോൾ നമുക്ക് ഇത്തിരി കുറഞ്ഞ ടൈപ്പ് നമുക്ക് 40-60 എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ സിന്തറ്റിക് കോട്ടൺ എന്നൊക്കെ പറയില്ല. ആ ഒരു വീതിയെല്ലാം സെയിം തന്നെ. ഓക്കെ. ഇനി ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ഇത് ക്രേപ്പ് പ്രിന്റ് എന്ന് പറയും. അത് അവിടെ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് സെറ്റ് ആക്കാനുണ്ട്. ഇതൊക്കെ ഫുൾ ഇനി റാക്കിലേക്ക് കയറാനുള്ളതാണ്. ഇത് നമ്മുടെ കുറഞ്ഞ റേഞ്ചിന്റെ തന്നെ. ക്രേപ്പില് നമുക്ക് കുർത്തീസ് ഒക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതിന്റെ ഒക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ റാക്കിലേക്ക് ഇതൊക്കെ ഇനി സെറ്റ് ചെയ്യാനുള്ളതാണ്. ഈ റാക്കൊക്കെ കാലിയായിട്ടുള്ളത് ഫുൾ ഇങ്ങനെ നിറയാനുള്ളതാണ്. അതുപോലെ ഇത് ഫുൾ ക്രേപ്പിന്റെ ഇത്രയും പ്രിന്റ്സുകളാണ് വരുന്നത് അല്ലേ ചേച്ചി? ഇതൊക്കെ ഫുള്ള് നമുക്ക് നല്ല നല്ല കുർത്തീസ് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. വെറൈറ്റി കുർത്തീസ്. എന്നാൽ അധികം റേറ്റും ഇല്ല. വാഷ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിന്റെ വരുന്നത് ക്രേപ്പിന്റെ പ്രിന്റ്. ഒന്നുകൂടി പറഞ്ഞേ. ഏറ്റവും കുറഞ്ഞ ക്രേപ്പിന്റെ പ്രിന്റുകൾ കേട്ടാ 44 വീതി തന്നെ. അതെ. അത് കൂടാണ്ട് ഇത് വരുമ്പോ നമുക്ക് ഇക്കത്തിന്റെ പ്രിന്റില് നമുക്ക് ഹാൻഡ്ലൂം പോലെ ഫീൽ ചെയ്യുന്ന ഹാൻഡ്ലൂം പോലെ ഫീൽ ചെയ്യുന്ന കോട്ടന്റെ നല്ല നല്ല ഇക്കത്തിന്റെ പ്രിന്റ്സുകളാണ് കേട്ടോ. കാരണം ഒന്നും ഓടിപ്പിക്കാൻ മുകളിൽ നിന്ന് നമുക്ക് ഇതൊക്കെ വീതിയൊക്കെ എങ്ങനെയാ വരുന്നത്? 44 സെയിം തന്നെയല്ലേ?
സെയിം തന്നെ പറഞ്ഞല്ലോ. അതിന് പല പല പ്രിന്റ്സിൽ ഇക്കത്തിൽ തന്നെ എന്തോരം പ്രിന്റ്സുകളല്ലേ. അതും ഒക്കെ കോട്ടന്റെ. ഇതിന്റെയും കുറച്ചും കൂടി കയറാനുണ്ട്. ഒക്കെ നമുക്ക് റാക്ക് കാലിയാവുന്ന വെച്ചാൽ കസ്റ്റമേഴ്സ് വരാ എടുത്തിട്ടാ പോവാ, ഇതൊക്കെയാണ്. ഈ സൈഡ് മൊത്തം ഞങ്ങൾ കണ്ടതാണ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡും കൂടി കവർ ചെയ്യാണ്ട് നമുക്ക് ഈ ഒരു സൈഡ് ഇനി ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് ഫുൾക്കാരി പ്രിന്റ്. അതില് ത്രെഡ് വർക്കും വരുന്നുണ്ട്, ഹക്കോബ വർക്ക് വരുന്നുണ്ട്. ഇതാകുമ്പോ ഓർഗൻസയില് പെയിന്റ് ബ്രഷ് പെയിന്റ്. അതെ, ഓർഗൻസിൽ അതൊക്കെ നിവർത്തി ഇങ്ങനെ കാണിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ബ്രഷ് പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതില് ബ്രഷ് പെയിന്റ് പലതരം നമുക്ക് കിട്ടും കേട്ടോ. അതിന്റെ ലൈറ്റും ഡാർക്ക് ബ്ലാക്കും വൈറ്റില് പ്രിന്റ് വന്നേക്കണത്. ഓക്കെ, ഇത് ആകുമ്പോ ബ്ലാക്ക് വരുന്നത്, ഇതാകുമ്പോ അടിയിൽ വരുമ്പോ നമുക്ക് വൈറ്റിലാണ് കേട്ടോ ഈ ഫുള്ള്. ഇതിൽ ഗോൾഡൻ വരുന്നുണ്ട്. ഇതിൽ ഗോൾഡന്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ജോർജറ്റില് ലൈൻസ് വരുന്നത്, സിൽവർ ലൈൻസ് വരുന്നത്. സിൽവർ ലൈൻസ് അല്ലേ, ജോർജറ്റിലെടുത്ത കളേഴ്സ് ഉണ്ട് കേട്ടോ. കളേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. പിന്നെ റാക്കിൽ കുറൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഉണ്ടോ ഈ ബാക്കിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ചേച്ചിയുടെ കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് ഇതൊക്കെ ഫുൾ ഇങ്ങനെ വിചിത്രയുടെ വർക്ക് വരുന്നത്. ഇതില്ലേ, ഇത് അതിന്റെ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ ഇനി ഇതിൽ കയറ്റാനുള്ളതാണ്. ആ കാണുന്ന ഗ്രീൻ ഒക്കെ ഇതിലേക്ക് കയറ്റാനുള്ളത്. വിചിത്രയിൽ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ്. പിന്നെ വരുന്നത് നമുക്ക് കോട്ടണിൽ, കോട്ടൺ ആണ് ഇത് ഫുൾ കോട്ടണിൽ പലതരം പ്രിന്റ്സുകളാണ്. അപ്പൊ ബോട്ടമിന് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവില്ല അല്ലെ. ഇത് മിക്സ് ആൻഡ് മാച്ച്. ഇത് ടോപ്പ് വരുമ്പോ ഇത് ബോട്ടം. അതെ, ഇത് ടോപ്പ് വരുമ്പോ ഇത് ബോട്ടം. അങ്ങനെയാണ് ഇപ്പൊ ഇതിലും അങ്ങനെ തന്നെ വരുന്നത്. ഇത് ടോപ്പ് ആണെങ്കിൽ ഇത് ബോട്ടം, ഇത് ടോപ്പ് ആണെങ്കിൽ ബോട്ടം. അങ്ങനെ മിക്സ് മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് ടോപ്പ് ബോട്ടം ഫുൾ റോൾ ആയിട്ട് എടുക്കാൻ പറ്റിയത്. ഇതും അങ്ങനെ തന്നെയാ. ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇതിന്റെ അപ്പൊ ബോട്ടം ടോപ്പ് അങ്ങനെ മാച്ചിങ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇത് കൂടാണ്ട് ഈ ഒരു സംഭവം എന്താ, ഇതാകുമ്പോ ഫുൾക്കാരിയിൽ വർക്ക് വരുന്നത്. അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. ഇത് പ്ലെയിനിൽ ഇങ്ങനെ ത്രെഡ് വർക്കുകൾ അല്ലെ. അതിന്റെ തന്നെ നമുക്ക് ഡിജിറ്റൽ പ്രിന്റിന്റെ വരുന്നത്. അത് ലിനനും പ്രിന്റ് വർക്കും രണ്ടുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി ഇത് ഓർഗൻസില് ഡിജിറ്റൽ പ്രിന്റ്. ഇത് പ്രിന്റുകൾ വേറെ കുറെ ഉണ്ട് അല്ലേ. അതെ, അതില് ചെറിയ ചെറിയ ഷിമ്മറി ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. ലൈൻസ് ഇല്ലാത്തതും ഉണ്ട്, ഇല്ലാത്തതുണ്ട്, ഉള്ളതുമുണ്ട്. അതിന്റെ മുകളിൽ ഓർഗൻസില് വർക്ക് വരുന്നത്. വൈറ്റ് ബേസിൽ അതിൽ വലിയ വലിയ ഫ്ലോറൽ പ്രിന്റുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ നിലത്തിരിക്കുന്ന സംഭവം ഇതെല്ലാം നെറ്റില് ഹെവി വർക്കും സൈഡില് സ്കാലപ്പ് വരുന്നത്. ഓക്കെ, ഇത് സ്കാലപ്പ് വർക്ക് സൈഡ് പോർഷനിൽ പോണത് ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നിലത്തിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് സെറ്റ് ആക്കാനുള്ളതാണ്. ഓർഗൻസ പ്ലെയിന് ഇത് റാക്കിലേക്ക് കയറ്റാനുള്ളതാണ്. ഓക്കെ, അപ്പൊ റാക്കിലേക്ക് കയറ്റാനുള്ള സംഭവമാണ് ഈ കാണുന്നത്. ഇത് കൂടാണ്ട് ഇനി ഇവിടെ നല്ല സംഭവം ഇരിക്കണ്ടല്ലോ. ഇതൊക്കെ എന്താ, ഇത് കോട്ടണില് പ്രിന്റ് വരുന്നതാണ്. കോട്ടണിലാണ് ഇത്. ഇത് കവറിന്റെ ഉള്ളിലിട്ട് കാരണം മനസ്സിലാവില്ല എന്ത് തുണിയാന്നുള്ളത്. അത് മുകളിൽ വരുന്നത് നമുക്ക് ക്യാപ്സൂൾ പ്രിന്റ് അല്ലേ. അതെ, ഇത് ക്യാപ്സൂളിൽ ഇത് ബോട്ടം ടോപ്പ് അങ്ങനെയായിരിക്കും. അത് ലിനനിൽ തന്നെ വരുന്നത്. ബോട്ടം ടോപ്പ് അങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച്. ഇതും അത് തന്നെ കേട്ടോ. ടോപ്പും ബോട്ടം അങ്ങനെ, ടോപ്പ് ബോട്ടം അങ്ങനെ വരുന്നതാണ്. ഫുൾ ലിനനിൽ ഇങ്ങനെ ക്യാപ്സൂൾ പ്രിന്റ്, പിന്നെ അതിൽ ഫോയിൽ പ്രിന്റ് ഇതൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അതെ, പിന്നെ ഷിമ്മറി പ്ലെയിനില് കണ്ടോ, അത് ചെറിയ ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഇത് സിൽക്കി ജോർജറ്റ് അതിന്റെ കളേഴ്സ് എല്ലാം ഇതിന്റെ ഡാർക്ക് ഷെയ്ഡ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇത്ര അധികം കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് ഒരു ബാങ്ക് കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. ഒന്ന് ഇതുപോലെ ഒന്ന് പിന്നിലേക്ക് ഒന്ന് പോയേ ചേച്ചിമാർ, ഒരു ഗ്യാപ്പ് തരുമോ ഞങ്ങൾക്കൊന്ന് പോകാനായിട്ട്? അതിന് മുമ്പ് നമുക്കിതൊന്ന് ഓടിപ്പിച്ച് കാണാം. ഇതിങ്ങനെ ഓടിപ്പിച്ച് കാണാം. ഇത് ഫുൾ നമുക്ക് കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഫുൾ വിചിത്രയിൽ വർക്ക്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ മോളിലത്തെ നമ്മളൊന്ന് നോക്കാം. കോട്ടണില് അജ്രക് പ്രിന്റില് ഇതൊക്കെ ഫുൾ കോട്ടണിൽ ഇഷ്ടം പോലെ വെറൈറ്റീസും വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ ഒന്ന് പോയി നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിൽ കൂടെ ഒന്ന് കിടക്കട്ടെ. ഇപ്പുറത്തെ സൈഡ് എന്താ വരുന്നത് ചേച്ചി? ക്രേപ്പ് ലൈനിങ് മെറ്റീരിയൽസിന്റെ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത് അല്ലേ. ഇത് ഫുൾ ക്രേപ്പിന്റെ നെറ്റിന് ലൈനിങ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ ബോട്ട് ഓടിക്കാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ റേറ്റ് കുറവായത് കാരണം ബോട്ട് ഓടിക്കാനും പോകുന്നുണ്ട്. ജോർജറ്റിന് ബോട്ട് ഓടിക്കാൻ ഇതാണ് കസ്റ്റമർ എടുക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് ക്രേപ്പ് തന്നെയാണ്. ഫുൾ കളക്ഷൻ ഉണ്ട്. അപ്പൊ ലോ റേഞ്ചിൽ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് ഈ ഫുൾ കാണുന്നത്. ഇതിലൊക്കെ കളർ ചാർട്ടാണ് ഈ മൊത്തം കാണുന്ന ഐറ്റംസ്. ഫുൾ ക്രേപ്പിന്റെ ഇത്രയും
കളേഴ്സ് അല്ലേ? ഇനിയും ഉണ്ട് കളേഴ്സ്. ഇതാ ഈ സൈഡ് നോക്കുകയാണെങ്കിലും ഈ സൈഡ് നോക്കുകയാണെങ്കിലും മൊത്തം ക്രേപ്പിന്റെ കളക്ഷൻ കേട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേറ്റാനായിട്ട് ഇങ്ങോട്ട് കളേഴ്സ് വന്നോണ്ടിരിക്കുക. അതാ ഇങ്ങനെയാണ് കേട്ടോ ബൾക്കായിട്ട് ക്രേപ്പിന്റെ കൊണ്ടുവന്നിട്ട് റാക്കിലേക്ക്. ഇപ്പൊ ഈ റാക്ക് കാലിയായ റാക്കിലേക്ക് മൊത്തം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓരോ കസ്റ്റമേഴ്സ് വന്ന് എടുത്തോണ്ട് പോകുമ്പോ അതിനനുസരിച്ച് കേട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ ചേച്ചി ഇനി ഇങ്ങോട്ട് വന്നോ. അപ്പൊ ഇത് നിങ്ങളുടെ പണികൾ നോക്കിക്കോ. നല്ല സുഖമുണ്ടല്ലോ ഇങ്ങനെ തള്ളാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു പോർഷനൊക്കെ ഫുള്ള് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് 3rd ഫ്ലോറിലേക്കാണ്. അപ്പൊ ഈ പോർഷനൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പൊ എല്ലാവർക്കും സ്വാഗതം എവിടേക്ക്? മോഹൻസിലേക്ക്. ഏറ്റവും ലാസ്റ്റത്തെ ഫ്ലോറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. और यहाँ पे क्या होने वाला है, क्या मिलने वाला है? ഇപ്പൊ വേറെ സ്റ്റാഫ് ആണ് ഇവിടുത്തെ സ്റ്റാഫിനെ പിടിച്ച് നിർത്തിക്കാണ്. तो इस तरफ क्या होने वाला है? ये प्लेन नेट है, बहुत सारा कलर है हमारा पास. ഇത് ഫുൾ പ്ലെയിൻ നെറ്റിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. और इसका लेंथ वो सब कितना रहेगा? ये 44 इंच. 44 इंच ആണ് കേട്ടോ. ഇതിന്റെ കളർ റേഞ്ച് ഒക്കെ നോക്കാം നമുക്ക്. ഇത് ഫുൾ പ്ലെയിൻ നെറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം വരുന്നത് പല പല കളേഴ്സ് വരുന്നുണ്ട്. ഇതും നെറ്റിൽ തന്നെയാണ്. ये भी नेट ही है ना? ये सब नेट है. और बहुत सारा कलर बहुत सारा है. കളേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇത് ഫുള്ള് നമുക്ക് നെറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഈ ഏറ്റവും തൊട്ട് ആ ഏറ്റവും मतलब यहाँ से वहाँ तक पूरा प्लेन नेट है. वहाँ भी है. अच्छा, ये नेट किसके लिए यूज होता है? मतलब गाउन्स ऐसा सब के लिए? हाँ. ഇത് ഫുൾ ഈ ഏറ്റവും തൊട്ട് ഇവിടം വരെ ഫുൾ നെറ്റിന്റെ കളക്ഷൻസ് ആണ് വരുന്നത്. ഈ കാണുന്നതും ഫുള്ള് നമുക്ക് നെറ്റ് തന്നെയാണ് കേട്ടോ. പ്ലെയിൻ നെറ്റിൽ വരുന്ന 44 ലെങ്ത്തിൽ അല്ലേ? 44 ലെങ്ത്തിലാണ് ഇതൊക്കെ വരുന്നത്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ കർട്ടൻസ് का भी मिलता है ना? कर्टन्स है और वेलवेट है. വെൽവെറ്റ്. അപ്പൊ കർട്ടൻസിന്റെ നോക്കാം നമുക്ക്. പിന്നെ ഈ ഒരു ഫ്ലോറിൽ നമുക്ക് കർട്ടൻസിന്റെ റോളിംഗ് ആയിട്ടുള്ള പല പല പ്രിന്റിൽ വരുന്ന ഫുൾ റോൾ ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് റെഡിമെയ്ഡ് ഉണ്ട് കർട്ടൻ്റെ. പക്ഷെ ഇത് ഒരെണ്ണം നമുക്കൊന്ന് നോക്കാം. ഈ കിतना मीटर का होगा? ये 56 मीटर का होगा. 56 मीटर. കർട്ടന് പറ്റിയിട്ടുള്ള നമുക്ക് പല രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന കുറെ കർട്ടൻ്റെ പ്രിന്റ്സ്. അപ്പൊ ഇതിന്റെ പ്രിന്റ്സ് ഒന്നും നമുക്ക് നോക്കിയാലോ എങ്ങനെയാന്നുള്ളത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കട്ടെ. അത് ഫുൾ കർട്ടൻ്റെ മാത്രം കിട്ടുന്ന പല കളേഴ്സ് പല ഇപ്പം ഇവിടെ ഡിസ്പ്ലേ മാത്രം കുറച്ച് വെച്ചിട്ടുള്ളൂ. ഇത് കൂടാണ്ട് ഇവർക്ക് ഗോഡൗൺ ഉണ്ട്. ഗോഡൗണിലും ഇഷ്ടം പോലെ കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കർട്ടൻ്റെ മാത്രമായിട്ട് ഉള്ള മെറ്റീരിയൽസും വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. और ये वाला क्या होने वाला है? ये वेलवेट है. वेलवेट? हाँ वेलवेट. നല്ല ടൈപ്പ്. ये सबसे भाव ज्यादा है. ഓക്കെ, ബാക്ക് സൈഡ് ആണ് കേട്ടോ വെൽവെറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് വെൽവെറ്റിന്റെ ഇത് കാണുന്നില്ലല്ലോ എന്ന്. ഇതിന്റെ ഉൾസൈഡാണ് ഈ ശരിക്കും കാണേണ്ടത്. ഇതാ അപ്പോൾ വെൽവെറ്റിന്റെ ഫുള്ള് റോളാണ് ഈ കാണുന്നത്. और ये सब काट के देते कि फुल रोल लेना पड़ता है? नहीं ये फुल रोल है. 20 मीटर भी दे सकते हैं. 20 मीटर എങ്കിലും നമുക്ക് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ. ये 50 से ज्यादा होगा तो हम काट के देंगे आधा. ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് 50 മീറ്റർ ആണെങ്കിൽ 25 മീറ്റർ മുറിച്ചെടുക്കുക. എന്ന് വെച്ചാൽ എത്ര മീറ്റർ ഉണ്ട് അതിനനുസരിച്ചിട്ട് പകുതി ആക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. ഇത് ഫുൾ വെൽവെറ്റിന്റെ റോൾ. അതിന്റെ പല കളേഴ്സും വരുന്നുണ്ട്. കളേഴ്സ് ഒന്നും ഓടിപ്പിച്ച് നോക്കി. वेलवेट का सबसे भारी वाला है, मतलब महंगा वाला. എന്നുവെച്ചാൽ റേറ്റ് കൂടിയ ഐറ്റം, ക്വാളിറ്റി കൂടിയ ഐറ്റം ആണ്. അതിനനുസരിച്ച് റേറ്റ് കൂടിയ ഐറ്റം ആണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ വരുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഈ സബ് റെഡിമെയ്ഡ് കർട്ടൻ്റെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് റെഡിമെയ്ഡ് ഇവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. ആ റെഡിമെയ്ഡ് സെക്ഷൻ ആണ് കേട്ടോ ഈ കാണുന്ന ഏരിയ മൊത്തം വരുന്നത്. ഇതും കാണുന്നത് വില കുറവ്. നേരത്തെ കണ്ടത് നമുക്ക് വില കൂടിയത്, അതാണ് മറിച്ചിട്ടത്. ഇത് നമ്മൾ വെൽവെറ്റ് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. വെൽവെറ്റിൻ്റെ കളേഴ്സ് ഒന്ന് ഓടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ലോ റേഞ്ചിൽ വരുന്ന വെൽവെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. എത്ര കളേഴ്സ് ഉണ്ട്. അതുപോലെ റോളിൽ നമുക്ക് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് വരുന്നത്. ഇതൊക്കെ എന്താ സംഭവം? റെഡിമെയ്ഡ് കർട്ടൻസ് അല്ലേ? ഓക്കെ. ഇത് ഫുൾ കർട്ടൻസിന്റെ അവിടെ കുറച്ച് കണ്ടു. അത് കൂടാണ്ട് ഈ കാണുന്നത് മൊത്തം നമുക്ക് കർട്ടൻസിന്റെ റെഡിമെയ്ഡ് കർട്ടൻസ് ആണ്. അതിൽ വിൻഡോസും ഉണ്ട് ഡോറും ഉണ്ട് അല്ലേ? രണ്ടും വരുന്നുണ്ട്. വിൻഡോസും ഡോറും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്താ വരുന്നത്? ഇവിടെ കിടക്കുന്നത് ലൈനിങ് പൊറൊക്കെ. ഇതും താഴ്ത്തും വെച്ചിട്ടുണ്ട്. താഴ്ത്ത് വെച്ചിരിക്കുന്ന സെയിം അത് തന്നെ കേട്ടോ. ഇതാകുമ്പോൾ 27.5 മീറ്റർ ആണ് ഇത് വരുന്നത് ഫുൾ റോൾ. അപ്പം മീറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിൻ്റെ എത്ര വരണമെന്ന് വെച്ചാൽ അതിൻ്റെ പകുതിയായിട്ട് ഇപ്പോൾ ഇത് 27 ആകുമ്പോൾ അത് ഫുൾ അങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ക്രേപ്പിൻ്റെ ഇത്ര അധികം കളേഴ്സ് വരുന്നുണ്ട്. നമ്മൾ താഴ്ത്തും കുറേ കളേഴ്സൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുൾ ക്രേപ്പിൻ്റെ കളേഴ്സാണ് നമുക്ക് വരുന്നത്. അത് കൂടാണ്ട് ഇവിടെയും നമുക്ക് ക്രേപ്പിൻ്റെ കളേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കളേഴ്സാണ് വരുന്നത് കേട്ടോ. ഫുൾ ബൾക്കായിട്ട് റോള് തന്നെ എടുക്കണം. ഇനി ഇത് കൂടാണ്ട് ഇപ്പുറത്തെ ബാക്ക് സൈഡിൽ ഒരു റാക്കിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. इसका पीछे क्या है? क्रेप
ഇതിന്റെ പിന്നിലും നമുക്ക് ക്രേപ്പ് വരുന്നുണ്ട്. അപ്പൊ ക്രേപ്പുകളുടെ കളേഴ്സാണ് നമുക്ക് ഇത് ഫുള്ള് കാണുന്നത്. ഇത് ഫുൾ ക്രേപ്പ് അല്ലേ? ഇത് ഫുൾ ക്രേപ്പിന്റെ കളേഴ്സാണ് കാണുന്നത്. എത്ര കളേഴ്സ് വേണമെങ്കിലും ആ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിലും ഫുൾ കളേഴ്സാണ് കേട്ടോ. അത് ഫുള്ള് ഒരു റോള് തന്നെ എടുക്കണം, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഇത്. കാരണം ഇത് കട്ട് ചെയ്യില്ല, ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ. കളേഴ്സ് ഒന്നിങ്ങനെ നമുക്ക് ഓടിപ്പിച്ച് നോക്കിയാലോ, ഇത്ര കളേഴ്സ് നമുക്കൊന്ന് ഓടിപ്പിച്ച് നോക്കിയാലോ. ഇത് ഫുൾ ഇതിൻ്റെ കളേഴ്സാണ്, ക്രേപ്പിൽ വരുന്ന കളർ ഓപ്ഷൻസ് ആണ് ഈ ഫുള്ള്. കണ്ടോ, വെറൈറ്റി കളേഴ്സ്. അതിൽ ഏത് കളർ വേണമെങ്കിലും കളേഴ്സ് ഉണ്ട്. പിസ്ത ഗ്രീൻ വേണോ, ലാവൻഡർ വേണോ, വയലറ്റ് ഷെയ്ഡ് വേണോ, എല്ലാ കളേഴ്സ് ഉണ്ട് അല്ലേ ക്രേപ്പിൽ. ലൈനിങ്ങിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇനി ഇത് ഓഫീസ് ഏരിയ അല്ലേ? നമ്മുടെ തരുൺ ഭായി അങ്ങോട്ട് പോയി, ഓഫീസിലെ തരുൺ ഭായി അങ്ങോട്ട് പോയി. ഇപ്പുറത്തെ സൈഡും ഉണ്ടല്ലോ തരുൺ ഭായ്. ഓഫീസിൽ ആ തരുൺ ഭായിനെ കണ്ടില്ല. മൈക്കൊന്ന് എടുക്കട്ടെ, ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. തരുൺ ഭായിനെ ഒന്ന് വിളിക്കട്ടെ, സംസാരിക്കട്ടെ. ഈ ബാക്ക് സൈഡിൽ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴത്ത് പോയിട്ട് ആ ഫ്രെയിം ഒന്ന് കാണിക്കണം. ഷട്ടിങ് അത് അപ്പുറത്തെ സൈഡ് പോയി നോക്കാം. ലൈനിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ അതിന് നമുക്ക് ക്യാനിങ് ഒക്കെ വേണം. ക്യാൻ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഫുൾ റോളായിട്ട് തന്നെ എടുക്കണം. അതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ആ ബ്ലാക്ക്, വൈറ്റ്, കളർ അങ്ങനെ. ഇത് ഷട്ടിങ് 58 തന്നെ. കുറച്ചും കൂടി പാറ്റേൺ കൂടുതലാകുമ്പോൾ, വെറൈറ്റി കൂടുതലാകുമ്പോൾ സ്ഥലം ഉണ്ടായില്ല വെക്കാൻ വേണ്ടി. അപ്പോൾ സ്ഥലം ആക്കാൻ വേണ്ടി ഇത് വെച്ചേക്കണതാണ് കേട്ടോ. അതിൽ നമുക്ക് ചെക്കിലുണ്ട്, യൂണിഫോം പോലത്തെ ഷട്ടിങ്സിൽ വരുന്നുണ്ട്. അങ്ങനെ സ്കൂൾ യൂണിഫോം ഞങ്ങൾ മെയിൻ ആ സ്കൂൾ യൂണിഫോം. അതെ, അതിനൊക്കെ റോളിംഗ് ആയിട്ട് ബൾക്കായിട്ട് ഇങ്ങനെ എടുത്ത് പോകില്ല ആൾക്കാർ തയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഫുൾ ഷർട്ടിൻ്റെ മാത്രമായിട്ട് വരുന്ന പല കളേഴ്സിൽ പല ഡിസൈൻസ് പല പ്രിൻസിലൊക്കെ വരുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് താഴത്തേക്ക് പോയിട്ട് ആ ഒരു ഫ്രെയിം ആ ചേച്ചി ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഇന്ന് കാലത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് സ്റ്റോക്കൊക്കെ വരുന്നതല്ലേ. ഞാനും ഒരെണ്ണം പിടിക്കാം, അത് തരുണമായി ഒരെണ്ണം പിടിക്കാം. രണ്ടെണ്ണം ഒരുമിച്ച് കയറില്ല, ഒരെണ്ണം കയറുള്ളൂ. അതാ പയ്യന്മാര് കൊണ്ടുപോയിക്കണം. അപ്പം ഞങ്ങൾ പോവാണ്. താഴത്തെ ഫ്ലോറിൽ ഇതാ നമ്മള് നേരത്തെ പറഞ്ഞത് ആ ഒരു ഇത് കുറച്ചേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഇഷ്ടം പോലെ വെറൈറ്റീസ് മുകളിലത്തെ ഫ്ലോറിലൊക്കെ ഉണ്ട്. അത് കാണിക്കാൻ വിട്ടത് പോയി. ഇപ്പൊ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ടിഷ്യൂല് ഇങ്ങനെ വീതി കൂടിയതും വീതി കുറവായിട്ടുള്ള ഇത് പ്രിന്റിൽ വരുന്നുണ്ട്, വർക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് നമുക്ക് പാവാടയ്ക്കും സാരീസിലും അങ്ങനെയൊക്കെ മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇത് ബ്ലൗസ് പീസസ് അല്ലേ, പ്ലെയിനിൽ വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇതാകുമ്പോൾ 50 പീസ് ആയിരിക്കും അല്ലേ? 50 പീസ്, 25 പീസ്, 10 പീസ്, 3 ഐറ്റം. ഓക്കെ. അപ്പോൾ ഇത് ബ്ലൗസ് പീസസിൻ്റെ ഒരു ഏരിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അവിടെ വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ പേര് നിനു ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിക്ചറാണ് കേട്ടോ. ഇതിനും എൻക്വയറീസ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി. ഇത് അടിപൊളിയായിട്ട് നന്നായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ നിനു ചേച്ചി അല്ലേ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ആള് ഗിഫ്റ്റ് കൊടുത്തതാണ് നമ്മുടെ തരുൺ ഭായിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ ഞാൻ ഒരു ലൊക്കേഷൻ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൊക്കേഷൻ നമ്മുടെ CSB ബാങ്ക്, പഞ്ചാബ് ബാങ്ക് ഓപ്പോസിറ്റ്. അപ്പോൾ ശരിക്കും ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ എറണാകുളത്ത് മേനക ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള വഴിയുള്ളൂ. നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രസ് ക്ലബ്ബ് റോഡിൽ വരുമ്പോൾ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇത് കൂടാണ്ട് നമുക്ക് CSB ബാങ്കും കാണും. അതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മോഹൻ ടെക്സ്റ്റൈൽസ്. 4 ഫ്ലോറാണ് കേട്ടോ. മൊത്തം മെറ്റീരിയൽസ് മാത്രമുള്ളൂ. നമുക്ക് ബുട്ടിക്കിന് ആവശ്യമുള്ളത്, നമുക്ക് സ്റ്റിച്ചിങ് ആവശ്യമുള്ള, അങ്ങനെ കാർ പാർക്കിംഗ് ഏരിയയിൽ കൂടി ഫെസിലിറ്റീസ് ഉണ്ട്. അത് ഫ്രണ്ടിൽ മാത്രമല്ല അണ്ടർഗ്രൗണ്ട് ആയിട്ട് എത്ര കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. നമുക്ക് പുറമേ കാണുന്ന പോലെയല്ല കേട്ടോ, പാർക്കിംഗ് ഏരിയ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് വലിയൊരു ഫെസിലിറ്റിയാണ്. നമുക്ക് ഈ ഒരു മാർക്കറ്റ് ഏരിയയിൽ വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പാർക്കിംഗ് എവിടെ ചെയ്യുന്നുള്ളത്. അതും പേയ്മെൻറ്റ് കൊടുത്തിട്ട് പുറത്തൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ പേയ്മെൻറ്റ് ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു സൗകര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മോഹൻ ടെക്സ്റ്റൈൽസ്. നമ്മുടെ കൂടെ ഉള്ളത് മോഹൻ ടെക്സ്റ്റൈൽസിലത്തെ ഓണർ. താങ്ക് യു തരുൺ ഭായ്, താങ്ക് യു സോ മച്ച്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ bye.